അപ്പൊ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചേക്കുന്ന ഒരു ചാപ്റ്റർ, കെമിക്കൽ കോർഡിനേഷൻ. അതായത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം. കെമിക്കൽ കോർഡിനേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാറുള്ളത്? നിങ്ങൾക്കറിയാം, കംപ്ലീറ്റ് ഹോർമോൺസ് ആണല്ലേ. ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഗ്ലാൻസും അവരെ കുറിച്ച് നമുക്ക് പഠിക്കാറുള്ളത്. ആ ഒരു സെഷനിലേക്കാണ് നമ്മൾ പോയി നോക്കാൻ പോകുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ്, എന്താ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ്, എന്താ എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും തമ്മിലുള്ള വ്യത്യാസം? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡെക്ട് ഉണ്ടോ ഇല്ലയോ? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡെക്ട്ലെസ് ഗ്ലാൻഡ്സ് ആ. ഡെക്ട് ഇല്ലാത്തവര് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഡെക്ട്ലെസ് ഗ്ലാൻഡ്സ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പൊ എക്സോക്രൈൻ ഗ്ലാൻഡ്സോ? എക്സോക്രൈൻ ഗ്ലാൻഡ് ഡെക്റ്റഡ് ഗ്ലാൻഡ്സ് ആണ്, അവർക്ക് ഡെക്ട് ഉണ്ട് അല്ലേ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോർമോൺസിനെയാണ്. അപ്പൊ എക്സോക്രൈൻ ഗ്ലാൻഡ്സോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിനെയാണ്. കുഞ്ഞുങ്ങളെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡെക്ട്ലെസ് ഗ്ലാൻഡ്സ് ആണ്, ഡെക്ട് ഇല്ലാത്തവരാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് അല്ലേ. അവരുടെ സെക്രീഷൻ നമ്മുടെ ബോഡിക്കുള്ളിലേക്കാണ്. അവരുടെ സെക്രീഷൻ പുറത്തേക്കല്ല, ഇൻസൈഡ് ദി ബോഡിയാണ് അല്ലേ. ആണ് മക്കളെ. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് ഒരു 3-4 എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. തൈറോയ്ഡ്, പാരതൈറോയ്ഡ്, ഹൈപ്പോതലാമസ്. തലാമസ് ഇല്ല. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ്, പാരതൈറോയ്ഡ്, ഗൊണാഡ്സ്. ഇങ്ങനെ കുറെ ആളുകളുണ്ട് അല്ലെ. അവരൊക്കെ കിടക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പൊ എക്സോക്രൈൻ ഗ്ലാൻഡ്സോ? ലാക്രിമൽ ഗ്ലാൻഡ്സ്, നമ്മൾ ടിയറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ണുനീരൊക്കെ ഉണ്ടാക്കുന്നത്. സലേവറി ഗ്ലാൻഡ്സ്, പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്മാൻഡിബുലർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡൈജഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സലേവറി ഗ്ലാൻഡ്സ് ഇവരൊക്കെയാണ് മക്കളെ, ഇവരൊക്കെയാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചാണ്. ആ കാര്യമാണ് നമ്മളിവിടെ പഠിച്ചെടുക്കാൻ പോകുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. റെഡി? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു മക്കളെ. റെഡി? അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ പറയുന്നവര് ഹോർമോൺ എന്ന് പറഞ്ഞേ. ആ ഗ്ലാൻഡ്സ് ഡെക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞേ. ഈ ഹോർമോൺസിന് എനിക്കൊരു ഡെഫിനിഷൻ വേണം. ഹോർമോൺസിന് നമുക്കൊരു ഡെഫിനിഷൻ പഠിക്കണം. എന്താണ് ഹോർമോൺ? നിങ്ങൾ പറയല്ലേ കൂടെ. ഹോർമോൺസിന് 2 ഡെഫിനിഷൻസ് NCERT പറയുന്നുണ്ട്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചോളണം. അതിൽ പറയുന്നുണ്ട് ഹോർമോൺസ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉണ്ട്, സയന്റിഫിക് ഡെഫിനിഷൻ ഉണ്ട്. ക്ലാസിക്കൽ ഡെഫിനിഷനും സയന്റിഫിക് ഡെഫിനിഷനും. ഫസ്റ്റ് ക്ലാസിക്കൽ നോക്കാം. ഹോർമോൺസ് ആർ കെമിക്കൽസ്. ഹോർമോൺസ് പറഞ്ഞാൽ കെമിക്കൽസ് ആ. ഹോർമോൺസ് ആർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആരുണ്ടാക്കുന്ന? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ബ്ലഡ്. ഇത് നേരെ എവിടത്തേക്ക് റിലീസ് ചെയ്യും? ബ്ലഡിലേക്ക്. ആൻഡ് റിലീസ്ഡ് ഇൻ ടു ബ്ലഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റഡ് ടാർഗറ്റ് ഓർഗൻ. കുറെ ദൂരത്തുള്ള ടാർഗറ്റ് ഓർഗൻ എവിടെയോ അവിടെ പോയിട്ട് ഇത് ആക്ട് ചെയ്യും. ഹോർമോൺസ് ആർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹോർമോൺസ് പറഞ്ഞ കെമിക്കലാ, ഉണ്ടാക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആ. എവിടത്തേക്ക് റിലീസ് ചെയ്യുന്നത്? ആൻഡ് റിലീസ്ഡ് ഇൻ ടു ബ്ലഡിലേക്ക് and transported to എങ്ങടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും? ട്രാൻസ്പോർട്ടഡ് ടു ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റഡ് ടാർഗറ്റ് ഓർഗൻ. ഇതാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ. അപ്പൊ സയന്റിഫിക് ഡെഫിനിഷൻ എന്താ? ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻ കെമിക്കൽസ്. ഹോർമോൺസ് നമ്മൾ ന്യൂട്രിയൻ എടുത്തു നിന്നോ? ഇല്ലല്ലോ. പ്രോട്ടീൻ ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് എ ഇന്റർസെല്ലുലാർ മെസഞ്ചർ. ഇവർ ആരായിട്ട് ആക്ട് ചെയ്യും? ഇന്റർസെല്ലുലാർ മെസഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്. വളരെ ചുരുങ്ങിയ എമൗണ്ട് മാത്രമേ അവർ ഉണ്ടാക്കുന്നുള്ളൂ. Hormones are non-nutrient chemicals which act as a intercellular messenger and are produced in trace amount. Hormones പറഞ്ഞാല് non-nutrient chemicals ആണ്. അത് hormones are non-nutrient chemicals which act as a intercellular messenger and are produced in trace amount. അത് വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ. ഇതാണ് ഹോർമോണിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്കറിയാം ഏതൊക്കെ സ്ഥലത്താണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇരിക്കുന്നത്, അവരുടെ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് അറിയാതെ ആദ്യം നമുക്ക് സ്ഥലം പഠിക്കാം. എവിടേക്കാണ് ഓരോ ഗ്ലാൻഡ്സ് ഇരിക്കുന്നത്? നിങ്ങൾ അങ്ങ് നോക്ക്. ബ്രെയിനിൽ ഏതൊക്കെ ഗ്ലാൻഡ്സ് ഉണ്ട്? ഏറ്റവും മുകളിൽ ആരാള? ഏറ്റവും മുകളിൽ പീനിയൽ ഗ്ലാൻഡ്. ആരാ? പീനിയൽ ഗ്ലാൻഡ്. റെഡി അല്ലേ? ഏറ്റവും ടോപ്പിൽ ആരാള്? പീനിയൽ ഗ്ലാൻഡ്. രണ്ടാമത് ആരാ? ഹൈപ്പോതലാമസ്. ആരാ? ഹൈപ്പോതലാമസ്. മൂന്നാമത് ആരാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം മക്കളെ. ബ്രെയിനിൽ ആരൊക്കെ ഉണ്ട്? പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. പീനിയൽ ഗ്ലാൻഡ് ഏറ്റവും ടോപ്പിലാണ്. പീനിയൽ ഗ്ലാൻഡ് കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പോതലാമസ് കഴിഞ്ഞാൽ പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇത്ര ആളുകൾ ബ്രെയിനിലുണ്ട്. ബ്രെയിനിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാവേ. ബ്രെയിനിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ എത്തുന്ന ഏത് റീജിയനിലേക്ക്? നമ്മുടെ നെക്ക് റീജിയനിലേക്കല്ലേ. നെക്ക് റീജിയനിൽ ആരൊക്കെ ഉണ്ട്? തൈറോയ്ഡ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഉണ്ട്.
ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്, നെക്ക് റീജിയനിലുണ്ട്. എവിടെ ഉണ്ട്? നെക്ക് റീജിയനിലുണ്ട്. തൈറോയ്ഡ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഉണ്ട്. വീണ്ടും താഴത്തേക്ക് ഇറങ്ങാവേ. ചെസ്റ്റ് റീജിയനിൽ ആരുണ്ട്? ചെസ്റ്റ് റീജിയനിൽ ഏത് ഗ്ലാൻഡാ ഉള്ളത്? തൈമസ് ഗ്ലാൻഡ്. ഏത് ഗ്ലാൻഡാ? തൈമസ് ഗ്ലാൻഡ്. തൈമോസിന് ഉണ്ടാക്കുന്ന ആളല്ലേ, അത് തന്നെ തൈമസ് ഗ്ലാൻഡ്. ചെസ്റ്റ് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ അബ്ഡോമിനൽ റീജിയനിലേക്ക് എത്തി. തൊറാസിക് കഴിഞ്ഞ അബ്ഡോമിനൽ റീജിയനിൽ ആരൊക്കെ ഉണ്ട്? അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഈ പാൻക്രിയാസ് എന്നത് ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. നമുക്ക് പേരോർക്കാം. അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഏറ്റവും താഴത്തേക്ക് പെൽവിക് റീജിയനിലേക്ക് പോകുമ്പോൾ അവിടെ ആരുണ്ട്? ഗൊണാഡ്സ്. പെൽവിക് റീജിയനിൽ പോകുമ്പോൾ ആരുണ്ട്? ഗൊണാഡ്സ്. ഈ ഗൊണാഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിൽ എന്താ? മെയിലിൽ ടെസ്റ്റിസ് ഉണ്ട്, ഫീമെയിൽ എന്താ? ഓവറി. ടെസ്റ്റിസ് ഇൻ മെയിൽ ആൻഡ് ഓവറി ഇൻ ഫീമെയിൽ. മെയിലിൽ എന്തുണ്ട്? ടെസ്റ്റിസ് ഉണ്ട്. ഫീമെയിൽ എന്തുണ്ട്? ഓവറി ഉണ്ട്. മെയിലിൽ ടെസ്റ്റിസ് ഉണ്ട്, ഫീമെയിൽ ഓവറി ഉണ്ട്. മെയിലിൽ എന്തുണ്ട്? ടെസ്റ്റിസ് ഉണ്ട്. ഫീമെയിൽ എന്തുണ്ട്? ഓവറി ഉണ്ട്. മെയിലിൽ ടെസ്റ്റിസും ഫീമെയിലില് ഓവറി. റെഡി ആണല്ലോ? ടെസ്റ്റിസ് ഇൻ മെയിൽ ആൻഡ് ഓവറി ഇൻ ഫീമെയിൽ. ടെസ്റ്റിസ് മെയിലാണ്, ഫീമെയിലില് ഓവറി. ഓക്കെ ആണല്ലോ? ഇതാണ് ഗൊണാഡ്സ്. ഇത്രയും ഗ്ലാൻസും അവര് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. റെഡി അല്ലേ നിങ്ങള്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് പറഞ്ഞു വയ്ക്കോ, തുടങ്ങിക്കോ. ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഗ്ലാൻഡ്, അവന്റെ പേരെന്താ? പീനിയൽ ഗ്ലാൻഡ്. ആരാ? പീനിയൽ ഗ്ലാൻഡ് അഥവാ എപ്പിഫൈസിസ് എന്നൊക്കെ പറയാം അല്ലെ. പീനിയൽ ഗ്ലാൻഡ് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്. അഥവാ അയാൾ മുകളിലായതുകൊണ്ട്, ഹൈപ്പോതലാമസിന് മുകളിലായതുകൊണ്ട് നമ്മൾ എപ്പിഫൈസിസ് എന്ന് വിളിക്കും. എപ്പിഫൈസിസ് അഥവാ പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡ് ഇയാളെ കുറിച്ച് നിങ്ങൾ എനിക്കൊരു 3-4 പോയിന്റ്സ് പറഞ്ഞു. കുഞ്ഞുങ്ങളെ, ഈ പീനിയൽ ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നത്? അറിയാവോ? ഫോർ ബ്രെയിനിലാണോ, മിഡ് ബ്രെയിനിലാണോ, ഹൈൻഡ് ബ്രെയിനിലാണോ? ഫോർ ബ്രെയിൻ. എവിടെയാ? ഫോർ ബ്രെയിനിലാണ് ആരിയിരിക്കുന്നത്? പീനിയൽ ഗ്ലാൻഡ്. ഫോർ ബ്രെയിനില്. മിഡ് ബ്രെയിനിലല്ല, ഹൈൻഡ് ബ്രെയിനിലല്ല. അപ്പൊ എവിടെ? ഫോർ ബ്രെയിനില്. ഓക്കെ ആണേ? ഇയാൾ ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരെന്താ? മെലാറ്റോണിൻ. NCERT പറയുന്നു മെലാറ്റോണിൻ. ഒരാൾ കൂടെ ഉണ്ട്, സെറോട്ടോണിൻ. നമുക്ക് മെലാറ്റോണിൻ മതി. മെലാറ്റോണിനും സെറോട്ടോണിനും നിങ്ങൾ മെലാറ്റോണിൻ പഠിച്ചാൽ മതി. പീനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരെന്താ? മെലാറ്റോണിൻ. എന്തോന്നാ? മെലാറ്റോണിൻ. ഇയാൾ അറിയപ്പെടുന്നതേ, ഈ ഗ്ലാൻഡ് അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട്, ബയോളജിക്കൽ ക്ലോക്ക്. എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് അത് പീനിയൽ ഗ്ലാൻഡ്. കുറെ തവണ ചോദിച്ചതാ. പീനിയൽ ഗ്ലാൻഡ് ബയോളജിക്കൽ ക്ലോക്ക് ആണ്. ആര്? പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡ് ഫോർ ബ്രെയിനില്. ഇയാൾ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാ? മെലാറ്റോണിൻ. എന്തോന്നാ? മെലാറ്റോണിൻ. ഈ മെലാറ്റോണിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് റെഗുലേറ്റ് 24-hour diurnal rhythm. 24 മണിക്കൂർ രാത്രി പകൽ എന്നുള്ള റിതം. ഇറ്റ് മെയിൻറ്റെയിൻ 24-hour diurnal rhythm. അതോ ഇറ്റ് മെയിൻറ്റെയിൻ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. ഉറക്കം എഴുന്നേക്കൽ, ആ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യും. 24-hour diurnal rhythm അഥവാ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, അല്ലെങ്കിൽ എന്ത് പറയാ നമുക്ക്? രാത്രി പകൽ 24-hour diurnal rhythm, അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, അല്ലെങ്കിൽ ഒരു പേരും കൂടെ സിർക്കേഡിയൻ റിതം. എന്തോന്നാ? സിർക്കേഡിയൻ റിതം. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? സിർക്കേഡിയൻ റിതം അഥവാ 24-hour diurnal rhythm. 24-hour diurnal rhythm അഥവാ സിർക്കേഡിയൻ റിതം അഥവാ നിങ്ങൾ പറഞ്ഞ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ആരാണ് മക്കളെ? പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ ആണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, ഇതാണ് ഇയാളുടെ മേജർ ഫംഗ്ഷൻ. അതുകൊണ്ട് ഇയാളെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇയാളുടെ സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. ഇയാൾ ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയോ? അത് നിങ്ങൾ അറിയണം. സപ്പോർട്ടിംഗ് ഫംഗ്ഷൻ മെറ്റബോളിസത്തിൽ റോൾ ഉണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ റോൾ ഉണ്ട്. ഡിഫൻസ് കാപ്പബിലിറ്റി, ഡിഫൻസിന് ചെറിയ റോൾ ഉണ്ട്. ടെമ്പറേച്ചർ റെഗുലേഷൻ, പിഗ്മെന്റേഷൻ. ഈ 5 പോയിന്റ്സ് കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കുക. മെറ്റബോളിസം, മെൻസ്ട്രൽ സൈക്കിൾ, ടെമ്പറേച്ചർ റെഗുലേഷൻ, ഡിഫൻസ് കാപ്പബിലിറ്റി, പിഗ്മെന്റേഷൻ. ഈ 5 കാര്യങ്ങളിൽ ആർക്ക് റോളുണ്ട്? നമ്മുടെ മെലാറ്റോണിന് റോളുണ്ട്. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആയിരുന്നു മെലാറ്റോണിൻ. റെഡിയാണല്ലോ? മേജർ ഫംഗ്ഷൻ 24-hour diurnal rhythm മെയിൻറ്റെയിൻ ചെയ്യും അഥവാ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ കൺട്രോൾ ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്ന മെലാറ്റോണിൻ. ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, പീനിയൽ ഗ്ലാൻഡ്. ഏത് ഗ്ലാൻഡാ ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, പീനിയൽ ഗ്ലാൻഡ്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് എന്താ അറിയണ്ടേ?
ഈ പീനിയൽ ഗ്ലാൻഡിനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കിനി പോകാനുള്ളത് നേരെ ഹൈപ്പോതലാമസിലേക്ക്. ഹൈപ്പോതലാമസ്, കുഞ്ഞുങ്ങൾക്ക് അറിയോ ഹൈപ്പോതലാമസിനെ കുറിച്ച്? ഇയാൾ എവിടെ ഇരിക്കുന്നത്? ബേസൽ പാർട്ട് ഓഫ് ഡാൻസെഫലോൺ ഇൻ ദി ഫോർ ബ്രെയിൻ. ഇയാളില്ലേ മാസ്റ്റർ ഓഫ് മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ അപ്പൂപ്പന ഇയാള്. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ അപ്പൂപ്പനാണ് ഹൈപ്പോതലാമസ്. അപ്പൊ അപ്പനാരാ? അപ്പൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാ. മൂപ്പര് നമുക്ക് പഠിക്കാം. ആദ്യം അപ്പൂപ്പനെ പഠിച്ചെടുക്കുക. അപ്പൂപ്പനാരാ? ഹൈപ്പോതലാമസ്. മാസ്റ്റർ ഓഫ് മാസ്റ്റർ, മാസ്റ്ററിന്റെയും മാസ്റ്റർ ആണ് അയാൾ. മാസ്റ്റർ ഓഫ് മാസ്റ്റർ അയാളാണ് ആര്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആരാന്ന് അറിയുന്നതിന് മുന്നേ ഹൈപ്പോതലാമസിന്റെ ലൊക്കേഷൻ അറിയണം. ഹൈപ്പോതലാമസ് ലൊക്കേറ്റ് ചെയ്തത് ബേസൽ പാർട്ട് ഓഫ് ഡാൻസെഫലോൺ ഇൻ ദി ഫോർ ബ്രെയിൻ. നിങ്ങൾ നെർവസ് സിസ്റ്റം പഠിച്ചല്ലേ? നെർവസ് സിസ്റ്റം കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിച്ചല്ലേ? നെർവസ് സിസ്റ്റത്തില് റോംബെൻസെഫലോൺ, ടീലെൻസെഫലോൺ, ഡയൻസെഫലോൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചല്ലേ? ഇതില് ഡയൻസെഫലോണിന്റെ ബേസൽ പാർട്ടില്, ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ ഇൻ ദി ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിനില് ഡയൻസെഫലോണിന്റെ ബേസിലായിട്ടാണ് ആര് കാണുന്നത്? ഹൈപ്പോതലാമസ് കാണുന്നത്. ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ ഇൻ ദി ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിനില് ഡയൻസെഫലോണിന്റെ ബേസിലായിട്ട്, ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ ഇൻ ദി ഫോർ ബ്രെയിൻ. അവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡിന്റെ പേരെന്താ? ഹൈപ്പോതലാമസ് അല്ലേ? ഈ ഹൈപ്പോതലാമസില് ഒരു കൂട്ടം ന്യൂറോ സെക്രട്ടറി സെൽസ് ഉണ്ട്. ഹൈപ്പോതലാമസ് നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടല്ലേ? ഇവിടെ ഈ ഹൈപ്പോതലാമസില് അവിടെ ന്യൂറോൺസ് അല്ലേ ഉണ്ടാവേണ്ടത്? കുഞ്ഞുങ്ങൾ അതിൽ കുറച്ച് ന്യൂറോൺസ് അവർ സ്പെഷ്യലൈസ് അയക്കുക. എന്തിനു വേണ്ടിയിട്ട്? അവര് സ്പെഷ്യലൈസ് അയക്കുക എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഹൈപ്പോതലാമസിലുള്ള ഒരു കൂട്ടം ന്യൂറോൺസ് അവർ സെക്രീഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്യുക. ഗ്രൂപ്പ് ഓഫ് ന്യൂറോ സെക്രട്ടറി സെൽസ്, ഗ്രൂപ്പ് ഓഫ് ന്യൂറോ സെക്രട്ടറി സെൽസ് പ്രസന്റ് ഇൻ ദി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ന്യൂറോ സെക്രട്ടറി സെൽസ് അവരെ വിളിക്കുന്ന പേരാ ഹൈപ്പോതലാമിക് ന്യൂക്ലിയേ. ഹൈപ്പോതലാമിക് ന്യൂക്ലിയേ അല്ലേ? ഇയാളാണ് എന്തുണ്ടാക്കുന്നത്? രണ്ട് ടൈപ്പ് ഹോർമോൺസിനെ. ഹൈപ്പോതലാമസിലുള്ള ന്യൂക്ലിയേ, ഗ്രൂപ്പ് ഓഫ് ന്യൂറോ സെക്രട്ടറി സെൽസ്, ഗ്രൂപ്പ് ഓഫ് ന്യൂറോ സെക്രട്ടറി സെൽസ് പ്രസന്റ് ഇൻ ദി ഹൈപ്പോതലാമസ്. അവരാണ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയേ. അവർ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. ഈ റിലീസിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും രണ്ടും ഉണ്ടാക്കുന്ന ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിൽ ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ്. ഹൈപ്പോതലാമിക് ന്യൂക്ലിയാണ്. ആ റിലീസിംഗ് ഹോർമോൺസ് ഏതൊക്കെയാ? കുഞ്ഞുങ്ങളെ നിങ്ങൾ പറയണം. ഹൈപ്പോതലാമസ് ചേട്ടനില്ലേ? ഈ ഹൈപ്പോതലാമസ് ചേട്ടൻ ഉണ്ടാക്കുന്ന രണ്ട് ടൈപ്പ് ഹോർമോൺ. ഒന്ന് റിലീസിംഗ് ഹോർമോൺ അല്ലേ? റിലീസിംഗ് ഹോർമോൺ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? റിലീസിംഗ് ഹോർമോൺ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ? എന്ത്? ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അപ്പൊ റിലീസിംഗ് ഹോർമോൺ ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിലീസിംഗ് ഹോർമോൺ. റിലീസിംഗ് ഹോർമോൺ ആരൊക്കെയാ? റിലീസിംഗ് ഹോർമോൺ ഒന്നാമത്തെ ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ. അടുത്താരാ? തൈറോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. തൈറോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. അടുത്താരാ? കോർട്ടിക്കോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. ഫസ്റ്റ് വൺ ഗ്രോത്ത് ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ. തൈറോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. കോർട്ടിക്കോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. അടുത്തത് പ്രോലാക്ടിൻ, റിലീസിംഗ് ഹോർമോൺ. പ്രോലാക്ടിൻ, റിലീസിംഗ് ഹോർമോൺ. പ്രോലാക്ടിൻ, റിലീസിംഗ് ഹോർമോൺ. അടുത്ത ഗൊണാഡോട്രോഫിൻ, ഗൊണാഡോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. ഗൊണാഡോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. ഗൊണാഡോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ. തൈറോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. കോർട്ടിക്കോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. പ്രോലാക്ടിൻ, റിലീസിംഗ് ഹോർമോൺ. ഗൊണാഡോട്രോഫിൻ, റിലീസിംഗ് ഹോർമോൺ. ഇത്രയും റിലീസിംഗ് ഹോർമോൺസിനെയാണ് ആരുണ്ടാക്കുന്നത്? ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹൈപ്പോതലാമസില് നിങ്ങൾ പറഞ്ഞ റിലീസിംഗ് ഹോർമോൺ ആണ്. അപ്പൊ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ നേരെ റിവേഴ്സ് പഠിച്ചാൽ മതി. ഗ്രോത്ത് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇതിനെയാണ് നിങ്ങൾ പറയുന്നത് എന്ത്? സൊമാറ്റോ സ്റ്റാറ്റിൻ ആണോ ട്രോഫിൻ ആണോ? നിർത്തലാണല്ലേ സൊമാറ്റോ സ്റ്റാറ്റിൻ. സൊമാറ്റോ സ്റ്റാറ്റിൻ. ഗ്രോത്ത് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. തൈറോട്രോഫിൻ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. then corticotrophin, inhibiting hormone. Prolactin, inhibiting hormone. Gonadotrophin, inhibiting hormone. ഇങ്ങനെ കുറെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസിനെയാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഹൈപ്പോതലാമിക് ന്യൂക്ലിയേ, ന്യൂറോ സെക്രട്ടറി സെൽസ്, അവരെയാണ് നമ്മൾ ന്യൂക്ലിയേ എന്ന് വിളിച്ചത്. അവരുണ്ടാക്കുന്ന രണ്ട് ടൈപ്പ് ഹോർമോൺസ് ആയിരുന്നു, റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. റെഡിയല്ലേ കുഞ്ഞുങ്ങളെ? ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഇപ്പൊ
തൈറോട്രോഫിൻ സ്റ്റിമുലേറ്റിംഗ് ഹോമോൺ ആണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ തൈറോയിഡിൽ നിന്നാണ് തൈറോക്സിൻ റിലീസ് ചെയ്യുന്നത്. ഈ തൈറോക്സിൻ തൈറോയിഡിൽ നിന്ന് റിലീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കോളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവ കുഞ്ഞുങ്ങളെ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്, ഹൈപ്പോതലാമസ്. ഇതിന് പിറ്റ്യൂട്ടറി ചേട്ടനാണ്, പിറ്റ്യൂട്ടറി. ഇനി ഇത് തൈറോയ്ഡ് ആണ്. ജസ്റ്റ് നമുക്ക് തൈറോക്സിൻ റിലീസ് ആവുന്നതായിരിക്കും, തൈറോക്സിൻ റിലീസ് ആവണേ. അങ്ങനെയാണ് നേരെ മെസ്സേജ്. അതായത് ബ്ലഡില് തൈറോക്സിന്റെ ലെവല് ഞാനിപ്പോ തൽക്കാലത്തേക്ക് T4 ലെവൽ കുറഞ്ഞു നാക്കി. T4 ലെവൽ കുറഞ്ഞു കഴിഞ്ഞ് ഇത് കൂട്ടണം. നേരെ മെസ്സേജ് ഹൈപ്പോതലാമസിന് പോയേ. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? ഇതാ തൈറോട്രോഫിൻ റിലീസിംഗ് ഹോമോൺ റിലീസ് എന്ത് ചെയ്യും? കൂട്ടും. ഇത് നേരെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വന്ന് ആക്ട് ചെയ്യും. പിറ്റ്യൂട്ടറി ഞാനിനി പഠിപ്പിക്കാവേ. പിറ്റ്യൂട്ടറി ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? അപ്പം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോമോൺ റിലീസ് കൂട്ടും. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? തൈറോയ്ഡ് ഗ്ലാൻഡ് T3 റിലീസ് നേരെ ഈ കുറഞ്ഞ സാധനം കൂട്ടും. ഓക്കെയാണ്. ഇതാണ് സത്യത്തിൽ ഒരു ഫീഡ്ബാക്ക് റെഗുലേഷൻ എന്ന് പറയുന്ന സാധനം. ഇതാ അതായത് കുറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോക്സിന്റെ എമൗണ്ട് കുറഞ്ഞു. ഇനി അതല്ല അഡിന ഗ്ലാൻഡിൽ നിന്ന് അഡിന കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഹോർമോൺ കുറഞ്ഞു പോയി. അങ്ങനെ നേരെ മെസ്സേജ് ഹൈപ്പോതലാമസിനോട് പറയും. ഹൈപ്പോതലാമസ് അത് പിറ്റ്യൂട്ടറിനോട് പറയും. പിറ്റ്യൂട്ടറി വന്നിട്ട് ഏത് ഗ്ലാൻഡാണോ ആ ഗ്ലാൻഡിൽ വന്ന് ആക്ട് ചെയ്യുമ്പോഴാണ് ആ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെക്കാനിസം. നിങ്ങൾ ഓക്കെ അല്ലേ? മെക്കാനിസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയാണ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. അപ്പൊ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇപ്പൊ പഠിച്ചിരിക്കുന്ന ഹൈപ്പോതലാമസ് ആണ്. അത് ലൊക്കേറ്റ് ചെയ്ത് എവിടെ ചോദിച്ചപ്പോൾ ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ. ഡയൻസെഫലോൺ ബേസൽ പാർട്ടിൽ ഇൻ ദി ഫോർ ബ്രെയിൻ. ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ ഇൻ ദി ഫോർ ബ്രെയിൻ. ഓക്കെ ആണല്ലോ? ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ ഇൻ ദി ഫോർ ബ്രെയിൻ. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഒരു കൂട്ടം ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. അവരെ വിളിച്ച പേരാണ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയെ. അവരുണ്ടാക്കുന്ന രണ്ട് ടൈപ്പ് ഹോമോൺ, റിലീസിംഗ് ഹോമോൺ, ഇൻഹിബിറ്റിംഗ് ഹോമോൺ. അവർ രണ്ടുപേരും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. റെഡിയാണല്ലോ? ഇയാൾ മാസ്റ്റർ ഓഫ് മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ ഗ്ലാൻഡ് ആരാന്ന് അറിയണം. മാസ്റ്റർ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഗ്ലാൻഡ് അവനാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മാസ്റ്റർ ഗ്ലാൻഡ്. മാസ്റ്റർ ഗ്ലാൻഡ് ലീഡർ ഓഫ് എൻഡോക്രൈൻ ഓർക്കസ്ട്ര. എൻഡോക്രൈൻ ഓർക്കസ്ട്രയുടെ ലീഡർ ആണവൻ, മാസ്റ്റർ ആണവൻ. അവനാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമുക്ക് ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് പോയി നോക്കാം. നിങ്ങൾ റെഡിയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പൊ നോക്കാം മക്കളെ, നമുക്കിനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് സെല്ലാ ടെർസിക്ക. ഒരു ബോണി ക്യാവിറ്റി. നമ്മളെ സ്ഫീനോഡ് ബോണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോക്കോമോഷനിൽ. അവിടെ കാണുന്ന ഒരു ബോണി ക്യാവിറ്റി സെല്ലാ ടെർസിക്ക. ഈ സെല്ലാ ടെർസിക്ക പറയുന്ന ബോണി ക്യാവിറ്റിയിലാണ് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്ന ബോണി ക്യാവിറ്റി നമ്മൾ പറഞ്ഞു സെല്ലാ ടെർസിക്ക. ഇവിടെ എങ്ങനെ പോകും? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് ലോബുണ്ട്. ഒരു വലിയൊരു ലോബുണ്ട്, ഒരു കുഞ്ഞു ലോബുണ്ട്. നമുക്ക് നോക്കാം. ഒരു വലിയൊരു ഏരിയ നിങ്ങൾക്ക് കാണാം, ഒരു കുഞ്ഞു ഏരിയ കാണാം. ഈ വലിയ ഏരിയ ഇതിനെ വിളിക്കുന്ന പേരാ അഡിനോ ഹൈപ്പോഫൈസിസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്ന ബോണി ക്യാവിറ്റി സെല്ലാ ടെർസിക്ക. ഈ സ്റ്റോക്കിനെ വിളിക്കുന്ന പേര് ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം സ്റ്റോക്കിനെ വിളിക്കുന്ന പേര് ഇൻഫണ്ടിബുലം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്റ്റോക്കിനെ വിളിക്കുന്ന പേര് ഇൻഫണ്ടിബുലം. ഈ ബോണി ക്യാവിറ്റിനെ വിളിക്കുന്ന പേര് സെല്ലാ ടെർസിക്ക. സെല്ലാ ടെർസിക്ക. സെല്ലാ ടെർസിക്ക. രണ്ട് ലോബുണ്ട്. രണ്ട് ലോബുകൾ ഏതൊക്കെയാ? ഏറ്റവും വലിയ ലോബിന്റെ പേര് അഡിനോ ഹൈപ്പോഫൈസിസ്. ചെറിയ ലോബിന്റെ പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും ഇതെന്തോന്നാ? അഡിനോ ഹൈപ്പോഫൈസിസ്. ഇത് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. വലിയ ലോബിനെ വിളിക്കുന്ന പേര് അഡിനോ ഹൈപ്പോഫൈസിസ്, കുഞ്ഞു ലോബിനെ വിളിക്കുന്ന പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. കുഞ്ഞുങ്ങളെ വലിയ ലോബിന്റെ പേര് അഡിനോ ഹൈപ്പോഫൈസിസ്, കുഞ്ഞു ലോബിന്റെ പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. നിങ്ങൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഓൺ നമ്മൾ ആ വലിയ ലോബ് പറഞ്ഞല്ലേ, വലിയ ലോബിന്റെ പേര് അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലേ, ആ ലോബിൽ നമുക്ക് തുടങ്ങാം. ചെറിയ ലോബിന്റെ പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഫസ്റ്റ് ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ട് ലോബുകൾ. പലരും ആന്റീരിയർ പോസ്റ്റീരിയർ, ആന്റീരിയർ പോസ്റ്റീരിയർ പറയരുത്. ഇതാണ് വലിയ ലോബ് അഡിനോ ഹൈപ്പോഫൈസിസ്, ചെറിയ ലോബ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഈ വലിയ ലോബ് അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഈ അഡിനോ ഹൈപ്പോഫൈസിസിന് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ. അഡിനോ ഹൈപ്പോഫൈസിന് വീണ്ടും രണ്ട് ഡിവിഷൻ, പാർസ് ഡിസ്റ്റാലിസ്. ഈ വലിയ കഷ്ണത്തിന് പറയുന്നവരാ പാർസ് ഡിസ്റ്റാലിസ്. ഈ കുഞ്ഞു കഷ്ണത്തിന്റെ പേരാ പാർസ് ഇന്റർമീഡിയ. പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇന്റർമീഡിയ. പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന വലിയ ലോബ്, ആ കുഞ്ഞു ലോബിന്റെ പേര് പാർസ് ഇന്റർമീഡിയ. ഇതിന്റെ പേര് പാർസ് നെർവോസ.
പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇന്റർമീഡിയ, ഈ കുഞ്ഞു കഷ്ണത്തിന്റെ പേര് പാർസ് നെർവോസ. കുഞ്ഞുങ്ങളെ ഇതാണ് എന്ത്, ഈ വലിയ ലോബാണ് പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഡിസ്റ്റാലിസ്. ഇത് പാർസ് പറടാ പാർസ് ഇന്റർമീഡിയ, പാർസ് ഇന്റർമീഡിയ. ഇതാരാ പാർസ് നെർവോസ. ഇതിന് ഡിവിഷൻ ഒന്നും ഇല്ല കേട്ടോ, ഇത് അങ്ങനെ തന്നെ പാർസ് നെർവോസ. ഇത് നമ്മൾ പറഞ്ഞ അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലേ, അഡിനോ ഹൈപ്പോഫൈസിസ് അഥവാ പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഡിസ്റ്റാലിസ് അഥവാ അഡിനോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ് അല്ല, അഡിനോ ഹൈപ്പോഫൈസിന് വീണ്ടും രണ്ട് ഡിവിഷൻ. അഡിനോ ഹൈപ്പോഫൈസിസിൽ വീണ്ടും വലിയൊരു കഷ്ണമുണ്ട്, ഒരു കുഞ്ഞു കഷ്ണമുണ്ട്. ആ വലിയ കഷ്ണത്തിന്റെ പേര് പാർസ് ഡിസ്റ്റാലിസ് അഥവാ വേറെ പേര് ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആന്റീരിയർ പിറ്റ്യൂട്ടറി. കുഞ്ഞു കഷ്ണത്തിന്റെ ഒരു പാർസ് ഇന്റർമീഡിയ അഥവാ വേറെ പേര് ഇന്റർമീഡിയറ്റ് ലോബ്, ഇന്റർമീഡിയറ്റ് ലോബ്, ഇന്റർമീഡിയറ്റ് ലോബ്. പാർസ് നെർവോസ വേറെ പേര് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ അല്ലേ? പാർസ് ഡിസ്റ്റാലിസ് അഥവാ ആന്റീരിയർ പിറ്റ്യൂട്ടറി, പാർസ് ഇന്റർമീഡിയറ്റ് അഥവാ ഇന്റർമീഡിയറ്റ് ലോബ്, പാർസ് നെർവോസ അഥവാ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതാണ് ലോബുകൾ. ഇവരുണ്ടാക്കുന്ന ഹോർമോൺസിനെയും കൂടെ നമുക്ക് അറിയണം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പാർസ് ഡിസ്റ്റാലിസ് അഥവാ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആരൊക്കെയാ? ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, മക്കളെ കറക്റ്റ് ശ്രദ്ധിക്കണം. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഫസ്റ്റ് വൺ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഗ്രോത്ത് ഹോർമോൺ, രണ്ടാമത്തെ പ്രൊലാക്ടിൻ. ഗ്രോത്ത് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ അഥവാ വേറെ പേര് സൊമാറ്റോ. സ്റ്റാറ്റിൻ ആണോ? അല്ല, ട്രോഫിൻ. സൊമാറ്റോട്രോഫിൻ അഥവാ ട്രോപ്പിൻ. സൊമാറ്റോട്രോഫിൻ എന്ന് പറഞ്ഞാലും ട്രോപ്പിൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഗ്രോത്ത് ഹോർമോൺ അഥവാ സൊമാറ്റോട്രോഫിൻ അഥവാ ട്രോപ്പിൻ. നെക്സ്റ്റ് വൺ പ്രൊലാക്ടിൻ, പ്രൊലാക്ടിൻ ഗ്രോത്ത് ഹോർമോൺ. സെക്കൻഡ് വൺ പ്രൊലാക്ടിൻ. അടുത്ത ആളാരാ? തൈറോയ്ഡ്. തൈറോയ്ഡ് പോരട്ടെ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിന്നെ അടുത്താരാ? കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. Adreno ACTH. Yeah, good, that's right. Adrenocorticotropic hormone. The next one, gonadotrophic hormone. Gonadotrophic hormone രണ്ടാളുകളുണ്ട്, LH ഉം FSH ഉം. Gonadotrophic hormone LH ഉം FSH ഉം. Gonadotrophic hormone രണ്ടാളുകളാണ്, LH and FSH. LH പറഞ്ഞാൽ luteinizing hormone, FSH പറഞ്ഞാൽ follicle stimulating hormone. LH പറഞ്ഞാൽ luteinizing hormone, FSH പറഞ്ഞാൽ follicle stimulating hormone. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ആള് ഗ്രോത്ത് ഹോർമോൺ അഥവാ സൊമാറ്റോട്രോഫിൻ, പിന്നെ അടുത്ത് പറഞ്ഞു പ്രൊലാക്ടിൻ, പിന്നെ പറഞ്ഞു തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിന്നെ പറഞ്ഞു അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, പിന്നെ പറഞ്ഞു ഗൊണാഡോട്രോഫിക് ഹോർമോൺ. ഗൊണാഡോട്രോഫിക് ഹോർമോണിൽ രണ്ടാളുകളായിരുന്നു, LH ഉം FSH ഉം. LH പറഞ്ഞാൽ ലൂട്ടിനൈസിംഗ് ഹോർമോൺ, FSH പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. LH പറഞ്ഞാൽ ലൂട്ടിനൈസിംഗ് ഹോർമോൺ, FSH പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ ഇത്രയും ആളുകളാണ് നമുക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. അങ്ങനെയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ലോബ്, ഇതല്ലേ ഇന്റർമീഡിയറ്റ് ലോബ് നമ്മൾ പറഞ്ഞ പാർസ് ഇന്റർമീഡിയ, അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ അറിയോ? അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇയാൾ ഉണ്ടാക്കുന്ന MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിഗ്മെന്റേഷൻ സഹായിക്കുന്ന ഹോർമോൺ അത്. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിഗ്മെന്റേഷൻ ഇൻ ലോവർ വെർട്ടബ്രേറ്റ്സ്. ലോവർ വെർട്ടബ്രേറ്റില് പിഗ്മെന്റേഷൻ സഹായിക്കുന്ന ആളാണ് ആര്? MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. കുഞ്ഞുങ്ങളെ പാർസ് നെർവോസ അഥവാ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു ഹോർമോൺ പോലും ഉണ്ടാക്കാനുള്ള കഴിവില്ല. പക്ഷേ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന രണ്ട് ഹോർമോൺ ഇവിടെ എത്തുന്നുണ്ട് ഡയറക്റ്റ് ന്യൂറോണൽ കണക്ഷൻ വഴി. ഇവിടെ ഡയറക്റ്റ് ന്യൂറോണൽ കണക്ഷൻ ഉണ്ട് മക്കളെ. ഇവിടെ ഡയറക്റ്റ് ആരെ കണക്ഷൻ ഉണ്ട്? ന്യൂറോണിന്റെ കണക്ഷൻ ഉണ്ട്. ഓക്കെയാണ്, ഇവിടെ ന്യൂറോണിന്റെ കണക്ഷൻ ഉണ്ട്. ഇവിടെ ഡയറക്റ്റ് ന്യൂറോണൽ കണക്ഷനാ. പക്ഷെ ഇവിടെയാണെങ്കിലോ പോർട്ടൽ വെയിൻ വഴിയാണ്. ഓക്കെ, ഇത് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം ഇതിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഇത് പലപ്പോഴും എൻട്രൻസിൽ ചോദിച്ചാ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം. റെഡി അല്ലേ? ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം അതായത് നമ്മുടെ ഹൈപ്പോതലാമസും ആന്റീരിയർ പിറ്റ്യൂട്ടറിയും തമ്മിൽ ഏത് സിസ്റ്റമാണ്? പോർട്ടൽ സിസ്റ്റമാണ്. ഒരു ഓർഗൻ ടു ഓർഗൻ കണക്ഷനാണ്. ഒരു ഓർഗൻ ടു ഓർഗൻ സർക്കുലേഷൻ നമ്മൾ എന്താ പറയുന്നത്? പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിൽ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം. ഹൈപ്പോതലാമസും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും തമ്മിൽ ഹൈപ്പോതലാമസും ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലേ? ഈ ഹൈപ്പോതലാമസും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും തമ്മിൽ ഏതാ? ഇത് ഡയറക്റ്റ് ന്യൂറോണൽ കണക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോതലാമസിലെ മക്കളെ അയാൾ ഉണ്ടാക്കുന്ന രണ്ട് ഹോർമോണാ ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ.
ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും ആരുണ്ടാക്കും? ഹൈപ്പോതലാമസ് ഉണ്ടാക്കും. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഓക്സിറ്റോസിനാണെങ്കിലും വാസോപ്രസിനാണെങ്കിലും അത് രണ്ടും നിങ്ങൾ ഓർക്കുക. ഒന്നും കൂടെ പറയാ, ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും, ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും, അത് രണ്ടും സ്റ്റോർ ചെയ്യാൻ ഹൈപ്പോതലാമസിന്റെ കയ്യിൽ ഒരു ഓപ്ഷനും ഇല്ല. അത് നേരെ സ്റ്റോർ ചെയ്യുകയും വേണ്ട സമയത്ത് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ആരാ റിലീസ് ചെയ്യുന്നത്? നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് അഥവാ പാസ് നെർവോസ അഥവാ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അതുകൊണ്ട് ഇയാൾ റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിനും വാസോപ്രസിനും, ഓക്സിറ്റോസിനും വാസോപ്രസിനും ഇത് രണ്ടും ആരാ റിലീസ് ചെയ്യുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആരാ സിന്തസൈസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ്. മനസ്സിലിരിക്കട്ടെ കുഞ്ഞുങ്ങളെ. നമുക്ക് ഇവരുടെ ഫംഗ്ഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാൻഡിനോട് ബൈ പറയാം. പിന്നെ നമുക്ക് നേരെ പോവാ തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, ഇങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് പോവാം. റെഡിയാണേ? അപ്പൊ നോക്കിയോ, ഫസ്റ്റ് ഈ ഹോർമോൺസിന്റെ ഒക്കെ ഫംഗ്ഷൻ നോക്കാം. ഗ്രോത്ത് ഹോർമോൺ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഗ്രോത്ത് ഹോർമോണിന്റെ പരിപാടി എന്താ? ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ കൂടിയാല്, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാല് അസുഖത്തിന്റെ പേരറിയില്ലേ? നമ്മൾ ഡെവലപ്പിംഗ് പീരീഡില്, ഗ്രോയിങ് ഏജില്, ഗ്രോയിങ് പീരീഡില് ഗ്രോത്ത് ഹോർമോൺ കൂടിയാല്, ഗ്രോയിങ് പീരീഡില് ഗ്രോത്ത് ഹോർമോൺ കൂടിയാലുള്ള അസുഖം എന്താ? ഗ്രോയിങ് പീരീഡില് ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാലുള്ള അസുഖം എന്താ നമുക്ക് അറിയണ്ടേ? ഗ്രോയിങ് പീരീഡില് ഗ്രോത്ത് ഹോർമോൺ കൂടിയാല് ആ അസുഖത്തിന് പറയുന്ന പേരാ ജൈജാൻഡിസം. വലിയ ആളായിരിക്കും അല്ലെ, ജൈജാൻഡിസം. അപ്പൊ ഗ്രോയിങ് പീരീഡില് ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാലോ ഡ്വാർഫിസം. അങ്ങനെ വാമനത്വം എന്നൊക്കെ പറയും മലയാളത്തിൽ, ഇങ്ങനെ കുഞ്ഞായി പോകും അല്ലെ, ഡ്വാർഫിസം. ഗ്രോയിങ് പീരീഡിലെ ഗ്രോത്ത് ഹോർമോൺ കൂടിയാല്, ഗ്രോയിങ് പീരീഡിലെ ഗ്രോത്ത് ഹോർമോൺ കൂടിയാല് ജൈജാൻഡിസം. ഗ്രോയിങ് പീരീഡിലെ ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാല് ഡ്വാർഫിസം, മറ്റത് ജൈജാൻഡിസം. ഗ്രോത്ത് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ എക്സ്ട്രീമിറ്റീസ് ഒക്കെ വരും. ഈ വളരെ ഈ എന്താ പറയാ വിരലുകള്, കൈ, കാല്, പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ഷോൾഡർ, ഇതൊക്കെ ഇങ്ങനെ ആവും. ഓക്കെ, അതിന്റെ പേര് അക്രോമെഗലി. ഓക്കെ, ഇൻക്രീസ് ഗ്രോത്ത് ഹോർമോൺ, സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻക്രീസസ് ആഫ്റ്റർ ഗ്രോത്ത് കംപ്ലീഷൻ. ഗ്രോത്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ അക്രോമെഗലി. എന്തോന്നാ? അക്രോമെഗലി. ഗ്രോയിങ് പീരീഡിലെ ഗ്രോത്ത് ഹോർമോൺ കൂടിയാല് ജൈജാൻഡിസം. ഗ്രോയിങ് പീരീഡിലെ ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാല് ഡ്വാർഫിസം. ഗ്രോത്ത് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഗ്രോത്ത് ഹോർമോൺ കൂടിയാല് അക്രോമെഗലി. അപ്പൊ ഇയാളാണ് ഗ്രോത്ത് ഹോർമോൺ. വേറെ പേര് സൊമാറ്റോട്രോഫിൻ എന്നാണ്. നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഉണ്ടാക്കുന്നത്. ഇയാള് നമ്മുടെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്. രണ്ടാമത്തെ ആളാരാ? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ആ പേരിലുണ്ട്, പ്രൊലാക്റ്റിൻ അഥവാ മാമോട്രോഫിൻ എന്നൊക്കെ വിളിക്കും. മാമോട്രോഫിൻ, പ്രൊലാക്റ്റിൻ മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ ആണ്. മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് പ്രൊലാക്റ്റിൻ. ഓക്കെ ആണേ മക്കളെ? മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ ആരാ? പ്രൊലാക്റ്റിൻ. ഓക്കെയാണ്. മിൽക്ക് സെക്രീറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത് ഓക്സിറ്റോസിനാണ്. മിൽക്കിനെ പ്രൊഡ്യൂസ് ആക്കുന്ന ഹോർമോൺ ആരാ? പ്രൊലാക്റ്റിൻ. നമ്മുടെ മാമറി ഗ്ലാൻഡില്ലേ, മാമറി ഗ്ലാൻഡില് മെമ്മറി ആൽവിയോളൊക്കെ ഉണ്ട്. ഈ ആൽവിയോളയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊലാക്റ്റിനാണ്. ഓക്കെ, മാമറി ഗ്ലാൻഡിനുള്ളിൽ മെമ്മറി ആൽവിയോളയുടെ നമ്പേഴ്സ് കൂട്ടാനും അവരുടെ ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ ആരാ? പ്രൊലാക്റ്റിനാണ്. ഈ പ്രൊലാക്റ്റിൻ അത്രയും ഓർക്കുക. മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഹോർമോൺ ആണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട എടുക്കുക. മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഹോർമോൺ എന്താ? പ്രൊലാക്റ്റിൻ. അടുത്ത തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് ഞാൻ നേരത്തെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കാണിച്ചു തരുന്നത്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? ഇറ്റ് ആക്ട് ഓൺ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇയാൾ പോയിട്ട് എവിടെ ആക്ട് ചെയ്യും? തൈറോയ്ഡ് ഗ്ലാൻഡിൽ. ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് തൈറോക്സിന്റെ സെക്രീഷനെ കൂട്ടും. ഇറ്റ് ആക്ട് ഓൺ തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. ഇയാൾ പോയിട്ട് എവിടെ ആക്ട് ചെയ്യും? തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ആക്ട് ഓൺ തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. ഇയാൾ പോയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് തൈറോക്സിന്റെ സെക്രീഷനെ കൂട്ടും. ഇറ്റ് ആക്ട് ഓൺ തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് തൈറോക്സിന്റെ സെക്രീഷനെ കൂട്ടുന്ന ആളാണ് ആര്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇറ്റ് ആക്ട് ഓൺ തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. ഓക്കെ ആണ് മക്കളെ? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അടുത്ത അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. ഇയാൾ പോയിട്ട് എവിടെയായിരിക്കും ആക്ട് ചെയ്യുക? ഇയാൾ തൈറോയിഡിലല്ലേ? അങ്ങനെയാണ്. ഇയാളാണെങ്കിലോ ഇറ്റ് ആക്ട് ഓൺ അഡ്രിനൽ കോർട്ടെക്സ്. എവിടെ പോയിട്ട് ആക്ട് ചെയ്യും? അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. മീൻസ് ഒന്നെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആയിരിക്കാം, മിനറലോ കോർട്ടിക്കോയിഡ് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ ആണ് കോർട്ടിക്കോയിഡ്സ്. ഇറ്റ് ആക്ട് ഓൺ അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് കോർട്ടിക്കോയിഡ്സ്. ഇയാൾ പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിൽ ആക്ട് ചെയ്തിട്ട് കോർട്ടിക്കോയിഡ്സിന്റെ സെക്രീഷനെ കൂട്ടും. ഇയാൾ പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡ് എവിടെ ആക്ട് ചെയ്യും? കോർട്ടെക്സിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ആക്ട് ഓൺ അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് കോർട്ടിക്കോയിഡ്സ്.
ഇയാൾ പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിൽ ആക്ട് ചെയ്യും. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിൽ ആക്ട് ചെയ്യും. അവിടുന്ന് കോർട്ടിക്കോയിഡ്സിന്റെ റിലീസിന് കൂട്ടും. ഇയാൾ പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിൽ ആക്ട് ചെയ്യും. അവിടുന്ന് കോർട്ടിക്കോയിഡ്സിന്റെ റിലീസിന് ഇയാൾ കൂട്ടും. അയാളുടെ പേര് അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. റെഡിയാണ്? അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിലാണ് പോയിട്ട് ആക്ട് ചെയ്യാം. ഇനി അടുത്താണ് മക്കളെ ഗൊണാഡോട്രോഫിക് ഹോർമോൺ. ഗൊണാഡോട്രോഫിക് ഹോർമോൺ ഇയാള് രണ്ടാളുകളുണ്ട് അല്ലെ, LH ഉം FSH ഉം. LHന്റെ പരിപാടി എന്താ? നിങ്ങൾക്ക് അറിയാം, ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ റീപ്രൊഡക്ഷനില്. LH എന്താ ചെയ്യുക ആണുങ്ങളിൽ, LH എന്താ ചെയ്യുക പെണ്ണുങ്ങളിൽ? ഓർത്ത് നോക്കിയേ. LH നമുക്ക് നോക്കാവേ. LH മെയിലിൽ എന്താ ചെയ്യുക? LHനെ മെയിലിൽ വിളിക്കുന്ന പേരെന്തായിരുന്നു? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. LH മെയിൽ ഈസ് നോൺ ആസ് ICSH എന്ന്, ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. റീപ്രൊഡക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നിങ്ങൾ ഗൊണാഡ് പഠിക്കുന്നില്ലേ? ടെസ്റ്റിസ് പഠിക്കുന്നില്ലേ? ഗൊണാഡ്സിൽ ടെസ്റ്റിസ് പഠിക്കുന്നില്ലേ? ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിസിനുള്ള ഇങ്ങനെ കുറെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നില്ലേ? ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടായിരുന്നില്ലേ? അത് തന്നെ ടെസ്റ്റിസിനുള്ള 250 കമ്പാർട്ട്മെന്റ്സ് അല്ലെ, ടെസ്റ്റിക്കുലർ ലോബ്യൂൾ എന്ന് വിളിച്ചു. ഓരോ കമ്പാർട്ട്മെന്റ്സിനുള്ളിലും ഇങ്ങനെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിന്റെ പേര് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള സെല്ലായിരുന്നു ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആയിരുന്നു ആൻഡ്രോജൻ. മെയിൻ ആൻഡ്രോജൻ ആയിരുന്നു ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പൊ ഇത്രയേ ഉള്ളൂ സാധനം, അതായത് ഒന്നുമില്ല. ടെസ്റ്റിസ്, നമ്മളിങ്ങനെ ടെസ്റ്റിസ് എടുത്തു. ടെസ്റ്റിസിനുള്ള 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. അതിലൊരു കമ്പാർട്ട്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ കമ്പാർട്ട്മെന്റിലും ഇങ്ങനെ 1 2 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടായിരുന്നു. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന് പുറത്തുള്ള സ്പേസിന്റെ പേരായിരുന്നു ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള സെല്ലിന്റെ പേര് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ആ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് എന്തുണ്ടാക്കുന്നത്? ആൻഡ്രോജൻ. മെയിൻ ആൻഡ്രോജൻ ആരാ? ടെസ്റ്റോസ്റ്റിറോൺ. ഇയാൾ ഉണ്ടാക്കണ ആര് വിചാരിക്കണം? ഇയാള് വിചാരിക്കണം LH. LHനെ വിളിക്കുന്ന കറക്റ്റ് ശ്രദ്ധിച്ചോളെ. LH ഇൻ മെയിൽ ഈസ് നോൺ ആസ് ICSH. അതിന്റെ അർത്ഥം എന്താ? ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട് ഓൺ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് പ്രസന്റ് ഇൻ ദി ടെസ്റ്റിസ്. ടെസ്റ്റിസിനുള്ളിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽസിൽ ഇയാൾ വന്ന് ആക്ട് ചെയ്യും ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ. മെയിൻ ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ. ഈ LH പോയിട്ട് ടെസ്റ്റിസിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്തിരിക്കുന്ന ഇന്റർസ്റ്റീഷ്യൽ സെൽസിൽ ആക്ട് ചെയ്യുമ്പോഴാണ് അവിടുന്ന് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഫീമെയിൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അറിയണം, മെൻസ്ട്രൽ സൈക്കിൾ നിങ്ങൾ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസം 14th ഡേ, മെൻസ്ട്രൽ സൈക്കിളിന്റെ 14th ഡേ, ആ പീക്ക് എത്തി നിൽക്കുന്ന സമയം അല്ലേ അത്? ആ 14th ഡേയില് മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസം അന്നല്ലേ ഓവുലേഷൻ നടക്കുന്നത്. ഓവുലേഷൻ നടക്കണേ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടണ്ടേ. ഗ്രാഫിയൻ ഫോളിക്കിളിനെ പൊട്ടിക്കുന്ന ആരാ? ഗ്രാഫിയൻ ഫോളിക്കിളിനെ പൊട്ടിക്കുന്ന ആരാ? LH ആണ്. ഫീമെയിൽ LH എന്തിന് ഹെൽപ്പ് ചെയ്യും? ഹെൽപ്സ് ഇൻ ഓവുലേഷൻ. ഓവുലേഷൻ ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടല്ലാണ് ഓവർ റിലീസ് ആവുന്നത്. 14ാമത്തെ ദിവസമല്ലേ നടക്കുന്നത്. ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസമാണോ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം റിലീസ് ആവുന്നത് അല്ലേ? ആ കാര്യം നടക്കണമെങ്കിൽ ആര് വരണം? LH ചേച്ചി വരണം. LH ചേട്ടൻ. ഓക്കെ, LH ചേട്ടൻ വരണം. 14th ഡേയിൽ 14ാമത്തെ ദിവസം LH റിലീസ് ആവുമ്പോഴാ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവർ റിലീസ് ആവുന്നത്. 14ാമത്തെ ദിവസം ഒരു മെൻസ്ട്രൽ സൈക്കിളിലെ 14ാമത്തെ ദിവസം ഓവർ റിലീസ് ആവുന്നത്. ആ ഓവർ റിലീസ് ആവുന്ന ആര് വരുന്നോണ്ടാ? LH വരുന്നോണ്ടാ. LH വരുന്ന ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസം അന്ന് ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവർ റിലീസ് ആവുന്നത്. മനസ്സിലായോ? അത്ര തന്നെ. ഇപ്പൊ ഹെൽപ്സ് ഇൻ ഓവുലേഷൻ. മെയിലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ സെക്രീഷൻ ഹെൽപ്പ് ആക്കും അല്ലെ? ഇനി അടുത്തത് FSH. FSH രണ്ടുപേരിൽ എന്താ ചെയ്തിരുന്നത്? FSH ഫീമെയിലിൽ എന്ത് ചെയ്യും? മെയിലിൽ എന്ത് ചെയ്യും? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നല്ലേ പറയുന്നത്. ഇയാള് പോയിട്ട് ഡെവലപ്പിംഗ് ഫോളിക്കിൾസിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഡെവലപ്പിംഗ് ഫോളിക്കിൾസിൽ ആക്ട് ചെയ്തിട്ട് ഡെവലപ്പിംഗ് ഫോളിക്കിൾസിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് ആണ് ഇയാൾ ഉണ്ടാക്കുന്നത്. സത്യത്തില് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പോയിട്ടില്ലേ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പോയിട്ട് ഡെവലപ്പിംഗ് ഫോളിക്കിളിൽ ആക്ട് ചെയ്തിട്ട് അവരാണ് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നത്. ആ ഈസ്ട്രോജൻ ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? It acts on developing follicles and it stimulates the secretion of estrogen. Okay ആണ്. ഡെവലപ്പിംഗ് ഫോളിക്കിൾസിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് എന്തിനുണ്ടാക്കാൻ വേണ്ടി സഹായിക്കും? എന്തിനാണ്? ഈസ്ട്രോജൻ ഉണ്ടാക്കാൻ സഹായിക്കും. ഇനി FSH മെയിൽ എന്താ ചെയ്തില്ല? FSHലെ ഇയാൾ നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞു LH പോയിട്ട് ഇന്റർസ്റ്റീഷ്യൽ സെൽസിൽ ആക്ട് ചെയ്തിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്ന ആ ടെസ്റ്റോസ്റ്റിറോണും ടെസ്റ്റോസ്റ്റിറോണും FSHും ഒരുമിച്ച് എന്തിനു സഹായിക്കും? FSH along with testosterone. FSH ആരുടെ കൂടെ ചേരും? ടെസ്റ്റോസ്റ്ററോണിന്റെ കൂടെ ചേരും. FSH along with testosterone helps in spermiogenesis. FSH ടെസ്റ്റോസ്റ്ററോണിന്റെ കൂടെ നിന്നുകൊണ്ട് എന്തിനു ഹെൽപ്പ് ആക്കും?
spermiogenesis. FSH ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. FSH along with testosterone helps in spermiogenesis. എന്തിനാ ഹെൽപ്പ് ആക്കുക? സ്പെർമിയോജെനസിസ്. FSH ഉം ടെസ്റ്റോസ്റ്ററോൺ രണ്ടും കൂടെ. FSH മെയിൻലി സ്പെർമിയോജെനസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഓക്കെ, ടെസ്റ്റോസ്റ്ററോൺ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സ്പെർമറ്റോജെനസിന് സഹായിക്കും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാവേ, ഒരു മിനിറ്റ് മക്കളെ കറക്റ്റ് മനസ്സിലാക്കണം. FSH ഉം ടെസ്റ്റോസ്റ്ററോണും കൂടെ ഒരുമിച്ച് സ്പെർമറ്റോജെനസിന് സഹായിക്കും. അങ്ങനെയാണ് ശരി. FSH ഒറ്റയ്ക്കാണ് നമുക്ക് പറയാം ഹെൽപ്സ് ഇൻ സ്പെർമിയേഷൻ എന്ന് പറയാം. പക്ഷെ അത് വേണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. FSH along with testosterone helps in spermatogenesis എന്ന് പറഞ്ഞു. സ്പെർമറ്റോജെനസ് അതാ കറക്റ്റ്. സ്പെർമിയോജെനസിനേക്കാൾ കറക്റ്റ് സ്പെർമറ്റോജെനസ്. FSH along with testosterone helps in spermatogenesis. ഇത്രയും കാര്യം റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങളാ കുഞ്ഞുങ്ങളെ നമുക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പഠിക്കാനുള്ളത്. റെഡി? ഗ്രോത്ത് ഹോർമോൺ, prolactin, thyroid stimulating hormone, adrenocorticotropic hormone, gonadotrophic hormone. Gonadotrophic hormone are luteinizing hormone and follicle stimulating hormone. LH and FSH, luteinizing hormone and follicle stimulating hormone. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. റെഡി അല്ലേ? LH ഉം FSH. ഇനി കുഞ്ഞുങ്ങളെ നമുക്ക് പോകാനുള്ളത് ഇന്റർമീഡിയറ്റ് ലോബ്. ഇന്റർമീഡിയറ്റ് ലോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ പാർസ് നെർവോസ, സോറി പാർസ് ഇന്റർമീഡിയ, പാർസ് ഇന്റർമീഡിയ അഥവാ ഇന്റർമീഡിയറ്റ് ലോബ് അതിൽ ഉണ്ടാക്കുന്നതാണ് MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പേര് തന്നെ മെലനോസൈറ്റ് നിങ്ങൾക്ക് അറിയാം. പിഗ്മെന്റേഷൻ, ഹെൽപ്സ് ഇൻ പിഗ്മെന്റേഷൻ ഇൻ ലോവർ വെർട്ടബ്രേറ്റ്സ്. ലോവർ വെർട്ടബ്രേറ്റ്സിൽ പിഗ്മെന്റേഷൻ സഹായിക്കുന്ന ആളാണ് MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഹെൽപ്സ് ഇൻ പിഗ്മെന്റേഷൻ ഇൻ ലോവർ വെർട്ടബ്രേറ്റ്സ്. ലോവർ വെർട്ടബ്രേറ്റ്സിൽ പിഗ്മെന്റേഷൻ സഹായിക്കുന്ന ആളാണ് ആര്? MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിഗ്മെന്റേഷൻ സഹായിക്കുന്ന ആളാണ്. ലാസ്റ്റ് വൺ ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഈ ന്യൂറോ ഹൈപ്പോഫൈസിസ് അഥവാ പാർസ് നെർവോസ് അഥവാ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി രണ്ട് ഹോർമോണാണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിനും വാസോപ്രസിനും നമുക്ക് ഇവർ രണ്ടുപേരുടെയും ഫംഗ്ഷൻസ് അറിയണം. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. മക്കളെ കറക്റ്റ് ശ്രദ്ധിച്ചോ. ഓക്സിറ്റോസിനും വാസോപ്രസിനും. കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ആള് ഓക്സിറ്റോസിൻ. നിങ്ങൾ പറയാം ഇയാളുടെ പരിപാടി എന്താ? ഓക്സിറ്റോസിൻ ഇയാൾ എന്ത് ചെയ്യും? രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് മിൽക്ക് ഇജക്ടിങ് ഹോർമോൺ അല്ലെ, മിൽക്കിനെ പുറത്തേക്ക് തള്ള ഹെൽപ്പാക്കുന്ന ഹോർമോണാണ് മിൽക്ക് ഇജക്ടിങ് ഹോർമോൺ ഓക്സിറ്റോസിൻ. അതുപോലെ തന്നെ പാർച്ചുറേഷൻ സമയത്ത്, പാർച്ചുറേഷൻ ചൈൽഡ് ബർത്ത്, കുഞ്ഞാവ് പുറത്തു വരുന്ന സമയത്ത് യൂട്രൈൻ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുന്ന ആര് തന്നെയാ? ഓക്സിറ്റോസിൻ തന്നെയാ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. രണ്ട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അറിയണം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു മാമറി ഗ്ലാൻഡിന്ന് മിൽക്ക് ഇൻജെക്ട് ചെയ്യാൻ സഹായിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് മാമറി ഗ്ലാൻഡ്, മാമറി ഗ്ലാൻഡിനെ കുറിച്ച് നിങ്ങൾ റീപ്രൊഡക്ഷനിൽ പഠിക്കുന്ന അവിടെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. കുഞ്ഞാവന്ന് സക്ക് ചെയ്യാണ്. കുഞ്ഞാവന്റെ സക്കിംഗ് റിഫ്ലെക്സ് ആണുള്ളത്. കുഞ്ഞാവന്ന് സക്കിംഗ് റിഫ്ലെക്സ് ആണ്. കുഞ്ഞാവ് മാമറി ഗ്ലാൻഡ് സക്ക് ചെയ്തു, സക്കിംഗ് റിഫ്ലെക്സ്. ഈ സക്കിംഗ് റിഫ്ലെക്സ് ഉണ്ടാവുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും? നേരെ മെസ്സേജ് ആർക്ക് പോകും? നേരെ മെസ്സേജ് അങ്ങ് ഹൈപ്പോതലാമസിൽ പോകും. ഹൈപ്പോതലാമസ് അപ്പൊ തന്നെ സത്യത്തില് ഹൈപ്പോതലാമസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് സിന്തസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഹൈപ്പോതലാമസ് ആരോട് പറയും? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇവിടെ അല്ലേ സ്റ്റോറേജ് വെച്ചേക്കുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അപ്പൊ എന്ത് ചെയ്യും? ആര് റിലീസ് ചെയ്യും? റിലീസ് ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ പോയിട്ട് ആരുടെ മുകളിൽ ആക്ട് ചെയ്യും? ഓക്സിറ്റോസിൻ ആരുടെ മുകളിൽ ആക്ട് ചെയ്യും? മാമറി ഗ്ലാൻഡ്. ഓക്കെ, മാമറി ഗ്ലാൻഡിൽ മുകളിൽ ആക്ട് ചെയ്യും. മാമറി ഗ്ലാൻഡിൽ സ്മൂത്ത് മസിൽസ് ഇല്ലേ? ആ സ്മൂത്ത് മസിൽസിനെ എന്താ ചെയ്യും? സ്മൂത്ത് മസിൽസിനെ എന്ത് ചെയ്യും? സ്മൂത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യും. സ്മൂത്ത് മസിൽ അവിടുത്തെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മിൽക്ക് ഇജക്ഷൻ, മിൽക്ക് ഇജക്ഷൻ, പുറത്തേക്ക് മിൽക്ക് റിലീസ് ആവും. ഇതാണ് മെക്കാനിസം. കറക്റ്റ് മനസ്സിലാക്കുക. കുഞ്ഞാവ് എന്നിട്ട് മാമറി ഗ്ലാൻഡ് സക്കാക്കി. മാമറി ഗ്ലാൻഡ് സക്ക് ചെയ്യുമ്പോൾ നേരെ മെസ്സേജ് ഹൈപ്പോതലാമസിൽ പോയി. ഹൈപ്പോതലാമസ് ആരോട് പറഞ്ഞു? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയോട് പറഞ്ഞു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആര് റിലീസ് ചെയ്തു? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്തു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓക്സിറ്റോസിൻ റിലീസ് ചെയ്തു. ഈ ഓക്സിറ്റോസിൻ വന്ന് എവിടെ ആക്ട് ചെയ്തു? മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്തു. ഓക്സിറ്റോസിൻ എവിടെ വന്ന് ആക്ട് ചെയ്തു? ഓക്സിറ്റോസിൻ വന്നിട്ട് മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്തു. ആ മാമറി ഗ്ലാൻഡിൽ സ്മൂത്ത് മസിൽസ് ഉണ്ട്. ആ സ്മൂത്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്തു. സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യും. മിൽക്ക് പുറത്തേക്ക് ഇജക്ട് ആയി. ഓക്കെ ആണേ. ഇതാണ് ഓക്സിറ്റോസിന്റെ പരിപാടി. മിൽക്ക് ഇജക്ടിങ് ഹോർമോൺ ആണ്. ഓക്കെ, ഇത് മാത്രമൊന്നുമല്ല, മുപ്പരിക്ക് വേറെയും കുറെ പേരൊക്കെ ഉണ്ട്. ഓക്കെ, അറിയോ നിങ്ങൾക്ക്? ഈ ഓക്സിറ്റോസിനാ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. കടിൽ ഹോർമോൺ. ആലിംഗനം ചെയ്യുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോ ഒക്കെ ഉണ്ടാവുന്നത്, ലവ് ചെയ്യുമ്പോഴുണ്ടാവുന്നത്, അതൊക്കെ ഓക്സിറ്റോസിനാ. റെഡി? ഇനി ഫീമെയിലില് ഓർഗാസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഓർഗാസ്മിക് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? ഓക്സിറ്റോസിനാ. ഓക്കെ, അതുപോലെ തന്നെ മെയിലിലേക്ക് വരുന്ന സമയത്ത് മെയിലിൽ ഇജാക്കുലേഷൻ നടക്കാൻ സഹായിക്കുന്ന ഓക്സിറ്റോസിനാ. ഇജാക്കുലേറ്റിംഗ് ഹോർമോൺ. ഇജാക്കുലേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? ഇജാക്കുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ആരാ? ഇയാളാ, ഓക്സിറ്റോസിനാ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ അടുത്ത മെക്കാനിസം പറഞ്ഞ നിങ്ങൾക്ക്. അടുത്തത് നമ്മൾ പറയുന്ന ചൈൽഡ് ബർത്തിന്റെ സമയത്ത്, വാവ ഉണ്ടാവുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ഫസ്റ്റ് റിഫ്ലെക്സ് എന്താ? പാർച്ചുറേഷന്റെ ഫസ്റ്റ് റിഫ്ലെക്സ് എന്താ? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ആ കുഞ്ഞാവ പുറത്ത് വരാനുള്ള റിഫ്ലെക്സ്. ആ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടാവുന്ന സമയത്ത് യൂട്രൈൻ മസിൽസിൽ ഒരു മൈൽഡ് കോൺട്രാക്ഷൻ ഉണ്ടാവും. നേരെ മെസ്സേജ് എവിടേക്ക് പോകും? ഹൈപ്പോതലാമസിൽ പോകും. ഹൈപ്പോതലാമസ് ആരോട് പറയും? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. നമ്മുടെ ചങ്ങാനോട് പറയും
അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് റിലീസ് ചെയ്യും? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ വന്നിട്ട് യൂട്രൈൻ മസിൽസിൽ ആക്ട് ചെയ്യും. ഏത് ലെയറിലാ? എൻഡോമെട്രിയത്തിലാണോ? അതാണോ മസ്കുലർ ലെയർ? മയോമെട്രിയം. ദാറ്റ്സ് റൈറ്റ്, മയോമെട്രിയം. ആ മയോമെട്രിയത്തിന് നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യും. മയോമെട്രിയത്തിൽ അമർത്തും വീട് നേരെ എന്ത് സംഭവിക്കും? അപ്പോഴാ ഡെലിവറി സംഭവിക്കുന്നത്. ഇപ്പൊ ചൈൽഡ് ബേർത്തിന് സാധിക്കുന്ന മയോമെട്രിയത്തില്, മസ്കുലർ ലെയറില്, യൂട്രസിന്റെ മയോമെട്രിയത്തിൽ വന്ന് അമർത്തുമ്പോഴാണ് ബാവ പുറത്തേക്ക് വന്നത്. ഇപ്പൊ ഫീറ്റൽ ഇജക്ഷന് സഹായിക്കുന്നത്, പാർച്ചുറേഷന് സഹായിക്കുന്നത് അതും ആരാ? നമ്മുടെ ഓക്സിറ്റോസിന. പാർച്ചുറേഷന് ഹെൽപ്പ് ആക്കുന്ന ഹോമോൺ അല്ലെ, ചൈൽഡ് ബേർത്തിന് സഹായിക്കുന്ന ഹോമോൺ, അതൊക്കെ ആരാ? ഇതൊക്കെ ഒരു ഒറ്റ പേരാ. ആരാ അയാള്? അയാളുടെ പേര് ഓക്സിറ്റോസിന. ഇനി അടുത്ത ആള് വാസോപ്രസിൻ. വാസോപ്രസിൻ അല്ലെങ്കിൽ വേറെ പേര് ADH, ആന്റി ഡയൂററ്റിക് ഹോമോൺ. ആന്റി മീൻസ് എഗെയിൻസ്റ്റ്, ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. മൂത്രത്തിൽ കൂടെ കുറെ വെള്ളം പോവുക, എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, അതല്ലേ ADH, ആന്റി ഡയൂററ്റിക് ഹോമോൺ. നമുക്ക് എന്ന കാര്യത്തിലേക്ക് വരാം. കുഞ്ഞുങ്ങളെ കറക്റ്റ് പറഞ്ഞോ? ആന്റി ഡയൂററ്റിക് ഹോമോൺ ഞാൻ നിങ്ങളോട് പറയാം. നമ്മളിപ്പോ ആരെ കുറിച്ച് പറയാൻ പോകുന്ന വാസോപ്രസിൻ അല്ലെ, ADH, ആന്റി ഡയൂററ്റിക് ഹോമോൺ. എന്നതാ നെയിം? വാസോപ്രസിൻ. ഇയാളുടെ പേര് വെച്ച് നമുക്ക് പറയാം. ഇയാൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയണം. വാസോപ്രസിൻ ഇയാൾ ഇവിടെ എവിടെ ആക്ട് ചെയ്യും? ആക്ട് ഓൺ. ഞാനൊരു കേസ് വെച്ച് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് അപ്പൊ കറക്റ്റ് മനസ്സിലാവും. എങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചോ. ഇപ്പൊ ഒരാള് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, അയാളുടെ ബ്ലഡ് വോളിയം ഒക്കെ കുറഞ്ഞു പോയി. ബ്ലഡ് വോളിയം കുറഞ്ഞു പോയി, അപ്പൊ അയാളുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയി, മൊത്തത്തിൽ ടോട്ടൽ ഫ്ലൂയിഡ് വോളിയം ഒക്കെ കുറഞ്ഞു, പ്രഷറൊക്കെ കുറഞ്ഞിരിക്കുക. ഇങ്ങനെ ആവുന്ന സമയത്ത് നേരെ മെസ്സേജ് ആർക്ക് പോകും? നമ്മുടെ ഹൈപ്പോതലാമസിന് പോകും. കറക്റ്റ് മനസ്സിലായിക്കോളെ. ഇത് മറ്റേ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്, നിങ്ങള് എക്സ്ക്രീഷനിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഹൈപ്പോതലാമസ് ആരോട് പറയും? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. വേഗം തന്നെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ബ്ലഡ് വോളിയം കുറയുന്നുണ്ട്, പ്രഷർ കുറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേഗം മെസ്സേജ് ആർക്ക്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്തെങ്കിലും ചെയ്യ. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന് ആകെ ടെൻഷനായി. ഹൈപ്പോതലാമസ് എന്തെങ്കിലും ചെയ്തേ പറ്റും. ഹൈപ്പോതലാമസ് വേഗം തന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്തൊക്കെ ചെയ്യേ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പറഞ്ഞു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അപ്പൊ തന്നെ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അപ്പൊ തന്നെ, എനിക്കല്ല, ഞാൻ റിലീസ് ചെയ്യുന്ന ഒരാളുണ്ട്, അവനാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പോടാ പോടാ ഓക്സിറ്റോസിനെ എന്നല്ല പറഞ്ഞത്, പോടാ വാസോപ്രസിനെ എന്നാ പറഞ്ഞത്. നേരെ തന്നെ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആർ റിലീസ് ചെയ്തു? വാസോപ്രസിൻ. കുഞ്ഞുങ്ങളെ കറക്റ്റ് മനസ്സിലാക്കുക. വാസോപ്രസിൻ. വാസോപ്രസിൻ അഥവാ വേറെ പേര് ആന്റി ഡയൂററ്റിക് ഹോമോൺ അഥവാ ADH. രണ്ട് പേര് വെച്ചിട്ട് ഞാൻ ഈ മെക്കാനിസങ്ങളെ മുന്നിൽ പറഞ്ഞുതരാൻ പോവാണ്. ഫസ്റ്റ് വൺ വാസോപ്രസിൻ അല്ലെ. ഇയാൾ നോക്കിക്കോ, ഇയാൾ വന്നിട്ട് എവിടെ ആക്ട് ചെയ്തു? ആക്ട് ഓൺ ബ്ലഡ് വെസൽ. ആക്ട് ഓൺ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസൽ വന്ന് ആക്ട് ചെയ്തു. ബ്ലഡ് വെസൽ എന്ത് ചെയ്തു? കൺസ്ട്രിക്ട് ചെയ്തോ അതോ ഡയലേറ്റ് ചെയ്തോ? വാസോ കൺസ്ട്രിക്ഷൻ ആണോ വാസോ ഡയലേഷൻ ആണോ? ബ്ലഡ് വെസലിനെ കൺസ്ട്രിക്ട് ചെയ്താണോ അതോ ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്താണോ? വാസോ കൺസ്ട്രിക്ഷൻ. ബ്ലഡ് വെസലിനെ വന്ന് ആക്ട് ചെയ്തു, ബ്ലഡ് വെസലിനെ പ്രസ് ചെയ്തു. ദാറ്റ് മീൻസ് വാസോ കൺസ്ട്രിക്ഷൻ. വാസോ കൺസ്ട്രിക്ഷൻ. വാസോ കൺസ്ട്രിക്ഷൻ. അപ്പൊ എന്തായി? BP എന്താവും? വാസോ കൺസ്ട്രിക്ഷൻ നടക്കുമ്പോ ഈ കുറഞ്ഞ BP എന്താവും? BP കൂടൂലേ? ഇവിടെ പോസിറ്റീവ് റെഗുലേഷൻ അല്ലേ? BP കൂടൂലേടാ. BP കൂടും. ബ്ലഡ് വെസൽ അമർത്തുമ്പോ നല്ല പ്രഷർ അല്ലേ വരിക, അപ്പൊ BP കൂടും. റെഡിയാണേ? ഒന്നാമത്തെ കാര്യം റെഗുലേറ്റ് ചെയ്തേ. ഇനി നിങ്ങൾ എടുത്ത് നോക്ക്. ADH എന്നല്ലേ നമ്മുടെ പേര് പറഞ്ഞ ആന്റി ഡയൂററ്റിക് ഹോമോൺ. ആ പേര് വെച്ച് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ആന്റി ഡയൂററ്റിക് ഹോമോൺ. ഇയാൾ വന്നിട്ട് എവിടെ ആക്ട് ചെയ്യുന്ന അറിയോ? ആന്റി ഡയൂററ്റിക് ഹോമോൺ. ഡയൂറസിസ്, എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, അതിനെ തടയുക. എഗെയിൻസ്റ്റ് ദി എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. അങ്ങനെയാണ് ഇയാൾ എന്ത് ചെയ്യണം? ആന്റി ഡയൂററ്റിക് ഹോമോൺ. ഈ പേര് വെച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ടോൺ. ആക്ടോൺ അറിയാവോ? എക്സ്ക്രീഷൻ പഠിച്ചതാ. യാ, റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾ എവിടെ? റീനൽ ട്യൂബ്യൂളില് DCT ആൻഡ് കളക്ടിംഗ് ഡക്ട്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് കളക്ടിംഗ് ഡക്ട്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? അവിടെ വന്നിട്ട് ഇൻക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെ റീഅബ്സോർപ്ഷൻ കൂട്ടി. കുഞ്ഞുങ്ങളെ വാട്ടർ കൂട്ടി കഴിഞ്ഞാൽ ബ്ലഡ് വോളിയം കൂടൂലേ? ദാറ്റ് മീൻസ് ഈ കുറഞ്ഞ ബ്ലഡ് വോളിയത്തിന് ഇവിടെ റെഗുലേറ്റ് ആക്കിയില്ലേ? ദാറ്റ് മീൻസ് ഇവിടെ പോസിറ്റീവ് അല്ലേ? കുറഞ്ഞ സാധനമൊക്കെ കൂട്ടി. മനസ്സിലായോ? അപ്പൊ ഒന്നുമില്ല, നമ്മളെ ബോഡിയില് ബ്ലഡ് വോളിയം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞുപോയി. ബ്ലഡ് വോളിയോ ബ്ലഡ് പ്രഷറോ കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ മെസ്സേജ് ആക്കുവോ? ഹൈപ്പോതലാമസിന് പോകും. ഹൈപ്പോതലാമസ് ഇക്കാര്യം ആരോട് പറയും? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയോട് പറയും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അപ്പൊ തന്നെ വാസോപ്രസിനെ അഥവാ ADH റിലീസ് ചെയ്യും. രണ്ട് പേരും വെച്ച് നമുക്ക് നോക്കാം കാര്യങ്ങൾ എന്താ. വാസോപ്രസിൻ ആ പേരിലുണ്ട്. ബ്ലഡ് വെസലിനെ പ്രസ് ചെയ്യുക. ഇയാൾ വന്നിട്ട് ബ്ലഡ് വെസൽ ആക്ട് ചെയ്യും. ബ്ലഡ് വെസലിനെ പ്രസ് ചെയ്യും. ദാറ്റ് മീൻസ് വാസോ കൺസ്ട്രിക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? BP കൂടും. റെഡിയാണേ? അടുത്ത കേസ് ADH, ആന്റി ഡയൂററ്റിക് ഹോമോൺ. ഇയാൾ വന്നിട്ട് എവിടെ ആക്ട് ചെയ്യും? റീനൽ ട്യൂബ്യൂളിൽ, നമ്മുടെ കിഡ്നിയില്
കിഡ്നിയിലെ നെഫ്രോൺസിൽ റീനൽ ട്യൂബ്യൂളിൽ DCT കളക്ടിംഗ് ഡക്റ്റിലും അവിടുന്ന് റീഅബ്സോർപ്ഷൻ കൂട്ടും. റീഅബ്സോർപ്ഷൻ വാട്ടറിന്റെ ഇലക്ട്രോലൈറ്റ്സിന്റെ റീഅബ്സോർപ്ഷൻ കൂട്ടും. ഈ കുറഞ്ഞ സാധനങ്ങളൊക്കെ കൂടും. എവറിഥിങ് റിട്ടേൺ ബാക്സ് ടു നോർമൽ. ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ നമുക്ക് ഹൈപ്പോതലാമസിൽ കഴിഞ്ഞു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് നേരെ തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, ഇങ്ങനെ പോവാം അല്ലെ? ഓക്കെ ആണല്ലോ. ഫസ്റ്റ് വൺ കുഞ്ഞുങ്ങളെ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഷേപ്പ് എന്താ? തൈറോയ്ഡ് എന്ന് പറയുമ്പോഴേ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഏത് ഷേപ്പിലാ? ബട്ടർഫ്ലൈ ഷേപ്പ്. എവിടെ കാണുന്നത്? നെക്ക് റീജിയനിൽ അല്ലെ? നെക്ക് റീജിയനിലായിട്ട് കാണുന്ന ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. നമുക്ക് കാണാം ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലാൻഡ് അല്ലെ? on either side of trachea. ട്രക്കിയയുടെ ഓരോ സൈഡിൽ ഓരോ ലോബ് വെച്ചിട്ട് ടോട്ടലി 2 ലോബ് ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഒന്നാണുള്ളത്. ഈ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിന് 2 ലോബ് ഉണ്ട്. ഓക്കെ, 2 ലോബ് ഉണ്ട് on either side of trachea. It's located on either side of trachea. ട്രക്കിയയുടെ either side ഓരോന്നായിട്ട് നമുക്ക് കാണാം. അങ്ങനെ 2 ലോബ്സ്. Both the lobes are interconnected by a structure known as isthmus. 2 ലോബിനെയും കൂടി ഇന്റർകണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാ isthmus. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ 2 ലോബ് ഉണ്ടായിരുന്നു. ആ 2 ലോബ് ട്രക്കിയയുടെ ഓരോ സൈഡിലായിട്ട് കാണാം. അവർ ഇന്റർകണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാ isthmus. 2 ലോബിനെയും കൂടി ഇന്റർകണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാ isthmus. ഓക്കെ ആണല്ലോ. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഇയാളുടെ ഷേപ്പ് എന്തോന്നാ പറഞ്ഞേ? ബട്ടർഫ്ലൈ ഷേപ്പ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡിൽ ഏറ്റവും വലിയവൻ അവനാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആരാ? അത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിലെ കുഞ്ഞുങ്ങളെ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഫോളിക്കുലർ സെൽസും, ഫോളിക്കുലർ സെൽസ് കേട്ടിട്ടുണ്ടോ? ഫോളിക്കുലർ സെൽസ്. രണ്ടാമത്തെ സെല്ലിന്റെ പേരാ പാരാഫോളിക്കുലർ സെൽസ് അഥവാ സ്ട്രോമൽ ടിഷ്യൂ. പാരാഫോളിക്കുലർ സെൽസോ സ്ട്രോമൽ ടിഷ്യൂ. നോക്കണേ നിങ്ങള്. ഒന്നാമത് ഞാൻ ഏതാ നിങ്ങൾ പറഞ്ഞത്? ഫോളിക്കുലർ സെൽസ്. കുഞ്ഞുങ്ങൾ നോക്കിയോ, നമ്മൾ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ടായിരുന്നു. ഒന്ന് ഫോളിക്കുലർ സെൽസ്, രണ്ട് എന്താ NCERT പറയുന്ന പോലെ ഞാൻ ഏതാ? സ്ട്രോമൽ ടിഷ്യൂ. പാരാഫോളിക്കുലർ സെൽസ് അഥവാ സ്ട്രോമൽ ടിഷ്യൂ. കുഞ്ഞുങ്ങൾ ഈ ഫോളിക്കുലർ സെൽസിൽ ഇവരുണ്ടാക്കുന്ന 2 ഹോർമോണാണ്. തൈറോയ്ഡ് ഗ്ലാൻഡില് ഫോളിക്കുലർ സെൽസ് ഉണ്ട്, സ്ട്രോമൽ ടിഷ്യൂ ഉണ്ട്. ഫോളിക്കുലർ സെൽസ് ഉണ്ട്, സ്ട്രോമൽ ടിഷ്യൂ ഉണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ ഫോളിക്കുലർ സെൽസ് ഇവരുണ്ടാക്കുന്ന 2 ഹോർമോൺ T3, T4. T3 എന്ന് പറഞ്ഞാൽ ട്രൈ അയഡോ തൈറോണിൻ. കൂടെ പറഞ്ഞു നോക്കിയോ, ട്രൈ അയഡോ തൈറോണിൻ. അപ്പൊ T4 പറഞ്ഞാലോ ടെട്രാ അയഡോ തൈറോണിൻ. T3 പറഞ്ഞാൽ ട്രൈ അയഡോ തൈറോണിൻ. T4 പറഞ്ഞാൽ ടെട്രാ അയഡോ തൈറോണിൻ. T3 ഉണ്ട്, T4 ഉണ്ട്. T4 ടെട്രാ അയഡോ തൈറോണിൻ അഥവാ തൈറോക്സിൻ. ടെട്രാ അയഡോ തൈറോണിന്റെ വേറെ പേരാ തൈറോക്സിൻ. ടെട്രാ അയഡോ തൈറോണിന്റെ വേറെ പേരാ തൈറോക്സിൻ. T3 എന്ന് പറഞ്ഞാൽ ട്രൈ അയഡോ തൈറോണിൻ. T4 പറഞ്ഞാൽ ടെട്രാ അയഡോ തൈറോണിൻ അഥവാ തൈറോക്സിൻ. T4 എന്ന് പറഞ്ഞാൽ ടെട്രാ അയഡോ തൈറോണിൻ അഥവാ തൈറോക്സിൻ. T3 എന്ന് പറഞ്ഞാൽ ട്രൈ അയഡോ തൈറോണിൻ. അപ്പൊ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ഫോളിക്കുലർ സെൽസ് ഉണ്ട്, സ്ട്രോമൽ ടിഷ്യൂ ഉണ്ട്. ഫോളിക്കുലർ സെൽസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, T3, T4. T3 പറഞ്ഞ ട്രൈ അയഡോ തൈറോണിൻ, T4 പറഞ്ഞ ടെട്രാ അയഡോ തൈറോണിൻ അഥവാ തൈറോക്സിൻ. റെഡി? എനിക്ക് നിങ്ങൾ ഈ സ്ട്രോമൽ ടിഷ്യൂ ഇല്ലേ, ഈ സ്ട്രോമൽ ടിഷ്യൂ ഇവിടെയുള്ള സെൽസിന്റെ പേരാണ് പാരാഫോളിക്കുലർ സെൽസ് അഥവാ സി സെൽസ്. പാരാഫോളിക്കുലർ സെൽസ് അഥവാ സി സെൽസ്. ഇവരുണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരെന്താണെന്നറിയോ? ഇവരുണ്ടാക്കുന്ന ഹോർമോണാണ് തൈറോ കാൽസിറ്റോണിൻ, TCT. തൈറോ കാൽസിറ്റോണിൻ അഥവാ TCT. തൈറോ കാൽസിറ്റോണിൻ ഉണ്ടാക്കുന്നതാണ് ആര്? സ്ട്രോമൽ ടിഷ്യൂ. ഫോളിക്കുലർ സെൽസ് ഉണ്ടാക്കുന്ന T3, T4. T4 പറഞ്ഞ ടെട്രാ അയഡോ തൈറോണിൻ, T3 പറഞ്ഞ ട്രൈ അയഡോ തൈറോണിൻ, T4 ടെട്രാ അയഡോ തൈറോണിൻ വേറെ പേര് തൈറോക്സിൻ. റെഡിയല്ലേ കുഞ്ഞുങ്ങളെ? ഇവരെ കുറിച്ചാണ് നമ്മൾ ഈ ഗ്ലാൻഡിൽ അറിയാനുള്ളത്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. ട്രക്കിയയുടെ ഓരോ സൈഡിലായിട്ട് 2 ലോബുകൾ. 2 ലോബിനെ നമ്മൾ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് isthmus. ഈ ഗ്ലാൻഡിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ടായിരുന്നു, ഫോളിക്കുലർ സെൽസ്, സ്ട്രോമൽ ടിഷ്യൂ. ഫോളിക്കുലർ സെൽസ് ഉണ്ടാക്കുന്ന 2 ടൈപ്പ് ഹോർമോൺസ് T3, T4, ട്രൈ അയഡോ തൈറോണിൻ, ടെട്രാ അയഡോ തൈറോണിൻ. ടെട്രാ അയഡോ തൈറോണിന്റെ വേറെ പേര് തൈറോക്സിൻ. ഈ സ്ട്രോമൽ ടിഷ്യൂ അവിടെയുള്ള സെൽസ് ആണ് സി സെൽസ് അഥവാ പാരാഫോളിക്കുലർ സെൽസ്. അവരുണ്ടാക്കുന്ന ആര്? തൈറോ കാൽസിറ്റോണിൻ അഥവാ TCT. തൈറോ കാൽസിറ്റോണിൻ. റെഡിയല്ലേ മക്കളെ? ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ അറിയേണ്ടത്. ഇനി ഇവരുടെ ഫംഗ്ഷൻസും കൂടെ. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് തീർന്ന്. ബുദ്ധിമുട്ടില്ലല്ലോ? നോക്കാം നമുക്ക്. ഇതിൽ തൈറോക്സിന്റെ റോൾ എന്താണെന്ന് നമുക്ക് അറിയണം. തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്താ? ഒന്നാമത്തെ കാര്യം, ഇയാൾ എന്ത് ചെയ്യും? മെയിൻ ആയിട്ട് മെറ്റബോളിസം. ഇറ്റ് റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്, BMR. കുറെ തവണ എൻട്രൻസ് ചോദിച്ചാ BMR, ബേസൽ മെറ്റബോളിക് റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാരാ? തൈറോക്സിൻ. റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്. Then metabolism of carbohydrate, protein, lipids ഒക്കെ. കാർബോഹൈഡ്രേറ്റിന്റെ, പ്രോട്ടീന്റെ, ലിപ്പിഡിന്റെ ഒക്കെ മെറ്റബോളിസത്തിന് സഹായിക്കും. ഓക്കെ,
RBC പ്രൊഡക്ഷൻ സഹായിക്കും. റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഓഫ് RBC ഹെൽപ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് RBC അഥവാ എരിത്രോപോയസിസ്. RBCയുടെ പ്രൊഡക്ഷൻ പറയുന്ന പേരെന്താ? എരിത്രോപോയസിസ്. ഇയാൾ എന്തിനു സഹായിക്കും? എരിത്രോപോയസിസിന് സഹായിക്കും. ഹെൽപ്സ് ഇൻ എരിത്രോപോയസിസ്. എന്തിനു സഹായിക്കും? RBC പ്രൊഡക്ഷൻ. RBCയുടെ പ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാ എരിത്രോപോയസിസ്. ഹെൽപ്സ് ഇൻ എരിത്രോപോയസിസ് അഥവാ RBC പ്രൊഡക്ഷൻ. ദെൻ നമ്മുടെ ഓവറോൾ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽപ്സ് ഇൻ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഹെൽപ്സ് ഇൻ ദി വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ടെമ്പറേച്ചർ റെഗുലേഷൻ ഹെൽപ്പ് ആക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഇങ്ങനെ അറിയാ, ഈ ഞാൻ അസുഖങ്ങൾ പറഞ്ഞുതരാം, അപ്പൊ കറക്റ്റ് മനസ്സിലാവും. ക്രെറ്റിനിസ് എന്ന് കേട്ടിട്ടില്ലേ? മിക്സഡിമ, സിമ്പിൾ ഗോയിറ്റ്, ആഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. ഓക്കെ, എന്താന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ അമ്മ വാവനെ ബോഡി അമ്മയുടെ ഉള്ളില് വാവുള്ള സമയമാണ്. ദാറ്റ് മീൻസ് ഈ അമ്മ പ്രഗ്നന്റ്. ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ബോഡിയില് തൈറോക്സിന്റെ അവള് കുറഞ്ഞു കഴിഞ്ഞാല്, തൈറോക്സിന്റെ ലെവൽ അമ്മയുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാല് ഇത് സംഭവിക്കുന്ന അറിയോ? ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് ദാറ്റ് മീൻസ് ഹൈപ്പോ തൈറോയിഡിസ് ആണ്. ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ ഹൈപ്പോ തൈറോയിഡിസം വരെ പലപ്പോഴും അമ്മ ആ പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്ക് ബോഡിയിൽ തൈറോക്സിൻ, ബ്ലഡിൽ തൈറോക്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ എഫക്ട് കുട്ടിയിൽ ഉണ്ടാവും. അങ്ങനെയാണ് ജനിക്കുന്ന കുട്ടിയിലെ മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും. മെന്റൽ റിട്ടാർഡേഷൻ, സ്റ്റെൻഡഡ് ഗ്രോത്ത്, വളർച്ചയ്ക്ക് മുരടിച്ചു പോകും. മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും. ഓക്കെ, ഡെഫ് മ്യൂട്ടിസം, സംസാരിക്കാനും കേൾക്കാനൊന്നും പറ്റാതായി പോകും. ലോ IQ, ഇന്റലിജൻസ് ക്വോഷ്യന്റ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ലോ IQ ആയിരിക്കും, സ്റ്റെൻഡഡ് ഗ്രോത്ത് ആയിരിക്കും, ഡെഫ് മ്യൂട്ടിസം. പിന്നെ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. സ്റ്റെൻഡഡ് ഗ്രോത്ത്, ഡെഫ് മ്യൂട്ടിസം, ലോ IQ, പിന്നെന്താ? മെന്റലി റിട്ടാർഡഡ്. ഇതൊക്കെയാണ് ഉണ്ടാവുന്ന പ്രശ്നം. ഈ അസുഖത്തിന്റെ പേരാ ക്രെറ്റിനിസം. എന്തോന്ന് മക്കളെ? ക്രെറ്റിനിസം. ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ ആണ് ക്രെറ്റിനിസം. ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ ആണ് ക്രെറ്റിനിസം. അങ്ങനെയാണ് മിക്സഡിമ എന്താ പറയണ്ടേ? മിക്സഡിമ എന്ന് പറഞ്ഞാല് ഹൈപ്പോ തൈറോയിഡിസം ഇൻ അഡൾട്ട് ആണ്. അതുവരേക്കൊക്കെ നോർമൽ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴ് നമുക്ക് പെട്ടെന്ന് തൈറോക്സിൻ ലെവൽ കുറഞ്ഞു പോവാ. അഡൾട്ട് ആയി കഴിഞ്ഞപ്പോൾ അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം ഇൻ അഡൾട്ട് ആണ് മിക്സഡിമ. എന്തോന്നാ കുഞ്ഞുങ്ങളെ? മിക്സഡിമ. ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ ആണ് ക്രെറ്റിനിസം. ഹൈപ്പോ തൈറോയിഡിസം ഇൻ അഡൾട്ട് ആണ് മിക്സഡിമ. ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ ക്രെറ്റിനിസം. ഹൈപ്പോ തൈറോയിഡിസം ഇൻ അഡൾട്ട് മിക്സഡിമ. ബുദ്ധിമുട്ടുണ്ടോ? കുട്ടികളിലാണ് ഹൈപ്പോ തൈറോയിഡിസം എങ്കിൽ ക്രെറ്റിനിസം, വലിയ ആളിലാണ് ഹൈപ്പോ തൈറോയിഡിസം എങ്കിൽ മിക്സഡിമ. അപ്പൊ ക്രെറ്റിനിസം, മിക്സഡിമ, ഈ രണ്ട് കാര്യങ്ങളോട് ഓർത്ത് വെച്ചൂടെ? അപ്പൊ ക്രെറ്റിനിസായി, മിക്സഡിമായി. ഇനി നിങ്ങൾക്ക് അറിയോ, അയഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ലേ കുഞ്ഞുങ്ങളെ? അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോ തൈറോയിഡിക് ആയിട്ട് മാറുക. അതാണ് സിമ്പിൾ ഗോയിറ്റ്. ഓക്കെ, അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോ തൈറോയിഡിസം. നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ ഇതിനെ ട്രൈ അയഡോ തൈറോയിഡ്, ടെട്രാ അയഡോ തൈറോയിഡ് എന്നല്ലേ പറഞ്ഞത്? ദാറ്റ് മീൻസ് അയഡിൻ വേണ്ടേ അവിടെ? അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോ തൈറോയിഡിക് ആയിട്ട് മാറിപ്പോവുക. അതാണ് സിമ്പിൾ. അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാല് ഇവിടെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത് നിൽക്കും. അതാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ ഗോയിറ്റ്. എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ഡ്യൂ ടു അയഡിൻ ഡെഫിഷ്യൻസി. ഇത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഓക്കെ, ഇനി ഹൈപ്പർ തൈറോയിഡിസം ഇല്ലേ? ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരുന്ന അസുഖമാണ് നമ്മൾ പറയുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്റ്. എക്സോഫ്താൽമിക് ഗോയിറ്റ്, ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ മുഴിച്ചതുപോലെ അവസ്ഥ. ഗ്രേവ്സ് ഡിസീസ് എന്നൊക്കെ വിളിക്കും. ഗ്രേവ്സ് ഡിസീസ് എന്താന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഈ തൈറോക്സിൻ ഇല്ലേ, തൈറോക്സിൻ പറഞ്ഞ മെറ്റബോളിസത്തിലെ മെയിൻ റോൾ അല്ലേ? തൈറോക്സിൻ കുറഞ്ഞു പോയ മെറ്റബോളിസം കുറയൂലേ? അല്ലേ? അപ്പൊ ബോഡി സൈസ് കൂടും ഹൈപ്പോ തൈറോയിഡിസത്തില്. അതേ സ്ഥാനം നമ്മളിപ്പോ പറയുന്ന അസുഖം ഏതാ? ഹൈപ്പർ തൈറോയിഡിസം ആണ്. തൈറോക്സിൻ കൂടിയതാണ്. തൈറോക്സിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മൊത്തം ബോഡി എടുക്കും. മെറ്റബോളിസത്തിന്റെ ലെവൽ കൂടും. മെറ്റബോളിസം കൂടുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫുഡും ബോഡി ഉപയോഗിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആള് ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോടാ. ആള് കണ്ണൊക്കെ ഇങ്ങനെ ഇതായി ഇങ്ങനെ വീർത്തിട്ട് നമ്മുടെ ശവം ഇല്ലേ, ശവം ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ ശവം ഇങ്ങനെ എടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? അതുപോലെ ഉണ്ടാവും. ശരീരം ഇങ്ങനെ ഒട്ടിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പേരിട്ട് വിളിച്ചത്. ഒന്ന് ഗ്രേവ്സ് ഡിസീസ് നമ്മൾ വിളിച്ചത്. അല്ലെങ്കിൽ ഐബോളൊക്കെ ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വിളിച്ച പേര് എക്സോഫ്താൽമിക് ഗോയിറ്റ് എന്നാ. ഗ്രേവ്സ് ഡിസീസ് അഥവാ എക്സോഫ്താൽമിക് ഗോയിറ്റ്. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിന് എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ? ഹൈപ്പോ തൈറോയിഡിസത്തിന് എക്സാമ്പിൾ ആണ് ക്രെറ്റിനിസം, മിക്സഡിമ, സിമ്പിൾ ഗോയിറ്റ്.
ഹൈപ്പറിന്റെ എക്സാമ്പിൾ ആണ് ഗ്രേവ്സ് ഡിസീസ് അഥവാ എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസ് അഥവാ എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓക്കെ അല്ലേ? ഇനി ഒരു അസുഖം കൂടെ, ഹൈപ്പോ തൈറോയിഡിസത്തില് ചില സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻസിൽ വരുന്ന ഒരു അസുഖമാണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ്. ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിന് അഗെയിൻസ്റ്റ് ഓട്ടോ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ തൈറോക്സിന്റെ ലെവൽ കുറഞ്ഞു പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അതാണ് എന്തോന്ന് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒന്നും കൂടെ പറഞ്ഞു നോക്കിയ കൂടെ, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. റെഡി അല്ലേ? ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. റെഡി? ഓക്കെ, അതും ഹൈപ്പോ ആണ്. ഇത്രയും കാര്യങ്ങളല്ലേ തൈറോക്സിന്റെ ഫംഗ്ഷനായി. തൈറോക്സിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന അസുഖങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇത്രയും കാര്യങ്ങളേ. റെഡി? ഇനി നമുക്ക് ഇവിടെ ഒരാളില്ലേ, തൈറോ കാൽസിറ്റോണിൻ. ഈ കാൽസിറ്റോണിന്റെ പരിപാടി എന്താ? ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടലാണോ കുറയ്ക്കലാണോ? കൂട്ടുന്ന ആളാരാ? ആരാടാ? പാരാത്തോർമോൺ. ഗുഡ്, പാരാത്തോർമോണാ കൂട്ടുന്ന ആൾ. അപ്പൊ ഇയാളുടെ പരിപാടി എന്താ? ബ്ലഡ് കാൽസ്യം ലെവൽ ഇയാൾ എന്താക്കും? കുറയ്ക്കും അല്ലെ? അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ബ്ലഡിൽ നിന്നൊക്കെ കാൽസ്യം എടുത്ത് ബോണിൽ കൊണ്ടുവച്ച് ഡെപ്പോസിറ്റ് ആക്കും. ഓക്കെ, ബോണിൽ കാൽസ്യത്തിന്റെ ഡെപ്പോസിഷൻ ആണ് ഇയാളുടെ റോള്. ബോണിൽ കാൽസ്യം ഡെപ്പോസിഷൻ. നമ്മുടെ കിഡ്നിയിൽ എന്ത് ചെയ്യുന്ന ഇയാള് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്ന റേറ്റ് കുറച്ച് കളയും. ഡിക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. റീനൽ ട്യൂബ്യൂളില് കാൽസ്യത്തിന്റെ റീഅബ്സോർപ്ഷനെ കുറയ്ക്കും. ഇനി നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടാവൂലേ, നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡൈജഷൻ നടന്നേക്കുന്ന ഭക്ഷണം, ആ കാര്യത്തിൽ നിന്ന് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ അതും കുറച്ച് കളയും. അപ്പൊ ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? തൈറോ കാൽസിറ്റോൺ. ഇത് മനസ്സിലായോ? 3 സ്ഥലങ്ങൾ ഇതൊക്കെയാണ് മക്കളെ. ഞാനത് പാരാത്തോർമോണിൽ കറക്റ്റ് കാണിച്ചത്. ഒന്ന് ബോണില് നമ്മളാ TCT ആണ് തൈറോ കാൽസിറ്റോണിൻ. ബോണില് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു റീനൽ ട്യൂബ്യൂളില് പിന്നെ നിങ്ങളോട് പറഞ്ഞു ബോണ്, റീനൽ ട്യൂബ്യൂൾ, പിന്നെ ഏതോ ഒരു സ്ഥലവും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡൈജസ്റ്റഡ് ഫുഡ് പ്രസന്റ് ഇൻ ഇന്റസ്റ്റൈനിലുള്ള ഡൈജസ്റ്റഡ് ഫുഡില് ഇന്റസ്റ്റൈൻ. ഇവിടേക്ക് എന്ത് സംഭവിക്കും? ബോണിൽ എന്ത് ചെയ്യും? ഡെപ്പോസിഷൻ ഓഫ് കാൽസ്യം പോയിട്ട് ബ്ലഡിൽ നിന്ന് എടുത്ത് ബോണിൽ കൊടുക്കും. ഓക്കെ അല്ലേ? അഥവാ മിനറലൈസേഷൻ. ഡെപ്പോസിഷൻ ഓഫ് കാൽസ്യം എന്നുള്ള മിനറലൈസേഷൻ. റീനൽ ട്യൂബ്യൂളിലോ ഡിക്രീസ് റീഅബ്സോർപ്ഷൻ. ഇന്റസ്റ്റൈനിലോ ഡിക്രീസ് അബ്സോർപ്ഷൻ. മൊത്തത്തിൽ എഫക്ട് എന്താ വരിക? ഡിക്രീസ് ബ്ലഡ് കാൽസ്യം ലെവൽ. ദാറ്റ് മീൻസ് ഇയാൾ ആരാ? ഈ തൈറോ കാൽസിറ്റോൺ എന്ന് പറയുന്ന ആളാരാ? ഇയാൾ ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കുന്ന ആളല്ലേ? സോ ഇയാളാണ് ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ ആണ് ഇയാള്. ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കുന്ന ആളല്ലേ? സോ ഇയാളാണ് ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ. ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കുന്ന ആളാണ് ആര്? തൈറോ കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കുന്ന ആളാണ്. സോ ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ ആണ് ആര്? തൈറോ കാൽസിറ്റോണിൻ. റെഡിയാണല്ലോ? തൈറോ കാൽസിറ്റോണിൻ ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കുന്ന ആളാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മൾ പറഞ്ഞേക്കുന്നത് ഫോളിക്കുലർ സെൽസ് നിങ്ങൾ പറഞ്ഞു. ആരൊക്കെയായിരുന്നു? നമ്മുടെ T3 T4 ട്രൈഅഡോതൈറോണിൻ, ടെട്രാഅഡോതൈറോണിൻ, അയാളുടെ ഫംഗ്ഷൻസ് പഠിച്ചു, അയാളുടെ ഡെഫിഷ്യൻസി ഡിസോർഡർ പഠിച്ചു. നേരെ പോയത് നമ്മുടെ സ്ട്രോമൽ ടിഷ്യൂ. ആ സ്ട്രോമൽ ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്ന അവിടെ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്ന തൈറോ കാൽസിറ്റോണിനെ കുറിച്ചാണ്. ആ തൈറോ കാൽസിറ്റോണിന്റെ ഫംഗ്ഷനും കൂടെ മനസ്സിലായി. റെഡിയാണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇനി അടുത്ത പോകേണ്ടത് ഏതാ? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പൊ മക്കളെ നമുക്ക് നോക്കാം അടുത്തത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ 2 ലോബുകൾ കണ്ടിരുന്നു അല്ലെ? ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ 2 ലോബില് ഓരോ ലോബിലും ഓരോ പേര് വെച്ചിട്ട് ടോട്ടൽ എത്ര പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്? ടോട്ടൽ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്. 2 പെയർ. എത്ര പേരുണ്ട്? 2 പെയർ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. 2 പെയർ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. ഓരോ ലോബില് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഓരോ ലോബില് ഓരോ പേര്. ടോട്ടൽ എത്ര പേര്? 2 പെയർ. ദാറ്റ് മീൻസ് എത്ര പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്? 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. എത്ര പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്? 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഓരോ ലോബില് ഓരോ പേര്. ടോട്ടൽ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ ആണ്. ഇത് വെൻട്രൽ സൈഡിലാണോ കാണുക? ഡോർസൽ സൈഡിലാണോ കാണുക? ഡോർസൽ സൈഡ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഡോർസൽ സൈഡിലായിട്ട് ഓരോ ലോബില് ഓരോ പെയർ വെച്ചിട്ട് ടോട്ടൽ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്.
ആ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് നിങ്ങൾ കാണുന്നത്. ഓരോ ലോബില് ഓരോ പെയർ വെച്ചിട്ട് ടോട്ടൽ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. റെഡിയാണല്ലോ? ആ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെയാണ് മക്കൾ ഇവിടെ കാണാൻ പോകുന്നത്. ഈ ഗ്ലാൻഡ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എത്ര ഉണ്ടെന്ന് പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിച്ചതാ. പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. പെട്ടെന്ന് 4 പെയർ എന്നൊക്കെ അങ്ങ് എഴുതും. 4 പെയർ അല്ല, 2 പെയർ. That means 4 in number. Each lobe of thyroid gland contain 1 pair of parathyroid gland. Dorsal side of each lobe of parathyroid gland dorsal side of each lobe of thyroid gland contain 1 pair of parathyroid gland. That means total number of parathyroid gland 4 അല്ലേ? കുഞ്ഞുങ്ങളെ ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിലെ ഇയാൾ ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരെന്താ? പാരാതോർമോൺ. കൂടെ പറഞ്ഞു നോക്കി എന്താ? പാരാതോർമോൺ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരെന്താ? പാരാതോർമോൺ. നോക്കിക്കേ, ഈ പാരാതോർമോണിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇങ്ങനെ ഞാൻ കാൽസിറ്റോണിൻ പഠിപ്പിച്ച അതുപോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞ കറക്റ്റ് ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിലെ പാരാതോർമോൺ ആണ്. ഈ പാരാതോർമോൺ ആക്ട് ചെയ്യുന്നത് 3 സ്ഥലത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒന്ന് ബോണില്, ഒന്ന് കിഡ്നിയില് റീനൽ ട്യൂബ്യൂളില്, അടുത്ത ഇന്റസ്റ്റൈനില് ഇവിടെ ഡൈജസ്റ്റഡ് ഫുഡില്. അപ്പൊ നമുക്ക് നോക്കാം പാരാതോർമോൺ ഇയാൾ ആക്ട് ചെയ്യുന്ന 3 സ്ഥലങ്ങള്. ഒന്നാമത്തെ ബോണിൽ ഇയാൾ എന്ത് ചെയ്യും? ബോണിൽ പോയിട്ട് ഇയാൾ പറയും, ബോണെ കാൽസ്യം വേണം ബോണെ, കാൽസ്യം താ. ബോണിനെ പോയിട്ട് ഡീമിനറലൈസേഷൻ നടത്തുക. അവിടെ പോയിട്ടുള്ള കാൽസ്യത്തിനൊക്കെ എടുത്ത് ബ്ലഡിൽ കൊണ്ടുവരിക. അതാണ് ഇയാളുടെ പരിപാടി. ഡീമിനറലൈസേഷൻ ഓഫ് ബോൺ. കാൽസ്യത്തിനെ ബോണിൽ നിന്ന് എടുത്ത് തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരിക. ഡീമിനറലൈസേഷൻ അഥവാ ഡിസൊല്യൂഷൻ ഓർ ഡീമിനറലൈസേഷൻ ഓഫ് കാൽസ്യം ഫ്രം ബോൺ. ബോണിന് എന്ത് ചെയ്യും? ബോണിൽ നിന്ന് ഡീമിനറലൈസേഷൻ അഥവാ ഡിസൊല്യൂഷൻ ഓഫ് കാൽസ്യം. കാൽസ്യത്തിന്റെ ഡീമിനറലൈസേഷൻ ഓർ ഡിസൊല്യൂഷൻ. ബോണ് പോയിട്ട് കാൽസ്യത്തിന് ഫുൾ എടുത്തിട്ട് ഇങ്ങോട്ട് ബ്ലഡിലേക്ക് കൊണ്ടുവരും. ബ്ലഡിന് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. ആർക്ക്? പാരാതോർമോണിന്. മൂപ്പര് ബ്ലഡിൽ കൊണ്ടുവച്ച് കാൽസ്യം മൊത്തം കൊടുക്കും. ഈ പാരാതോർമോൺ എവിടെ പോകും? കിഡ്നിയിൽ പോകും. കിഡ്നിയിൽ റീനൽ ട്യൂബ്യൂളിന്റെ അടുത്തെത്തും. റീനൽ ട്യൂബ്യൂളിന്റെ അടുത്ത് പോയിട്ട് പറയും കാൽസ്യമാണെന്ന് അറിയാം. റീനൽ ട്യൂബ്യൂൾ പറയും വാണ്ട ഇത് സൂസു ആവാൻ പോകുന്ന. അതായത് നിങ്ങൾക്ക് അറിയാം, അവസാനം അത് മൂത്രമായിട്ട് അങ്ങോട്ട് പുറത്തു പോകുന്നല്ലേ, യൂറിനായിട്ട് പുറത്തു പോകുന്നതാ. അവിടെ മൂപ്പര് പോയിട്ട് പറയും കാൽസ്യത്തിന് കാൽസ്യത്തിനെ എടുക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ? മറ്റാള് വീണ്ടും പറയും സൂസു നോ പ്രോബ്ലം താന്ന് പറഞ്ഞ് ഒരൊറ്റ പിടിച്ചങ്ങോട്ട് കൊണ്ടുവെക്ക. നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇൻക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. ഇൻക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യത്തിന്റെ റീഅബ്സോർപ്ഷൻ കൂട്ടി. അങ്ങനെ ഇൻഡസ്ട്രിയിലെത്തിയേ. ഇൻഡസ്ട്രിയിൽ ഡൈജസ്റ്റഡ് ഫുഡ് അല്ലേ ഉള്ളത്? ഇൻഡസ്ട്രിയിൽ ആരാണ് ഡൈജസ്റ്റഡ് ഫുഡ്? നിങ്ങൾ നോക്കി, ഇൻഡസ്ട്രിയിൽ ആരുണ്ട്? ഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ട്. ഇൻഡസ്ട്രിയില് ഡൈജസ്റ്റഡ് ഫുഡ് ആണ് ഉള്ളത്. ഇൻഡസ്ട്രിയിൽ ആരുണ്ട്? ഡൈജസ്റ്റഡ് ഫുഡ് ആണുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഡൈജസ്റ്റഡ് ഫുഡ് ഇരിക്കുന്ന ഇടത്തില് അവിടെ പോകും ആര്? പാരാതോർമോൺ. അവിടെ പോയിട്ട് പാരാതോർമോൺ പറയും കാൽസ്യമാണെന്ന് പറയും. അപ്പോഴേ അവിടെ ഡൈജസ്റ്റഡ് ഫുഡ് അല്ലേ ഇരിക്കുന്നത്, അങ്ങോട്ട് വേസ്റ്റ് ആവാൻ പോവാല്ലേ. അപ്പം ഇൻഡസ്ട്രി പറയും വാണ്ട ഇത് തരൂലെന്ന് പറയും. താന്ന് പറഞ്ഞാൽ അവിടുന്ന് കാൽസ്യത്തിന് അവിടുന്ന് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും. എവിടുന്ന്? ഇൻഡസ്റ്റൈനിന്ന് ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് കാൽസ്യത്തിന് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും. ഇൻക്രീസ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അവിടുന്ന് എന്ത് ചെയ്യും? കാൽസ്യത്തിന് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും. ഇൻക്രീസ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. റെഡി അല്ലേ? അപ്പൊ ഇൻക്രീസ് ഡീമിനറലൈസേഷൻ ഇൻക്രീസ് ആക്കി, റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ആക്കി, അബ്സോർപ്ഷൻ ഇൻക്രീസ് ആക്കി. ഈ 3 സ്ഥലത്ത് നടന്നിരിക്കുന്ന ആക്ഷൻസ് കാരണം എന്തായി? ഇൻക്രീസ് ബ്ലഡ് കാൽസ്യം ലെവൽ. കുഞ്ഞുങ്ങളെ ബ്ലഡ് കാൽസ്യം ലെവൽ കൂടുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ? ഹൈപ്പർ കാൽസീമിയ. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്ലഡ് കാൽസ്യം ലെവൽ കുറഞ്ഞാല് അത് കൂട്ടുന്ന ആളാണ് ആര്? പാരാതോർമോൺ. ഇയാൾ എന്ത് ചെയ്യും? ബ്ലഡ് കാൽസ്യം ലെവലിനെ കൂട്ടും. ഇയാളാണ് ആര്? പാരാതോർമോൺ. ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടുമോ കുറയ്ക്കോ? ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടും. ഇൻഡസ്റ്റൈനിൽ നിന്ന് എടുത്തോണ്ട് വരും, കിഡ്നിയിൽ നിന്ന് എടുത്തോണ്ട് വരും, ബോണിൽ നിന്ന് എടുത്തോണ്ട് വരും. ഫുള്ള് ബ്ലഡിലെ കാൽസ്യം ലെവൽ അങ്ങോട്ട് കൂട്ടും. അങ്ങനെ ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടുന്ന ആളാണ് ആര്? പാരാതോർമോൺ. ഈ പാരാതോർമോണിന്റെ പരിപാടി ബ്ലഡിലെ കാൽസ്യം ലെവൽ കൂട്ടലാണോ കുറയ്ക്കലാണോ? ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടലാണോ കുറയ്ക്കലാണോ?
കുഞ്ഞുങ്ങളെ എളുപ്പമാണ് കാര്യം. ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടുന്ന ആളാണ് ആര്? പാരാത്തോർമോൺ. ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടുന്ന ആളാണ് ആര്? പാരാത്തോർമോൺ. റെഡിയാണല്ലോ? അങ്ങനെ ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടി. ഇൻക്രീസ് ബ്ലഡ് കാൽസ്യം ലെവൽ ഇൻ ബ്ലഡ്. ദാറ്റ് മീൻസ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. അതാണ് ആര്? പാരാത്തോർമോൺ. പാരാത്തോർമോൺ ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടിയാളാണ്. സോ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ് പാരാത്തോർമോൺ. പാരാത്തോർമോൺ ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടിയാളാണ്. സോ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ് പാരാത്തോർമോൺ. റെഡിയല്ലേ? പാരാത്തോർമോണിനെ മനസ്സിലായി? ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പൊ പാരാത്തോർമോണിനെ പഠിച്ചു. ഇനി നമുക്ക് ആരെയും അറിയേണ്ടത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ട എങ്ങടേക്കാ? തൈമസ് ഗ്ലാൻഡിലേക്ക്. ഏത് ഗ്ലാൻഡാ? തൈമസ് ഗ്ലാൻഡ്. നമുക്ക് നോക്കാം തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച്. അപ്പൊ നോക്കാം കുഞ്ഞുങ്ങളെ, തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? എവിടെ? ഇൻ ബിറ്റ്വീൻ ടു ലങ്സ്, ബിഹൈൻഡ് ദി സ്റ്റേർണം, വെൻട്രൽ സൈഡ് ഓഫ് അയോട്ട. ഇൻ ബിറ്റ്വീൻ ടു ലങ്സ്, രണ്ട് ലങ്സിനിടയിൽ, സ്റ്റേർണത്തിന് പിന്നില്, ബിഹൈൻഡ് ദി സ്റ്റേർണം, വെൻട്രൽ സൈഡ് ഓഫ് അയോട്ട. പഴയ NCERT ഡോർസൽ സൈഡ് ഓഫ് അയോട്ട എന്നുള്ളത്. സോ ശ്രദ്ധിക്കുക, ഡോർസൽ അല്ല, വെൻട്രൽ സൈഡ് ഓഫ് അയോട്ട. ഇൻ ബിറ്റ്വീൻ ടു ലങ്സ്, ബിഹൈൻഡ് ദി സ്റ്റേർണം, രണ്ട് ലങ്സിനിടയിൽ, സ്റ്റേർണത്തിന് പിന്നില്, അയോട്ടക്ക് മുന്നില്. ബിഹൈൻഡ് ദി സ്റ്റേർണം, വെൻട്രൽ സൈഡ് ഓഫ് അയോട്ട. അങ്ങനെ ഇരിക്കുന്ന ഗ്ലാൻഡ് ആണ് ആര്? തൈമസ് ഗ്ലാൻഡ്. ഇൻ ബിറ്റ്വീൻ ടു ലങ്സ്, രണ്ട് ലങ്സിനിടയിൽ, ബിഹൈൻഡ് ദി സ്റ്റേർണം, സ്റ്റേർണത്തിന് പിന്നില്, വെൻട്രൽ സൈഡ് ഓഫ് അയോട്ട, അയോട്ടക്ക് മുന്നില്. അങ്ങനെ ഇരിക്കുന്ന ആളാണ് ആര്? തൈമസ് ഗ്ലാൻഡ്. ലോബുലേറ്റഡ് ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. ലോബായിട്ടിരിക്കുന്ന ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. ലോബ്യൂലേറ്റഡ് ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. ഈ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താ അറിയോ? തൈമോസിൻ. കുഞ്ഞുങ്ങളെ, എന്തോന്നാ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താ? തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാ തൈമോസിൻ. ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാ തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാ തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? തൈമോസിൻ. റെഡിയാണല്ലോ? തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ തൈമോസിൻ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് തൈമോസിൻ. തൈമോസിന്റെ ഫംഗ്ഷൻ എന്താ? ഇമ്മ്യൂണിറ്റി അല്ലേ മെയിൻലി? ഏത് ഇമ്മ്യൂണിറ്റിയാ? ഇയാളാണ് ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാക്കുക. നിങ്ങൾ തൈമസ് ടി, അതന്നെ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? മെച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്സ്. ടി ലിംഫോസൈറ്റ്സിന്റെ മെച്ചുറേഷനും ഡിഫറൻസിയേഷനും സഹായിക്കും. അങ്ങനെയാണ് എന്ത് ഇമ്മ്യൂണിറ്റി? പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. മെയിൻലി തൈമോസിൻ എന്തിന് ഹെൽപ്പ് ചെയ്യും? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ആക്കും. തൈമോസിൻ എന്തിന് ഹെൽപ്പ് ആക്കും? പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. കുഞ്ഞുങ്ങൾ, ഈ തൈമസ് ഗ്ലാൻഡ് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ ഇല്ലേ ഇതിന്റെ സൈസ് വലുതായിരുന്നു. ഇത് പിന്നീട് നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് തൈമസ് ഗ്ലാൻഡിന്റെ സൈസ് കുറഞ്ഞു വരും. അവസാനം ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് ഇത് ഡീജനറേറ്റ് ചെയ്ത് പോകും. ഇങ്ങോട്ട് ചിലപ്പോൾ ചോദിക്കും എക്സാമിനൊക്കെ, ഓൾഡ് ഏജ് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണം എന്താണ്? പ്രായമുള്ള ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഒരു കാരണം എന്താ അറിയോ? തൈമസ് ഗ്ലാൻഡ് നശിച്ചു പോകുന്നതാ. തൈമസ് ഗ്ലാൻഡിന്റെ ഡീജനറേഷൻ, തൈമസ് ഗ്ലാൻഡ് നശിച്ചു പോകുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോവുക. തൈമസ് ഗ്ലാൻഡിന്റെ ഡീജനറേഷൻ ആണ് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഒരു കാരണം. ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഒരു കാരണം ഏത് ഗ്ലാൻഡിന്റെ നാശ? തൈമസ് ഗ്ലാൻഡിന്റെ ഡീജനറേഷനാ. ഓൾഡ് ഏജ് ഇൻഡിവിജ്വൽ തൈമസ് ഗ്ലാൻഡ് നശിച്ചു പോകും അല്ലേ? തൈമസ് ഗ്ലാൻഡ് ഏജ് ആവുന്നതിനനുസരിച്ച് നശിച്ചു പോകും മക്കളെ. തൈമസ് ഗ്ലാൻഡ് സത്യത്തിൽ യങ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടും തൈമോസിൻ. നമ്മുടെ യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ. ഓക്കെ, ഈ തൈമോസിനെ കുറിച്ച് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു. ഇറ്റ് പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ദാറ്റ് മീൻസ് മെച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്. കുഞ്ഞുങ്ങളെ, ടി ലിംഫോസൈറ്റ്സ് അല്ലേ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കാണിക്കുന്നത്? നമ്മൾ പഠിച്ചല്ലേ? ഹെൽത്ത് ആൻഡ് ഡിസീസിലും പഠിച്ചിട്ടുണ്ട്. നമ്മളെ ഹെൽത്ത് ആൻഡ് ഡിസീസിലും പഠിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ എവിടെയും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിച്ചിട്ടുണ്ട്, സർക്കുലേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ടി ലിംഫോസൈറ്റ്സ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലേ? ആണ്. ഇനി ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാക്കുന്ന ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ദാറ്റ് മീൻസ് ആന്റിബോഡി പ്രൊഡക്ഷനെ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ഫംഗ്ഷൻ ഇറ്റ് പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, തൈമോസിൻ എന്തിനാ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിനെ പ്രൊവൈഡ് ചെയ്യാനാണ് ഹെൽപ്പ് ആക്കുന്നത്. ഒപ്പം ഇയാൾ എന്തിനേയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ്. ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ എന്നാണ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചൂടെ? പ്രായമുള്ള ആളുകളിൽ നശിച്ചു പോകുന്നത്, ദാറ്റ് മീൻസ് മെല്ലെ മെല്ലെ ഡീജനറേറ്റ് ചെയ്ത് പോകുന്ന ഗ്ലാൻഡ് ഏതാ ചോദിച്ചാൽ നിങ്ങൾ പറയൂലേ? അയാളാണ് തൈമസ് ഗ്ലാൻഡ്. അയാൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. ഇയാളുടെ പൊസിഷൻ എവിടെയാ ചോദിച്ചാൽ പറയൂലേ? അയാളുടെ ഹോർമോൺ ഏതാ ചോദിച്ചാൽ പറയൂലേ? ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ളത്? തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ആരെ കുറിച്ചും കൂടെ പഠിച്ചു? തൈമസ് ഗ്ലാൻഡിനെ കുറിച്ചും കൂടെ പഠിച്ചു. ഇനി നമുക്കറിയാനുള്ള രണ്ട് മെയിൻ ഗ്ലാൻഡുകളാണ് അഡ്രിനൽ ഗ്ലാൻഡും പാൻക്രിയാസും പിന്നെ ഗൊണാഡ്സും. അത്രയും പഠിച്ചാൽ നമ്മളെ ചാപ്റ്റർ തീർന്നു. നോക്കാം നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് പോവാം. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ശ്രദ്ധിക്കുക. ഏത് ഗ്ലാൻഡാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന? അഡ്രിനൽ ഗ്ലാൻഡ്. നിങ്ങൾ എന്നോട് പറ, അഡ്രിനൽ ഗ്ലാൻഡ് മക്കളെ. അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡ് രണ്ട് പോർഷൻ ഉണ്ടല്ലേ? കറക്റ്റ് ശ്രദ്ധിച്ചോ?
adrenal glands. Adrenal glands. Adrenal gland രണ്ട് പോർഷൻ ഏതൊക്കെയാ? ഒന്ന് നമ്മുടെ കോർട്ടെക്സ് ആണ്. കോർട്ടെക്സ് ഉണ്ട് മക്കളെ, മെഡുല്ല ഉണ്ട് മക്കളെ. കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ രണ്ട് പോർഷൻ. ഔട്ടർ പോർഷന്റെ പേര് കോർട്ടെക്സ്. ഔട്ടർ ആരാ? കോർട്ടെക്സ് ആണ്. ഇന്നർ ആരാ? മെഡുല്ലയാണ്. ഇന്നർ മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ്. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലായും. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലായും. റെഡി അല്ലേ? കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട്. കോർട്ടെക്സിന് 3 ലെയറാ. ഒന്ന് സോണ ഗ്ലോമർലോസ. അടുത്ത സോണ ഫാസിക്കുലേറ്റ. സോണ റെറ്റിക്കുലസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡ് രണ്ട് പോർഷൻ ഉണ്ട് മക്കളെ, ഔട്ടറും ഇന്നറും. ഔട്ടർ പോർഷനെ വിളിക്കുന്ന പേരെന്താ? കോർട്ടെക്സ്. ഇന്നർ പോർഷനെ വിളിക്കുന്ന പേരെന്താ? മെഡുല്ല. ഔട്ടർ ഏതാ? കോർട്ടെക്സ്. ഇന്നർ ഏതാ? മെഡുല്ല. ഈ കോർട്ടെക്സിൽ 3 ലെയർ ഉണ്ട്. കോർട്ടെക്സിന്റെ 3 ലെയറുകളാ സോണ ഗ്ലോമർലോസ, സോണ ഫാസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്. ഈ ഗ്ലോമർലോസ എന്ന് പറയുന്നത് അകത്താണോ പുറത്താണോ? ഏറ്റവും ഔട്ടർ ഇതാ. ഈ കോർട്ടെക്സിന്റെ ഏറ്റവും പുറത്താണ് സോണ ഗ്ലോമർലോസ. മിഡിൽ ഏതാ? ഫാസിക്കുലേറ്റ. ഏറ്റവും ഇന്നർ ഏതാ? സോണ റെറ്റിക്കുലാരിസ്. ഇത് ഔട്ടർ ആണ്. ഇതേതാ നിങ്ങളെ? മിഡിൽ ആണ്. ഇതൊപ്പം ഇന്നർ ആണ്. സോണ ഗ്ലോമർലോസ, സോണ ഫാസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്. ഇതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സോണ ഗ്ലോമർലോസ. റെഡിയാണേ? സോണ ഗ്ലോമർലോസ. മക്കളെ കറക്റ്റ് ശ്രദ്ധിച്ചു. സോണ ഗ്ലോമർലോസ ഔട്ടർ ലെയർ. ഇയാള് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഹോർമോൺ ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന് അറിയോ? ഗ്ലോമർലോസ് ഉണ്ടാക്കുന്നത് പല മക്കളും പറയും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. പ്ലീസ് തെറ്റു പറ്റരുത്. സോണ ഗ്ലോമർലോസ്. ഇപ്പോഴും എന്റെ മുന്നിൽ നിന്ന് കുറച്ച് മക്കൾ റിപ്പീറ്റ് ചെയ്തു. ഗ്ലോമർലോസ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് അല്ല. ഗ്ലോമർലോസ് എന്ന് പറഞ്ഞാൽ മിനറലോകോർട്ടിക്കോയിഡ്സ്. നിങ്ങളെ നമ്മുടെ കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട്. കോർട്ടെക്സില് 3 ലെയറാണ്. സോണ ഗ്ലോമർലോസ, സോണ ഫാസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്. സോണ ഗ്ലോമർലോസ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞു. ഈ സോണ ഗ്ലോമർലോസ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ ആണ് ആര്? മിനറലോകോർട്ടിക്കോയിഡ്സ്. ആരാ? മിനറലോകോർട്ടിക്കോയിഡ്സ്. കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന എല്ലാം സ്റ്റീറോയിഡ് ഹോർമോണാണ്. കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന എല്ലാ ഹോർമോൺ എന്ത് ഹോർമോണാ? സ്റ്റീറോയിഡ് ഹോർമോണാണ്. കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന എല്ലാ ഹോർമോൺ എന്ത് ഹോർമോണാ? സ്റ്റീറോയിഡ് ഹോർമോണാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞു നോക്കിയേ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന എല്ലാ ഹോർമോൺ എന്ത് ഹോർമോണാ? സ്റ്റീറോയിഡ് ഹോർമോണാണ്. കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന എല്ലാ ഹോർമോൺ എന്ത് ഹോർമോണാ? സ്റ്റീറോയിഡ് ഹോർമോണാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. കോർട്ടെക്സ് ഉണ്ടാക്കുന്ന എല്ലാ ഹോർമോണും സ്റ്റീറോയിഡ് ഹോർമോൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. ഒന്നും കൂടെ പറഞ്ഞു നോക്കിയോ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. റെഡിയാണേ? കോർട്ടെക്സ് ഉണ്ടാക്കുന്ന എല്ലാ ഹോർമോണും സ്റ്റീറോയിഡ് ഹോർമോണാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. റെഡിയാണല്ലോ? അതിൽ 3 ലെയറാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഗ്ലോമർലോസ, ഫാസിക്കുലേറ്റ, റെറ്റിക്കുലാരിസ്. ഗ്ലോമർലോസ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഹോർമോണിനെ വിളിക്കുന്ന പേരാ മിനറലോകോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. ഷോർട്ട് ഫോം മിനറലോകോർട്ടിക്കോയിഡ്സ്. ഫാസിക്കുലേറ്റർ മിഡിൽ ലെയർ അല്ലേ? ഈ ഫാസിക്കുലേറ്റർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഹോർമോണിന്റെ പേരാ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇതാണ് പലപ്പോഴും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളയാം. നിങ്ങൾ മാറ്റാൻ പാടില്ലേ. മിഡിൽ ലെയർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. സോണ റെറ്റിക്കുലാരിസ്. ഇതല്ലേ ഏറ്റവും ഇന്നമോസ്റ്റ് ലെയർ? സോണ റെറ്റിക്കുലാരിസ്. ഇയാൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ഹോർമോണിന്റെ പേരാ സെക്സ് കോർട്ടിക്കോയിഡ്സ്. സോണ ഗ്ലോമർലോസ മിനറലോകോർട്ടിക്കോയിഡ്സ്. സോണ ഫാസിക്കുലേറ്റ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. സോണ റെറ്റിക്കുലാരിസ് സെക്സ് കോർട്ടിക്കോയിഡ്സ്. റെഡിയാണല്ലോ? അതിൽ ഫസ്റ്റ് വൺ സോണ ഗ്ലോമർലോസ. സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഹോർമോണിന്റെ പേരാ മിനറലോകോർട്ടിക്കോയിഡ്സ്. നമ്മൾ പറഞ്ഞു ഈ മിനറലോകോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. ആരാ? ആൽഡോസ്റ്റിറോൺ. നിങ്ങളുടെ റാസ് മെക്കാനിസത്തിലേക്ക് ഓൾറെഡി ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആൽഡോസ്റ്റിറോൺ ഇയാൾ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ ഏതാ? ആൽഡോസ്റ്റിറോൺ. മിനറലോകോർട്ടിക്കോയിഡ് ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ അതിന്റെ എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ ആണ് കോർട്ടിസോൾ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ ആണ്
കോർട്ടിസോൾ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എക്സാമ്പിൾ ആണ് കോർട്ടിസോൾ, കോർട്ടിസോൺ, ഇതൊക്കെ വരും. കോർട്ടിസോളും കോർട്ടിസോൺ ഒക്കെ വരും. ഇനി അടുത്ത ആളാരാ? സെക്സ് കോർട്ടിക്കോയിഡ്സ്. സെക്സ് കോർട്ടിക്കോയിഡിന് 3 എക്സാമ്പിൾ. സെക്സ് കോർട്ടിക്കോയിഡിന് 3 എക്സാമ്പിൾ ആണ്. സെക്സ് കോർട്ടിക്കോയിഡിന് എക്സാമ്പിൾ ആരൊക്കെയാ നിങ്ങൾക്ക് അറിയോ? ഒന്ന് ഈസ്ട്രോജൻ, പ്രൊജസ്റ്ററോൺ, 3 വേണ്ട. എസ്ട്രാഡയോൾ, എസ്ട്രാഡയോൾ means is a form of estrogen. Estradiol, estrogen. Then testosterone, estrogen. എസ്ട്രാഡയോൾ എന്ന് വിളിക്കും. ഓക്കെ, എസ്ട്രാഡയോളും ടെസ്റ്റോസ്റ്ററോണും ഒക്കെയാണ് ആര്? സെക്സ് കോർട്ടിക്കോയിഡ്സ്. കുഞ്ഞുങ്ങളെ, മെയിലില് ഈസ്ട്രോജൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട്. ആ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന ആരാ? നമ്മൾ പറയുന്ന സോണ റെറ്റിക്കുലാരിസ. അത് കൂടിക്കഴിഞ്ഞാൽ മെയിൽ എന്താവും? ഒരുമാതിരി അങ്ങനെ ആയിപ്പോ. അതേപോലെ ഫീമെയിലാണെങ്കിലോ, ഫീമെയിലിൽ എന്തുണ്ട്? ഫീമെയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ കുഞ്ഞുങ്ങളെ, ഫീമെയിലില്ലേ, ഫീമെയിലിൽ കുറച്ച് ക്വാണ്ടിറ്റി ആരുണ്ട്? ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. ചില പെൺകുട്ടികൾ ഭയങ്കര കൂടുതലായിരിക്കും അത്. അങ്ങനെ ചില കുട്ടികളിൽ കൂടിക്കഴിഞ്ഞാൽ എന്താവും? അവർക്ക് ഭയങ്കരമായിട്ട് മീശ താടിക്ക് വരും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം സെക്സ് ഹോർമോണ് സാധാരണ കേസിൽ നമുക്കറിയാം, നമ്മുടെ മെയിലിലാണെങ്കിൽ അത് ടെസ്റ്റിസും, ഫീമെയിലാണെങ്കിൽ ഓവറിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവ് ആർക്കുണ്ട്? നമ്മുടെ സോണ റെറ്റിക്കുലാരിസ് ഉണ്ട്. ദാറ്റ് മീൻസ് അഡ്രിനൽ ഗ്ലാൻഡിനുണ്ട്. ഓക്കെയാണ്, ഇത്രയും ഓർത്ത് വെക്കുക. പിന്നെ എങ്കിലും പറഞ്ഞു, ഫസ്റ്റ് വൺ അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ട്, മെഡലുണ്ട്. കോർട്ടെക്സ് എന്ന് പറയുന്ന ഔട്ടർ പോർഷൻ ആണ്, മെഡല ഇന്നർ പോർഷൻ ആണ്. കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന എല്ലാ ഹോർമോണിനും സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. അതുകൊണ്ട് നമ്മൾ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് എന്ന് വിളിക്കാറുണ്ട്. ഷോർട്ട് ഫോം ആണ് കോർട്ടിക്കോയിഡ്സ്. 3 ലെയറാണ്. സോണ ഗ്ലോമറുലോസ് ഔട്ടർ ലെയർ ആണ്. മിഡിൽ ലെയർ ആണ് സോണ ഫാസിക്കുലേറ്റർ. കോർട്ടെക്സിന്റെ തന്നെ 3 ലെയർ ആണ്. അതിന് ഏറ്റവും ഉള്ളിലുള്ള ലെയർ സോണ റെറ്റിക്കുലാരിസ്. സോണ ഗ്ലോമറുലോസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഹോർമോൺ ആണ് മിനറലോകോർട്ടിക്കോയിഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് ആൾഡോസ്റ്ററോൺ. സോണ ഫാസിക്കുലേറ്റർ എന്ന മിഡിൽ ലെയർ ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഹോർമോൺ ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. എക്സാമ്പിൾ ആണ് കോർട്ടിസോൾ. സോണ റെറ്റിക്കുലാരിസിന് ഏറ്റവും ഇന്നമോസ്റ്റ് ലെയർ ആണ്. അവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം സെക്സ് കോർട്ടിക്കോയിഡ്സിനെയാണ്. അതിന് എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്ററോൺ, എസ്ട്രാഡയോൾ ഒക്കെ. റെഡി ആണല്ലോ കുഞ്ഞുങ്ങൾ? ഇതിൽ ആൾഡോസ്റ്ററോണിന്റെ ഫംഗ്ഷൻ എന്താ? ആൾഡോസ്റ്റിറോൺ ഇയാൾ മെയിൻ ആയിട്ട് എന്തിനാ ഹെൽപ്പ് ആക്കുക? ഒന്നാമത്തെ കാര്യം, ഇയാൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആൾഡോസ്റ്ററോൺ അല്ലേ, അത് കോർട്ടിസോൾ. ആൾഡോസ്റ്ററോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ അറിയോ? സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ. നമ്മുടെ കിഡ്നിയിൽ റീനൽ ട്യൂബ്യൂളിൽ പോയിട്ട് റീനൽ ട്യൂബ്യൂളിന് സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷൻ ആണ് ആൾഡോസ്റ്ററോണിന്റെ മെയിൻ ഫംഗ്ഷൻ. മിനറലോകോർട്ടിക്കോയിഡ്സ് അല്ലേ പറഞ്ഞേ, മിനറൽസ്. ഇയാളുടെ മെയിൻ കാര്യം നോക്കിയോ? ഇൻക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ, ഇൻക്രീസ് സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫേറ്റ്. പൊട്ടാസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും സെക്രീഷൻ. പൊട്ടാസ്യം ഫോസ്ഫേറ്റ് പോ. ഇനി സോഡിയം വാട്ടർ അല്ലേ, വാസു വാട്ടർ, സോഡിയം വാസു വാട്ടറിനോട് സോഡിയത്തിനോട് വരാൻ പറയും. സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷൻ. പൊട്ടാസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും എക്സ്ക്രീഷൻ. സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷൻ. പൊട്ടാസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും എക്സ്ക്രീഷൻ. സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷൻ. റെഡി ആണല്ലോ? ഇതാണ് ആര് ചെയ്തിരുന്നത്? ആൾഡോസ്റ്റെറോൺ. ഇനി അടുത്ത ആളെ കോർട്ടിസോൾ അല്ലേ. ഇയാളുടെ പരിപാടി എന്താ? കുഞ്ഞുങ്ങൾ ഓർക്കണം കോർട്ടിസോളിനെ. സിമ്പിളാ. കോർട്ടിസോൾ എന്താ ചെയ്തിരാ അറിയോ നിങ്ങൾക്ക്? നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കാര്യം, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഗ്ലൂക്കോനിയോജനസിസ് സപ്പോർട്ട് ചെയ്യും. പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ലിപ്പോലൈസിസിനെയും പ്രോട്ടിയോലൈസിസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ സപ്പോർട്ട് ചെയ്യും. ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ എന്തോന്നാ? ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ. നിങ്ങളൊരു ഇത് കാണാം, നിങ്ങൾക്ക് നാസൽ സ്പ്രേ ഒക്കെ ചില സമയത്ത് രാവിലെ തുമ്മുന്ന ആളുകൾക്ക് ഫ്ലൂട്ടിക്കസോൺ എന്നൊക്കെ പറഞ്ഞ സാധനം അടിക്കും. ഫ്ലൂട്ടിക്കസോൺ, ബഡീസുനേറ്റ്, ബെക്ലോമെത്തസോൺ, ഡെക്സാമെത്തസോൺ എന്നൊക്കെ പറയുന്നത് പഠിക്കേണ്ടവരെ. ഇതൊക്കെ ഇതിന്റെ ഡെറിവേറ്റീവ് കോർട്ടിസോളിന്റെ. ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ. ഒരിക്കലും ഇൻഫ്ലമേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളിപ്പോ തല്ലിട്ടിനെങ്കിൽ സൊല്ലി റെഡ് ആവും, പെയിൻ ഉണ്ടാവും, ചൂടും ഉണ്ടാവും അവിടെ തൊടുമ്പോഴും. ഈ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇയാൾ ഉപയോഗിക്കുക. ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ, ഇൻഫ്ലമേഷൻ അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കാണിക്കുന്ന ആളാണ് കോർട്ടിസോൾ. ഹെൽപ്സ് ഇൻ എരിത്രോപോയസിസ്, ആർബിസിയുടെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ആക്കും. വൂണ്ട് ഹീലിംഗ് ഒക്കെ ഫാസ്റ്റ് ആക്കും. മുറിവ് ഉണങ്ങാനൊക്കെ വേഗം സഹായിക്കും. ഫാസ്റ്റ് റേറ്റ് ഓഫ് വൂണ്ട് ഹീലിംഗ്. മുറിവ് ഉണങ്ങാനൊക്കെ ഫാസ്റ്റ് ആയിട്ട് മുറിവിനെ ഉണക്കി തരികയൊക്കെ ചെയ്യും. ഇതൊക്കെ ആരാ ചെയ്തിരുന്ന? കോർട്ടിസോൾ.
ഫാസ്റ്റ് ദ റേറ്റ് ഓഫ് വൂണ്ട് ഹീലിംഗ്. വൂണ്ട് ഹീലിംഗിനെ ഫാസ്റ്റ് ആക്കും. ഓക്കെ, ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ്, ഇൻഫ്ലമേഷൻ എഗെയിൻസ്റ്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ് കാണിക്കുന്നത്. റെഡി? ഹെൽപ്സ് ഇൻ എറിത്രോപോയസിസ്, എറിത്രോപോയസിന് ഹെൽപ്പ് ആക്കും. ഇതൊക്കെ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കും. ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി? കോർട്ടിസോൾ. മറന്നു പോകും. മെയിൻ ആയിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഓർത്ത് വെക്കുക. പ്രീവിയസ് ക്വസ്റ്റൻ. ലാസ്റ്റ് വൺ ടെസ്റ്റോസ്റ്ററോൺ, എസ്ട്രാഡോൾ. ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് സഹായിക്കുന്ന ആളാണ് ടെസ്റ്റോസ്റ്ററോണും എസ്ട്രാഡോളൊക്കെ. ഈ ആക്സിയൽ ഹെയർ, പ്യൂബിക് ഹെയർ, വോയിസ് ചേഞ്ച്, ഇതിനൊക്കെ സഹായിക്കുന്ന ആളാണ് സെക്സ് കോർട്ടിക്കോയിഡ്സ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ, എസ്ട്രാഡോളൊക്കെ. നിങ്ങൾ റീപ്രൊഡക്ഷന് പഠിക്കുന്നതല്ലേ. ഇനി കുഞ്ഞുങ്ങളെ, അഡ്രിനൽ കോർട്ടെക്സ് കഴിഞ്ഞാൽ മെഡുല്ല, മെഡുല്ല, മെഡുല്ല. ഈ മെഡുല്ല ഉണ്ടാക്കുന്ന ഹോർമോൺസ് നമ്മൾ വിളിക്കുന്നവരെ കാറ്റക്കോളമീൻസ്. എന്തോന്നാ മെഡുല്ല ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേര്? കാറ്റക്കോളമീൻസ്. അമിനോ ആസിഡ് ഡെറിവേറ്റീവാ കാറ്റക്കോളമീൻസ്. രണ്ടാളുകളാണ്, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. അഡ്രിനാലിന് നോർ അഡ്രിനാലിൻ. അഡ്രിനാലിന്റെ വേറെ പേരാ എപ്പിനെഫ്രിൻ. അഡ്രിനാലിന്റെ വേറെ പേര് എന്താ? എപ്പിനെഫ്രിൻ. അഡ്രിനാലിന്റെ വേറെ പേരാ എപ്പിനെഫ്രിൻ. നോർ അഡ്രിനാലിന്റെ വേറെ പേരാ നോർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ വേറെ പേര് എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിന്റെ വേറെ പേര് നോർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിന്റെ വേറെ പേര് എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിന്റെ വേറെ പേര് നോർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ അഥവാ നോർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ എന്ത് ചെയ്യും? അഡ്രിനാലിൻ അറിയപ്പെടുന്ന പേര് ഇതാ, എമർജൻസി ഹോർമോൺ, ഹോർമോൺ ഓഫ് ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രൈറ്റ്, ട്രിപ്പിൾ എഫ് ഹോർമോൺ എന്നൊക്കെ. ഓക്കെ, നോർ അഡ്രിനാലിനും അഡ്രിനാലിനും. കുഞ്ഞുങ്ങളെ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവര് രണ്ടുപേരും ഓൾമോസ്റ്റ് സിമിലർ ആക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇവര് ഹാർട്ടിനുള്ള ആക്ടിവിറ്റി എല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവര് സിംപതറ്റിക് ആക്ഷനാണ് ഇവർ കാണിക്കുന്നത്. അഡ്രിനാലിനാണെങ്കിൽ നോർ അഡ്രിനാലിനാണെങ്കിൽ ഇവര് സിംപതറ്റിക് ആക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ ആണേ. ഹാർട്ട് റേറ്റ് കൂട്ടും, റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും, പൈലോ ഇറക്ഷൻ, രോമാഞ്ചം ഉണ്ടാക്കും. പൈലോ ഇറക്ഷൻ, ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ്, ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒക്കെ കൂട്ടും. ഗ്ലൂക്കോനിയോജൻസിനെ സപ്പോർട്ട് ചെയ്യും. പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാകാൻ. ഗ്ലൈക്കോജനോലൈസിസ്, പ്രോട്ടിയോലൈസിസ്, ലിപ്പോലൈസിസ്. പ്രോട്ടീനെ മുറിക്കും. പ്രോട്ടിയോലൈസിസ്, ലിപ്പോലൈസിസ്, ഗ്ലൂക്കോനിയോജനസിസ്. പുതിയ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ്, പൈലോ ഇറക്ഷൻ, പ്യൂപ്പിലറി ഡയലേറ്റ് ചെയ്യും. പ്യൂപ്പിലറി ഡയലേഷൻ. ഓക്കെ, സ്വെറ്റിംഗ്, എക്സസൈസ് സ്വെറ്റ് ചെയ്യും. സലൈവേഷനെ കുറയ്ക്കും. സലൈവേഷൻ ദാറ്റ് മീൻസ് ഡൈജസ്റ്റീവ് സെക്രീഷൻസ് ഒക്കെ കുറയ്ക്കും. ബാക്കി ഒരുവിധ എല്ലാ സാധനങ്ങളും കൂട്ടും. ഓക്കെ ആണേ. ഇൻക്രീസ് അലേർട്ട്നെസ്, പെട്ടെന്ന് അലേർട്ട് ആവും നമ്മൾ. ഇൻക്രീസ് അലേർട്ട്നെസ്, പ്യൂപ്പിലറി ഡയലേഷൻ, ഇതൊക്കെ ചെയ്തിരുന്ന ആളാണ് ആര്? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. റെഡിയാണല്ലോ. അഡ്രിനാലിൻ അറിയപ്പെടുന്നത് എമർജൻസി ഹോർമോൺ, ഹോർമോൺ ഓഫ് ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രൈറ്റ് എന്നാണ്. ഓക്കെ, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അറിയപ്പെടുന്ന പേര് കാറ്റക്കോളമീൻസ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ കോർട്ടെക്സും മെഡുല്ലായി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്, അവരുടെ ഫംഗ്ഷൻസും ആണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചിരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സും മെഡുല്ലായി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും അവരുടെ ഫംഗ്ഷൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ. ഇനി നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡ് കഴിഞ്ഞാൽ നേരെ പോകാൻ പറ്റുന്നത് നമ്മുടെ പാൻക്രിയാസിലേക്കാണ്. അഡ്രിനൽ ഗ്ലാൻഡ് എല്ലാവരും ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അഡ്രിനൽ ഗ്ലാൻഡിൽ പഠിച്ചല്ലോ. മുന്നോട്ടേക്ക് പോവാം. നേരെ നെക്സ്റ്റ് വൺ, പാൻക്രിയാസ്. പാൻക്രിയാസിൽ നിങ്ങൾ പറഞ്ഞു നോക്ക്. പാൻക്രിയാസിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത്? പാൻക്രിയാസ് എന്ന് പറയുന്നത് വെറും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല. ഇയാളൊരു മിക്സഡ് ഗ്ലാൻഡ് ആണ്. അഥവാ കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ്, കോംപ്ലക്സ് ഗ്ലാൻഡ് ആണ്, ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്, മിക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, മിക്സഡ് ഗ്ലാൻഡ് ആണ്. മിക്സോക്രൈൻ, മിക്സഡ് ഗ്ലാൻഡ്, കോമ്പൗണ്ട് ഗ്ലാൻഡ്, കോംപ്ലക്സ് ഗ്ലാൻഡ്, ഹോളോക്രൈൻ, ഇങ്ങനെയൊക്കെ എന്ത് പേരിട്ടും വിളിക്കാം. ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്, മിക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ്, കോംപ്ലക്സ് ഗ്ലാൻഡ് ആണ്, ബോത്ത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇങ്ങനെയൊക്കെ എന്ത് പേരിട്ടും വിളിക്കാം നമുക്ക്. ആരെടാ? പാൻക്രിയാസിനെ. ഈ പാൻക്രിയാസിൽ രണ്ട് പോർഷൻ ഉണ്ട് മക്കളെ. പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, പാൻക്രിയാസ് ഇയാള് എൻഡോക്രൈൻ ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടുണ്ട്, എക്സോക്രൈൻ പാർട്ടുണ്ട്. മിക്സഡ് ഗ്ലാൻഡ് അല്ലേ, കോമ്പൗണ്ട് ഗ്ലാൻഡ് അല്ലേ, കോംപ്ലക്സ് ഗ്ലാൻഡ് അല്ലേ, ഓക്കെ, കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്, എല്ലാ പേരും വിളിക്കുക. എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവർ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവർ നമ്മൾ വിളിക്കുന്ന പേരാ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്തോന്നാ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്.
എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവര് ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസ് വെറും 1 to 2% സെൽസ് മാത്രമേ ഉള്ളൂ. എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവര് 98 to 99% സെൽസും എക്സോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവരാ. 98 to 99% സെൽസ് ഒരു പാൻക്രിയാസ്, ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്, മിക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ്, കോംപ്ലക്സ് ഗ്ലാൻഡ് ആണ്. അബ്ഡോമിനൽ കാവിറ്റിയിലായാണ് ഇരിക്കുന്നത് അല്ലെ കുഞ്ഞുങ്ങൾ, നമ്മളെ ഡിയോഡനത്തിനിടയിലായിട്ട്. ഇങ്ങനെ കാണാം ഇവിടെ എൻഡോക്രൈൻ ഉണ്ട്, എക്സോക്രൈൻ ഉണ്ട്. ഒരു പാൻക്രിയാസിന് 98 മുതൽ 99% എക്സോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽസ് ഉള്ളത്. ഈ എക്സോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാ അസിനാർ സെൽസ്. എന്തോ നിങ്ങൾ പറഞ്ഞത്? അസിനാർ സെൽസ്. അസിനാർ സെൽസ്. ഈ അസിനാർ സെൽസ് ഉണ്ടാക്കുന്നത് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാ ഡൈജഷനില്, പാൻക്രിയാറ്റിക് ജ്യൂസ്. അസിനാർ സെൽസ് ഉണ്ടാക്കുന്നത് എന്താ? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. പാൻക്രിയാറ്റിക് ജ്യൂസ്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം? ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സിപെപ്റ്റിഡേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് ന്യൂക്ലിയസ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇല്ലേ? ഇതൊക്കെ ഇനാക്റ്റീവ് ആയിരുന്നു. ആക്റ്റീവ് ആക്കുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെക്കാനിസത്തിൽ, ഡൈജഷനില്. ഞാൻ വെറുതെ പേരുകൾ മാത്രം എഴുതി തരാം. ഒന്നാമത്തെ ആളായിരുന്നു ട്രിപ്സിനോജൻ. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ആണ്. ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ട്രിപ്സിനായിട്ട് മാറും. അടുത്ത ആളായിരുന്നു കൈമോട്രിപ്സിനോജൻ. കൈമോട്രിപ്സിനോജൻ. അടുത്ത പ്രോകാർബോക്സിപെപ്റ്റിഡേസ്. പ്രോകാർബോക്സിപെപ്റ്റിഡേസ്. ഞാൻ നിങ്ങളെ ഇത് ഇവിടെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു പ്രോകാർബോക്സിപെപ്റ്റിഡേസ് ഒന്ന് ഡൈജഷൻ നിങ്ങൾ പഠിച്ചു. പിന്നെ ഞാൻ നിങ്ങളോട് ബയോമോളിക്യൂൾ പഠിപ്പിക്കുന്ന സിങ്ക് കണ്ടെയ്നിങ് ആയിട്ടുള്ള ആളാന്ന് പറഞ്ഞു. ഇതാണ് പ്രോകാർബോക്സിപെപ്റ്റിഡേസ്. പെപ്സിനോജൻ, പെപ്സല്ല, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സിപെപ്റ്റിഡേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് ന്യൂക്ലിയസ്, പാൻക്രിയാറ്റിക് ന്യൂക്ലിയസ്. കുഞ്ഞുങ്ങളെ, ഇതൊക്കെയാണ് പാൻക്രിയാറ്റിക് ജ്യൂസിനുള്ളത്. പാൻക്രിയാസ് സെക്രിയേറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിനുള്ള ആളുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സിപെപ്റ്റിഡേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് ന്യൂക്ലിയസ്. ഇതൊക്കെ പാൻക്രിയാറ്റിക് ജ്യൂസിനുള്ളത്. റെഡിയാണല്ലോ? ഇവിടെ എൻഡോക്രൈൻ ഫംഗ്ഷൻ. എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വെറും 1 to 2% സെൽസ് മാത്രമേ ഉള്ളൂ. വെറും 1 to 2% സെൽസ് മാത്രമാണ് എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. അവരെ വിളിച്ച പേരാ ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസ്. ഓക്കെ, ഈ ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസിൽ 3 ടൈപ്പ് സെൽസ് ഉണ്ട്. ആൽഫ സെൽ, ബീറ്റ സെൽ, ഡെൽറ്റ സെൽ. ആൽഫ സെൽ എന്താ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കഗോൺ ആണ്. ബീറ്റ സെൽ ഇൻസുലിനെ ഉണ്ടാക്കുന്നത്. ഡെൽറ്റ സെൽ സൊമാറ്റോസ്റ്റാറ്റിൻ. ആൽഫ സെൽ, ബീറ്റ സെൽ, ഡെൽറ്റ സെൽ. കുഞ്ഞുങ്ങളെ, ഈ എൻഡോക്രൈൻ പാർട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. 1 to 2% സെൽസ് മാത്രമേ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവരുള്ളൂ. അവിടെയുള്ള സെൽസ് നമ്മൾ വിളിച്ച പേര് ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസ്. 1 to 2 മില്യൺ സെൽസ് ഉണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസിൽ 1 to 2 മില്യൺ സെൽസ് ഉണ്ട്. ഓക്കെ ആണ്. ദാറ്റ് മീൻസ് മൊത്തം പാൻക്രിയാസിന്റെ വെറും 1 to 2% മാത്രമേ ഉള്ളൂ ആര്? ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസ്. ആ ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസ് എന്ന് പറഞ്ഞാൽ 1 to 2 മില്യൺ സെൽസ് ഉണ്ട് ഐലറ്റ്സ് ഓഫ് ലാംഗ്ഹാൻസിൽ. അവരാണ് ആൽഫ സെൽ, ബീറ്റ സെൽ, ഡെൽറ്റ സെൽ. ആൽഫ സെൽ ആരെ ഉണ്ടാക്കുക? ഗ്ലൂക്കഗോൺ. ബീറ്റ സെൽ ആരെ ഉണ്ടാക്കുക? ഇൻസുലിൻ. ഡെൽറ്റ സെൽ ആരെ ഉണ്ടാക്കുക? സൊമാറ്റോസ്റ്റാറ്റിൻ. ഇത് കുഞ്ഞുങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എക്സോക്രൈൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു പാൻക്രിയാസിന്റെ 98 മുതൽ 99% ആരാ? എക്സോക്രൈൻ സെൽസ് ആണ്. അവരെ വിളിച്ച പേരാണ് അസിനാർ സെൽസ്. അവരുണ്ടാക്കുന്ന ജ്യൂസ് ആയിരുന്നു പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിനോജൻ ഉണ്ട്, കൈമോട്രിപ്സിനോജൻ ഉണ്ട്, പ്രോകാർബോക്സിപെപ്റ്റിഡേസ് ഉണ്ട്, പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്, പാൻക്രിയാറ്റിക് ന്യൂക്ലിയസ് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ മക്കളെ നമുക്ക് ഓരോരാളുടെ ഫംഗ്ഷൻസ് അറിയാം. നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചോളെ. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ആള് ഏത് സെൽ ഉണ്ടാക്കുന്ന? ആൽഫ സെൽ. പലപ്പോഴും എക്സാമിന് കുഞ്ഞുങ്ങൾ തെറ്റിക്കുക. ആൽഫ സെൽ എന്ന് കേൾക്കുമ്പോൾ അവർ ഇൻസുലിൻ എന്ന് പറയും. ഇൻസുലിൻ അല്ല. ആൽഫ സെല്ല് ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ല് ഇൻസുലിൻ, ഡെൽറ്റ സെല്ല് സൊമാറ്റോസ്റ്റാറ്റിൻ. റെഡിയാണ്? ഇതിൽ ആൽഫ സെൽ ഉണ്ടാക്കുന്നില്ലേ ഗ്ലൂക്കഗോണിനെ? ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയണം. കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ വിചാരിച്ചോളെ. ഇവിടെ ഇതാ സെല്ലുണ്ട്. ഇത് സെല്ലാണ്, ഇത് സെല്ലാണ്. ഇവിടെ ഇങ്ങനെ ബ്ലഡ് വെസൽ ഉണ്ട്. ഈ ബ്ലഡ് വെസലിനുള്ള നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ട്. ബ്ലഡ് വെസലിനുള്ളിൽ നിന്ന് സെല്ലിലേക്ക് ആരെടുക്കും? ഗ്ലൂക്കോസിനെ എടുക്കുക. ഈ ഗ്ലൂക്കോസിനെ കുറെ എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു പോകില്ലേ? എടാ ബ്ലഡ് വെസൽ ഇല്ലടാ. ബ്ലഡ് വെസലിൽ നിന്ന് സെൽസിലേക്ക് ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എമൗണ്ട് കുറഞ്ഞു പോകില്ലേ? ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന ആളല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇയാൾ സപ്പോർട്ട് ചെയ്യോ അതോ ഇയാൾ ഇതിനെ ഇൻഹിബിറ്റ് ആക്കുവോ? കുറച്ച് കളയല്ലേ ഇൻഹിബിറ്റ് ചെയ്യും. ഇറ്റ് റെഡ്യൂസസ് ആര്? ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ റെഡ്യൂസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. സെൽസ് ഗ്ലൂക്കോസ് എടുക്കുന്നതും ഉപയോഗിക്കുന്നതും ഇയാൾ കുറയ്ക്കും. ഡിക്രീസസ്
സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. സെൽസ് ഗ്ലൂക്കോസ് എടുക്കുന്നതും ഉപയോഗിക്കുന്നതും കുറയ്ക്കുന്ന ആളാണ് ആര്? ഗ്ലൂക്കഗോൺ. രണ്ടാമത്തെ ഇയാൾ എന്ത് ചെയ്യും മക്കളെ? ഇയാളില്ലേ, ഇയാള് പുതിയ ഗ്ലൂക്കോസിന് ഉണ്ടാക്കും. ഇറ്റ് പ്രൊമോട്ട് ഗ്ലൂക്കോനിയോജെനസിസ്. ഗ്ലൂക്കോനിയോജെനസിസ് ദാറ്റ് മീൻസ് നമ്മുടെ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന് ഗ്ലൂക്കോ മീൻസ് ഗ്ലൂക്കോസ്, നിയോ മീൻസ് ന്യൂ, ജെനസിസ് മീൻസ് ബർത്ത്. അപ്പൊ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ പുതിയ ഗ്ലൂക്കോസിന്റെ ജനനം. ഗ്ലൂക്കോനിയോജെനസിസ് ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഗ്ലൂക്കോസ്. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഗ്ലൂക്കോസ് അതാണ് ഗ്ലൂക്കോനിയോജെനസിസ്. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഗ്ലൂക്കോസ് അതാണ് എന്തോന്ന്? ഗ്ലൂക്കോനിയോജെനസിസ്. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഗ്ലൂക്കോസ്, ഗ്ലൂക്കോനിയോജെനസിസ് അതാണ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഗ്ലൂക്കോസ് അല്ലെ ഗ്ലൂക്കോനിയോജെനസിസ്. റെഡിയാണ്? ഈ ഗ്ലൂക്കോനിയോജെനസിനെ സപ്പോർട്ട് ചെയ്ത ഗ്ലൂക്കോനിയോജെനസിസ് എങ്ങനെയൊക്കെയാ? ലിപ്പിഡിനെ മുറിക്കുക, ലിപ്പോലൈസിസ്, അപ്പൊ ഗ്ലൂക്കോസ് ഉണ്ടാവും. പ്രോട്ടീനെ മുറിക്കും, പ്രോട്ടിയോലൈസിസ്. ലിപ്പോലൈസിസും പ്രോട്ടിയോലൈസിസ് നടത്തിയിട്ട് പുതിയ ഗ്ലൂക്കോസിന് ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞു സെൽസ് ഗ്ലൂക്കോസ് എടുക്കുന്നു, ഉപയോഗിക്കുന്നു, കുറയ്ക്കുന്നു എന്നുള്ളത്. ഇനി അടുത്ത് നോക്ക്, ഗ്ലൈക്കോജനോലൈസിസ്. അതിന്റെ അർത്ഥം എന്താ മക്കളെ? ഗ്ലൈക്കോജനെ മുറിക്കുക. ഗ്ലൈക്കോജനെ മുറിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലിവറിലൊക്കെ ഗ്ലൈക്കോജൻ ഇങ്ങനെ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ലേ? ആ ലിവർ സെൽസിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് അവിടുന്ന് ഗ്ലൈക്കോജനൊക്കെ മുറിക്കുക. ഗ്ലൈക്കോജനെ മുറിക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറൂലേ? കുറെ ഗ്ലൂക്കോസ് ചേർന്നിട്ടല്ലടാ ഗ്ലൈക്കോജൻ ഉണ്ടായത്. കുറെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ചേർന്നിട്ടാ ഗ്ലൈക്കോജൻ ഉണ്ടായത്. അങ്ങനെ ഗ്ലൂക്കോസ് കുറെ ചേർന്നിട്ട് ഗ്ലൈക്കോജൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൈക്കോജനെ മുറിച്ചാൽ നമുക്ക് ആരെ കിട്ടും? ഗ്ലൂക്കോസിനെ കിട്ടൂലേ? അപ്പൊ ഗ്ലൈക്കോജനോലൈസിസ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴ് ബ്ലഡിൽ ആര് കൂടി? ഗ്ലൂക്കോസ് കൂടി. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടി ആണല്ലോ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരാ ഹൈപ്പർ ഗ്ലൈസീമിയ. എന്തോന്നാ? ഹൈപ്പർ ഗ്ലൈസീമിയ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതിന് പറയുന്ന പേരാ ഹൈപ്പർ ഗ്ലൈസീമിയ. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന ആളാണ് ആര്? ഗ്ലൂക്കഗോൺ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. അയാള് സെൽസ് ഗ്ലൂക്കോസ് എടുക്കുന്ന ഉപയോഗിക്കുന്നൊക്കെ കുറച്ചിരുന്ന് ഗ്ലൂക്കോസിനെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്ലൈക്കോജനെ മുറിച്ചിട്ട് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ആളാണ് ഗ്ലൂക്കഗോൺ. റെഡിയാണേ? അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. സോ അയാളെ വിളിക്കുന്ന പേരാ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോമോൺ. എന്തോന്നാ? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോമോൺ. പഠിച്ചല്ലോ. ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതിന് എന്താ പറയാ? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതിന് പറയുന്ന പേരാ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഈ ഹൈപ്പോഗ്ലൈസീമിക് ഹോമോൺ ആരാന്ന് അറിയണ്ടേ? ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ആളാണ് ഇൻസുലിൻ. ഓക്കെ, ഹൈപ്പോഗ്ലൈസീമിക് ഹോമോൺ ആണ് നമ്മുടെ ഇൻസുലിൻ. ഇൻസുലിന് ഹൈപ്പർ ഗ്ലൈസീമിയാണോ ഹൈപ്പോഗ്ലൈസീമിയാണോ? ഹൈപ്പോ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ആളാണ് ആര്? ഇൻസുലിൻ. ഇൻസുലിൻ എങ്ങനെയാ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുക? അപ്പം ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് കൊടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്താൽ പോലെ എടുത്തോ 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 എന്ന് പറയും. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയൂലേ? ഇറ്റ് സപ്പോർട്ട് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. സെൽസിനോട് എടുത്തോ എന്ന് പറയും. സെൽസ് എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ആണേ? ഇനി അടുത്ത് എന്ത് ചെയ്യുന്ന അറിയോ? നേരത്തെ ഗ്ലൈക്കോജനെ മുറിച്ചതല്ലേ, ഇപ്പൊ എന്ത് ചെയ്യുന്ന ഗ്ലൂക്കോസിനൊക്കെ പിടിച്ച് ഗ്ലൈക്കോജൻ ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, ഹെൽപ്സ് ഇൻ ഗ്ലൈക്കോജെനസിസ്. എന്തിനാ സപ്പോർട്ട് ചെയ്യാം? ഗ്ലൈക്കോജെനസിസ്. പുതിയ ഗ്ലൈക്കോജൻ ഉണ്ടാക്കാൻ സഹായിക്കും. ഗ്ലൈക്കോജെനസിസ്. ഇറ്റ് സപ്പോർട്ട് ഗ്ലൈക്കോജെനസിസ്. ഗ്ലൈക്കോജെനസിസിനെ സപ്പോർട്ട് ചെയ്യും. ഗ്ലൈക്കോജൻ ഉണ്ടാവുന്നതിനെ സപ്പോർട്ട് ചെയ്യും. ഗ്ലൈക്കോജെനസിസ്. ഇറ്റ് സപ്പോർട്ട് ഗ്ലൈക്കോജെനസിസ്. ഓക്കെ ആണല്ലോ? ഗ്ലൈക്കോജൻ ഉണ്ടാവുന്നതിനെ സപ്പോർട്ട് ചെയ്യും. മറക്കുവോ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇറ്റ് സപ്പോർട്ട് ഗ്ലൈക്കോജെനസിസ്. ഇനി കുഞ്ഞുങ്ങളെ ഒരു കാര്യം കൂടെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പ്രോട്ടിയോലൈസിസ് ലിപ്പോലൈസിസ്. ഇവിടെ എന്താ അവരെ ബ്രേക്ക് ചെയ്യിക്കില്ല, പുതിയ പ്രോട്ടീനെയും പുതിയ ലിപ്പിഡിനൊക്കെ ഉണ്ടാക്കുക. ലിപ്പോജെനസിസ്, പ്രോട്ടിയോജെനസിസ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത്? ഇൻസുലിൻ. അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുകയാണ് നമ്മുടെ ഇൻസുലിൻ ചെയ്യുന്നത്. ഇൻസുലിൻ ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഗ്ലൂക്കഗോൺ ആണെങ്കിൽ ഇൻക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുമ്പോൾ മറ്റയാൾ കുറയ്ക്കും, കുറയ്ക്കുമ്പോൾ മറ്റയാൾ കൂട്ടും. അങ്ങനെയുള്ള മെക്കാനിസത്തിലൂടെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇവരുടെ രണ്ടുപേരും സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? സൊമാറ്റോസ്റ്റാറ്റിൻ. ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും സെക്രീഷനെ കുറയ്ക്കുന്ന ആളാണ് ആര്? സൊമാറ്റോസ്റ്റാറ്റിൻ. ബുദ്ധിമുട്ടില്ലല്ലോ? കുഞ്ഞുങ്ങൾ, നമ്മുടെ ഈ ഇൻസുലിൻ ഇല്ലേ, ഇൻസുലിൻ ഭയങ്കരമായിട്ട് ബോഡിയിൽ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാല്, ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാല് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ആളല്ലേ ഇൻസുലിൻ. ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്താ? കൂടും. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുക. ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഡയബറ്റിസ് മെലിറ്റസ്.
ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസിപ്പിഡസ് അല്ലേ, ADH ഡെഫിഷ്യൻസി കാരണമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഇല്ലേ വാസോപ്രസിൻ, ആളുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇതെന്തോന്നാ ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ പറയുന്ന ഷുഗർ എന്നൊക്കെ പറയുന്ന അസുഖയുടെ മക്കളെ, അതാണ് ഡയബറ്റിസ് മെലിറ്റസ്. റെഡി ആണല്ലോ. ഈ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള കാരണം ആരാ? ഇൻസുലിന്റെ ഡെഫിഷ്യൻസിയാണ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, 2 ടൈപ്പ് ഡയബറ്റിസ് ഉണ്ട് നമുക്ക്. ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. അതിന്റെ അർത്ഥമില്ലേ, ടൈപ്പ് 1 നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കും, ടൈപ്പ് 2 നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കല്ല ചെയ്തത്, ടാബ്ലറ്റ്സ് എടുക്കുക ചെയ്തത്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ചെറിയ ഏജിൽ ജുവനൈൽ ഡയബറ്റിസ് എന്നൊക്കെ വിളിക്കുക, ചെറിയ വയസ്സുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ടൈപ്പ് 1. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, പഠിച്ചു വെച്ചോട്ടോ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് എക്സാമ്പിൾ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഡിസീസാണ്, പ്രായമുള്ള ആളുകളിൽ കാണുന്ന ഡയബറ്റിസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം അല്ലെ ബീറ്റാ സെൽസ് ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ കാരണമൊക്കെയാണ് ഈ അസുഖം ഉണ്ടാവുന്നത്. ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആയിട്ടും ഉണ്ടാവുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. ഇത്ര എന്റെ കുഞ്ഞുങ്ങൾക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലല്ലോ. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഗൊണാഡ്സ് ആണ്. ഗൊണാഡ്സിലെ ടെസ്റ്റിസും ഓവറി. ഈ ടെസ്റ്റിസും ഓവറിയും ഡീറ്റെയിൽ ആയിട്ട് എവിടെ തന്നെ പഠിക്കുന്നത്, റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ അത് തന്നെ ഫുള്ള് പഠിക്കുന്നത്. സോ അത് അവിടെ മനസ്സിലാക്കി കഴിഞ്ഞാണ് നമുക്ക് ഇനി അറിയേണ്ടത് ടെസ്റ്റിസ് ഓവറി അല്ലാതെ ബാക്കി പഠിച്ചവരൊന്നും അല്ലാതെ എൻഡോക്രൈൻ ഗ്ലാൻഡ് പോലും അല്ലാതെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന ആരൊക്കെയാണ്? അവർ എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, പക്ഷെ അവർക്ക് എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാതെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവർ, ദാറ്റ് മീൻസ് ആക്സസറി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലാതെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നവർ ആരൊക്കെയാണ് നമുക്ക് അറിയണം. ആക്സസറി എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയാണ് നമുക്ക് പഠിക്കാവുന്നത്. ആ ആക്സസറി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് 1 ആരാ, 2 ആരാ, 3 ആരാ എല്ലാം പറഞ്ഞെങ്കിലൊന്ന് ഹാർട്ട് അല്ലേ. ഹാർട്ടിൽ നിങ്ങൾക്ക് അറിയാം, ഹാർട്ടിന്റെ ആട്രിയം ഇല്ലേ, ആട്രിയത്തിന്റെ വോൾ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ആണ് ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് അതിന്റെ ആക്ഷൻ പഠിപ്പിച്ചത്. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടി, BP കൂടി, BP കൂടിയ നേരെ മെസ്സേജ് ആർക്ക് പോയി? ആട്രിയൽ വോൾ ഓഫ് ഹാർട്ട്. ആട്രിയൽ വോൾ ഓഫ് ഹാർട്ട്, ഹാർട്ടിന്റെ ആട്രിയത്തിന്റെ വോളിലേക്ക് മെസ്സേജ് പോയി. BP കൂടിയപ്പോഴും നേരെ മെസ്സേജ് ആർക്ക് പോയി? ആട്രിയൽ വോൾ ഓഫ് ഹാർട്ട്, ഹാർട്ടിന്റെ ആട്രിയത്തിന്റെ വോളിലേക്ക് മെസ്സേജ് പോയി. ഈ ആട്രിയൽ വോൾ ഓഫ് ഹാർട്ടിലേക്ക് മെസ്സേജ് പോയി. BP കൂടിയപ്പോഴ് ഹാർട്ടിന്റെ ആട്രിയത്തിന്റെ വോളിലേക്കാണ് നേരെ മെസ്സേജ് പോയത്. ആട്രിയൽ വോൾ ഓഫ് ഹാർട്ട് എന്തുണ്ടാക്കി? ആട്രിയൽ വോൾ ഓഫ് ഹാർട്ട് എന്തുണ്ടാക്കി? ANF റിലീസ് ചെയ്തു. ഇൻക്രീസ് സെക്രീഷൻ ഓഫ് ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഇൻക്രീസ് സെക്രീഷൻ ഓഫ് ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഈ ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ എന്ത് ചെയ്തു? ആക്ട് ഓൺ ബ്ലഡ് വെസൽ. ആക്ട് ഓൺ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസൽ ആക്ട് ചെയ്തു. ബ്ലഡ് വെസൽ ഇയാൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇയാള് വാസോ ഡയലേഷൻ ആണ്. ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്തു. വാസോ ഡയലേഷൻ. ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യിച്ചു. ബ്ലഡ് വെസൽ അമർത്തുമ്പോഴല്ലേ BP കൂടെ. ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായി? BP കൂടിയ BP കുറഞ്ഞു. ദാറ്റ് മീൻസ് കൂടിയ BP നെ കുറഞ്ഞു. ദാറ്റ് മീൻസ് നോർമൽ ലെവലിലേക്ക് വന്നു. അപ്പൊ അടുത്ത ഹോർമോൺ ഏതാ? ആട്രിയൽ വോൾ ഓഫ് ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. പഠിച്ചു നോക്കണം. കുറെ തവണ എക്സാമിന് ചോദിച്ചാൽ ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ആട്രിയത്തിന്റെ വോളാണ്, ഹാർട്ടിലുള്ള ആട്രിയത്തിന്റെ വോള്. BP കൂടുന്ന സിറ്റുവേഷനിലാണ് അത് റിലീസ് ചെയ്യുന്നത്. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യും. അപ്പൊ BP കുറഞ്ഞു പോകും. ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്ത് BP കുറയ്ക്കുന്ന ആളാണ് ANF. റെഡി അല്ലേ? ഇനി അടുത്തത് നമ്മുടെ കിഡ്നി ഇല്ലേ, കിഡ്നിയില് നിങ്ങൾക്കറിയാം, കിഡ്നിയില് JGA, ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ്. ആ JGA സെക്രീറ്റ് ചെയ്യുന്ന ആളാണ് റെനിൻ എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഉള്ള ആളാണ് കിഡ്നിയിൽ. നമുക്ക് നോക്കാം, നമ്മളെ ഹാർട്ടാണ് ഇപ്പൊ പറഞ്ഞ കിഡ്നി. കിഡ്നിയില് ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ്. ഇവരുണ്ടാക്കുന്ന ആരിനെ? എരിത്രോപോയറ്റിൻ. ഇയാൾ എന്ത് ചെയ്യും? എരിത്രോപോയറ്റിൻ ഹെൽപ്സ് ഇൻ എരിത്രോപോയസിസ്. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഓഫ് RBC. RBCയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ആളാണ് ആര്? എരിത്രോപോയറ്റിൻ. RBCയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ആളാണ് ആര്? എരിത്രോപോയറ്റിൻ. ഓക്കെ, ഹെൽപ്സ് ഇൻ എരിത്രോപോയസിസ്. കിഡ്നിയില് റീനൽ ട്യൂബ്യൂളില് ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ് അവരുണ്ടാക്കുന്ന ആരെ? എരിത്രോപോയറ്റിനെ. എരിത്രോപോയസിസിനെ സഹായിക്കും എരിത്രോപോയറ്റിൻ. അപ്പൊ അടുത്ത ഹോർമോണായി
ലിവർ ഇല്ലേ, അതുപോലെ ലിവർ ഉണ്ടാക്കുന്ന ആളാണ് ത്രോംബോപോയറ്റിൻ. ഹെൽപ്സ് ഇൻ പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ. പ്ലേറ്റ്ലെറ്റിന്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ആക്കുന്നതാണ് ത്രോംബോപോയറ്റിൻ. ഹാർട്ടായി, കിഡ്നിയായി, ലിവറായി. ഇനി നമുക്ക് ഇത് കൂടാതെ അറിയേണ്ടത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് നമ്മൾ പഠിക്കുന്ന ഈ ഫുഡ് പോകുന്ന വഴിയില്ലേ, GIT, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്, അവര് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് അറിയണം. GIT, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. GIT ഹോർമോൺസ് ആണ് ആരൊക്കെ? ഒന്നാമത്തെ ആള് ഗ്യാസ്ട്രിൻ. ഒന്നാരാ? ഗ്യാസ്ട്രിൻ. രണ്ടാരാ? സെക്രീറ്റിൻ. രണ്ട് സെക്രീറ്റിൻ, ഗ്യാസ്ട്രിനായി, സെക്രീറ്റിനായി. മൂന്ന് കോളിസിസ്റ്റോകൈനിൻ. കോളിസിസ്റ്റോകൈനിൻ. നാല് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, GIP. ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. കുഞ്ഞുങ്ങൾ ഒന്നാമത്തെ ആള് ഗ്യാസ്ട്രിൻ അല്ലേ, ഇയാൾ എവിടെ പോയിട്ട് ആക്ട് ചെയ്യും? ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ പോയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രൊമോട്ട് ദി സെക്രീഷൻ ഓഫ് HCl ആൻഡ് പെപ്സിനോജൻ. HCl-ന്റെയും പെപ്സിനോജന്റെയും സെക്രീഷനെ കൂട്ടും. ഇയാൾ പോയിട്ട് ഗ്യാസ്ട്രിൻ പോയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും. ഗ്യാസ്ട്രിൻ പോയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് അവിടെ HCl-ന്റെയും പെപ്സിനോജന്റെയും റിലീസിനെ കൂട്ടുന്ന ആളാണ് ആര്? ഗ്യാസ്ട്രിൻ. ഗ്യാസ്ട്രിൻ ആക്ട് ഓൺ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് HCl ആൻഡ് പെപ്സിനോജൻ. It act on gastric gland. It act on gastric gland and stimulate the secretion of HCl and pepsinogen. അവിടെ പോയിട്ട് HCl-നെയും പെപ്സിനോജനെയും സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും ഗ്യാസ്ട്രിൻ. റെഡി ആണല്ലോ? സെക്രീറ്റിൻ പോയിട്ട് എവിടെ ആക്ട് ചെയ്യും? സെക്രീറ്റിൻ ആക്ട് ഓൺ എക്സോക്രൈൻ പാൻക്രിയാസ്. തെറ്റിപ്പോരുതേ. സെക്രീറ്റിൻ പോയിട്ട് എവിടെ ആക്ട് ചെയ്യുക? പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിൽ. ആക്ട് ഓൺ എക്സോക്രൈൻ പാൻക്രിയാസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് ആണ്. പല മക്കളും തെറ്റിക്കും. ഇയാള് പോയിട്ട് പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിൽ പോയിട്ട് ആക്ട് ചെയ്യും. അവിടുന്ന് വാട്ടറിന്റെയും ബൈകാർബണേറ്റ് അയോണിന്റെയും സെക്രീഷനെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ദി സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ. ഇയാൾ പോയിട്ട് ആക്ട് ചെയ്യുന്ന പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിലാണ്. ഇനി അടുത്ത ആളാരാ? കോളിസിസ്റ്റോകൈനിൻ. ആരാ? ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ. കോളിസിസ്റ്റോകൈനിൻ. പേരിലുണ്ട് മക്കളെ, കോളിസിസ്റ്റ്, ഗോൾ ബ്ലാഡർ അല്ലെ. ഇയാള് പോയിട്ട് രണ്ട് സ്ഥലങ്ങളിൽ ആക്ട് ചെയ്യും. ആക്ട് ഓൺ പാൻക്രിയാസ് ആൻഡ് ഗോൾ ബ്ലാഡർ. കറക്റ്റ് ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. സെക്രീറ്റിൻ എക്സോക്രൈൻ പാൻക്രിയാസിലാണ്. അതേസമയത്ത് കോളിസിസ്റ്റോകൈനിൻ ആക്ട് ഓൺ ബോത്ത് പാൻക്രിയാസ് ആൻഡ് ഗോൾ ബ്ലാഡർ. പാൻക്രിയാസ് ആൻഡ്, കറക്റ്റ് ശ്രദ്ധിക്കണേ, ഇത് പാൻക്രിയാസിലും പോയിട്ട് ആക്ട് ചെയ്യും, പാൻക്രിയാസിലും പോയിട്ട് ആക്ട് ചെയ്യും, ഗോൾ ബ്ലാഡറിലും പോയിട്ട് ആക്ട് ചെയ്യും. പാൻക്രിയാസിലും ഗോൾ ബ്ലാഡറിലും. കുഞ്ഞുങ്ങളെ പാൻക്രിയാസിൽ പോയിട്ട് ഇയാൾ എന്താ ഉണ്ടാക്കുക? സെക്രീറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ്. മാറിപ്പോലെ സെക്രീറ്റിനല്ല പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാക്കുന്ന, കോളിസിസ്റ്റോകൈന പാൻക്രിയാറ്റിക് ജ്യൂസ്. ഗോൾ ബ്ലാഡറിൽ ബൈൽ ജ്യൂസ്. ഇതിന്റെ സെക്രീഷനെ കൂട്ടുന്ന ആളാണ് ഈ ഇയാള്. സെക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞ എക്സോക്രൈൻ പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പോർഷനിൽ, എക്സോക്രൈൻ പാൻക്രിയാസ്, പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിൽ അവിടെ നിന്ന് എന്തുണ്ടാക്കും? വാട്ടറും ബൈകാർബണേറ്റും. ഗ്യാസ്ട്രിൻ പോയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് അവിടെ നിന്ന് എന്തുണ്ടാക്കും? HCl ആൻഡ് പെപ്സിനോജൻ. HCl ആൻഡ് പെപ്സിനോജൻ. മാറിപ്പോകില്ലല്ലോ. ഗ്യാസ്ട്രിൻ പോയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഗ്യാസ്ട്രിൻ പോയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് HCl ഉം പെപ്സിനോജൻ ഉണ്ടാക്കി. സെക്രീറ്റിൻ പോയിട്ട് എക്സോക്രൈൻ പാൻക്രിയാസിൽ പോയിട്ട് വാട്ടറും ബൈകാർബണേറ്റും ഉണ്ടായി. കോളിസിസ്റ്റോകൈൻ പോയിട്ട് പാൻക്രിയാസിലും പോകും, ഗോൾ ബ്ലാഡറിലും പോകും. പാൻക്രിയാസിൽ പോയിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാക്കും, ഗോൾ ബ്ലാഡറിൽ പോയിട്ട് ബൈൽ ജ്യൂസ് ഉണ്ടാക്കും. റെഡിയാണല്ലോ കുഞ്ഞുങ്ങളെ? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇയാള് പോയിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും ആൻഡ് ഇൻഹിബിറ്റ് ദി സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. HCl-ന്റെയും പെപ്സിനോജന്റെയും സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഓക്കെ അല്ലേ? അപ്പൊ ലിവർ, കിഡ്നി, ലിവർ പറഞ്ഞു നമ്മള്, കിഡ്നി പറഞ്ഞു, ഹാർട്ട് പറഞ്ഞു, GIT പറഞ്ഞു. വേറെയും കുറെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ചില സ്പെഷ്യൽ സെൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഹോർമോണിൽ പഠിക്കാനുള്ളത്. ലാസ്റ്റ് സെഷൻ ഇതും കൂടെയുള്ളൂ, ചാപ്റ്റർ തീരാൻ പോവാണ്. മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ. ഹോർമോണൽ ആക്ഷന്റെ മെക്കാനിസം ഇത് മക്കൾക്ക് മനസ്സിലായതല്ലേ? ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്ക്. ഇനി മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ. ഹോർമോണൽ ആക്ഷന്റെ മെക്കാനിസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഹോർമോൺ? ഹോർമോണിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? കുഞ്ഞുങ്ങളെ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഹോർമോൺ നമുക്ക് ആദ്യം അറിയണം. ഹോർമോണിന്റെ മെക്കാനിസം അറിയണം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് കാര്യങ്ങൾ പഠിപ്പിച്ചു. രണ്ട് ടൈപ്പ് ഹോർമോൺ ഉണ്ട്, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി. ഹോർമോൺ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ഹൈഡ്രോഫിലിക് ഹോർമോണും ലിപ്പോഫിലിക് ഹോർമോണും. ഹൈഡ്രോഫിലിക് that means water loving. ലിപ്പോഫിലിക് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ലവിങ് അല്ലേ? ഇത് വെള്ളത്തിന് ഇഷ്ടപ്പെടുന്നവൻ, മറ്റത് ലിപ്പിഡിന് ഇഷ്ടപ്പെടുന്നവൻ. ലിപ്പോഫിലിക്കും ഹൈഡ്രോഫിലിക്കും. ഹൈഡ്രോഫിലിക് that means water loving. ലിപ്പോഫിലിക് ലിപ്പിഡ് ലവിങ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ് കൊണ്ട്. ഞാൻ നിങ്ങളെ ബയോമോളിക്യൂളിൽ പഠിപ്പിച്ചു. ഫോസ്ഫോലിപ്പിഡിന്റെ 2 ലെയർ കൊണ്ടാണ് നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സെല്ലിന്റെ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ആരെ കൊണ്ടാ? ഫോസ്ഫോലിപ്പിഡിന്റെ 2 ലെയർ കൊണ്ടാ. സെൽ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. 2 ഫോസ്ഫോലിപ്പിഡിന്റെ ലെയർ കൊണ്ടാണ് സെല്ലിന്റെ മെംബ്രെയിൻ ഉണ്ടാക്കുന്നത്. സെൽ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ഫോസ്ഫോലിപ്പിഡിന്റെ 2 ലെയർ കൊണ്ടാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സെൽ മെംബ്രെയിനിനുള്ളിലൂടെ ഒരിക്കലും ഒരു വാട്ടർ ലവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് പോകാൻ പറ്റില്ല. ലിപ്പിഡ് ലവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് പോകാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കറക്റ്റ് ശ്രദ്ധിച്ചു. 2 ടൈപ്പ് ഹോർമോൺ, ഹൈഡ്രോഫിലിക്കും ലിപ്പോഫിലിക്കും അല്ലേ? വാട്ടർ ലവിങ്ങും മറ്റേത് ലിപ്പിഡ് ലവിങ്ങും. ഇതില് വാട്ടർ ലവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് സെൽ മെംബ്രെയിനിലൂടെ പോകാൻ പറ്റില്ല. അപ്പോ അവരെ പിടിക്കാൻ വേണ്ടി സെൽ മെംബ്രെയിനിൽ തന്നെ റിസപ്റ്റർ ഉണ്ടാവും. ഇവരുടെ കേസിൽ, ഈ ഹൈഡ്രോഫിലിക് ഹോർമോൺസിന്റെ കേസിൽ മെംബ്രെയിനിലായിരിക്കും റിസപ്റ്റർ കാണുന്നത്. ഹോർമോണിനെ ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ മെംബ്രെയിനിൽ തന്നെ ഉണ്ടാവും. ഇവരുടെ കേസിൽ, ഹൈഡ്രോഫിലിക് ഹോർമോൺസിന്റെ കേസിൽ റിസപ്റ്റർ എവിടെ ഉണ്ടാവും? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ആയിരിക്കും. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. ഇവരുടെ കേസിൽ റിസപ്റ്റർ എങ്ങനെയാ? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ആയിരിക്കും. ലിപ്പിഡിന്റെ കേസിലാണ് നേരെ സെല്ലിന്റെ ഉള്ളിലൂടെ, സെല്ലിന്റെ മെംബ്രെയിനിലൂടെ പാസ് ചെയ്ത് പോവാം. എന്നാൽ ഇവരുടെ റിസപ്റ്റർ വേണ്ട. റിസപ്റ്റർ ഉണ്ടാവും ഒന്നുകിൽ ന്യൂക്ലിയസിനുള്ളിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിനുള്ളിൽ. ദാറ്റ് മീൻസ് നമുക്കറിയാം ലിപ്പോഫിലിക് ആണെങ്കിൽ എന്തോന്നാ? ഇവിടെ മെംബ്രെയിൻ ബൗണ്ട് ആണ്, ഇവിടെ ഇന്റർ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. ഇന്റർ അല്ലല്ലോ, ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. സെല്ലിനുള്ളിലല്ലേ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. 2 ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് അല്ലെങ്കിൽ ഇൻട്രാന്യൂക്ലിയർ. ന്യൂക്ലിയസിനുള്ളിൽ സൈറ്റോപ്ലാസത്തിനുള്ളിൽ ഇൻട്രാന്യൂക്ലിയർ. ഇതാണ് ഏറ്റവും കോമൺ, ഇതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ഇൻട്രാന്യൂക്ലിയർ. കുഞ്ഞുങ്ങൾ, അപ്പൊ 2 ടൈപ്പ് ഹോർമോൺ ഉണ്ട്. ഹൈഡ്രോഫിലിക് ഹോർമോൺ ഉണ്ട്, ലിപ്പോഫിലിക് ഹോർമോൺ ഉണ്ട്. ഹൈഡ്രോഫിലിക് ഹോർമോണിന്റെ കേസിൽ നമ്മൾ റിസപ്റ്ററിനെ കാണുന്ന റിസപ്റ്റർ മെംബ്രെയിനിൽ തന്നെ ഉണ്ടാവുക. ഹോർമോൺ ഡയറക്റ്റ് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. അപ്പൊ മെംബ്രെയിനിൽ തന്നെ അവനെ പിടിക്കാനുള്ള ആളുണ്ടാവും. ഞാൻ മെക്കാനിസം കാണിക്കാൻ മനസ്സിലാവും. ലിപ്പോഫിലിക് ആണെങ്കിൽ അവന്റെ റിസപ്റ്റർ സെല്ലിന്റെ മെംബ്രെയിനിൽ ഉണ്ടാവില്ല. മെംബ്രെയിനിലൂടെ അവന് പാസ് ചെയ്ത് പോകാൻ പറ്റും. അവന്റെ റിസപ്റ്റർ സെല്ലിനുള്ളിൽ ഉണ്ടാവും, ഒന്നുകിൽ ന്യൂക്ലിയസിനുള്ളിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിനുള്ളിൽ. ഹൈഡ്രോഫിലിക് ഹോർമോൺസ്, ഹൈഡ്രോഫിലിക് വാട്ടർ ലവിംഗ് ആയിട്ടുള്ള ആള്, അവര് മെംബ്രെയിനിലാണ് അതിന്റെ റിസപ്റ്റേഴ്സ് കിടക്കുന്നത്. ഇവര് 2 ടൈപ്പ് ഹോർമോൺ ആണ്. ഒന്ന് പ്രോട്ടീൻ പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺ. ഇതിലാണെങ്കിലോ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. കുഞ്ഞുങ്ങളെ, പ്രോട്ടീൻ പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞില്ലേ? അതിന് എക്സാമ്പിൾ ആണ് ഹൈപ്പോതലാമിക് ഹോർമോൺ. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ഇവരൊക്കെ ആരാ? പ്രോട്ടീൻ പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. ഹൈഡ്രോഫിലിക് ഹോർമോൺ, ഹൈഡ്രോഫിലിക് വാട്ടർ ലവിംഗ്, അവർക്ക് മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരാമത്തെ ടീമാണ് പ്രോട്ടീൻ പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺ. അതിന് എക്സാമ്പിൾസ് ആണ് ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന കുറെ ഹോർമോൺ നിങ്ങൾ പഠിപ്പിച്ചു. റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അതൊക്കെ ഇതിൽ വരും. പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺ പഠിപ്പിച്ചു അല്ലേ? ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്ടിൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, LH, FSH അല്ലെ? ഇവരൊക്കെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഇവരൊക്കെ ഇവിടെ വരും. പ്രോട്ടീൻ പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺസിൽ ഇൻസുലിൻ, ഗ്ലൂക്കോൺ, ഇതൊക്കെ പ്രോട്ടീൻ ഹോർമോണാ. പ്രോട്ടീൻ അഥവാ പെപ്റ്റൈഡ് അഥവാ പോളിപെപ്റ്റൈഡ് ഹോർമോൺ ഇവരെല്ലാവരും. ഇനി അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു. നിങ്ങളോട് കാറ്റക്കോളമീൻസ്, അഡ്രിനാലിൻ, ഗുഡ്, ദാറ്റ്സ് റൈറ്റ്. അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, അമിനോ ആസിഡ് ഡെറിവേറ്റീവ് അഡ്രിനാലിൻ, നോറഡ്രിനാലിനും അമിനോ ആസിഡ് ഡെറിവേറ്റീവില്, അതായത് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. കുഞ്ഞുങ്ങളെ, ഇത്ര ആളുകളാണ് നമുക്ക് ഹൈഡ്രോഫിലിക് ഹോർമോൺസ് ആയിട്ട് പെടുത്താനുള്ളത്. ഹൈഡ്രോഫിലിക് ഹോർമോൺ അവരുടെ റിസപ്റ്റേഴ്സിൽ ഇത്
റിസപ്റ്റേഴ്സ് ഇരിക്കുന്ന മെംബ്രെയിനിൽ തന്നെയായിരിക്കും, അവർക്ക് സെല്ലിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. അടുത്ത കേസിൽ ലിപ്പോഫിലിക് ഹോർമോൺ. ലിപ്പോഫിലിക് ഹോർമോണിന്റെ കേസിൽ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണ്. റിസപ്റ്റേഴ്സ് സെല്ലിനുള്ളിലാണ്. ഒന്നുകിൽ സൈറ്റോപ്ലാസമിനുള്ളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ. ഇവർ ആരൊക്കെയാ നോക്കുക? ഇവർ 2 ടൈപ്പ് ഹോർമോൺ ആണ്. ലിപ്പോഫിലിക് ഹോർമോൺ ഇതാ ഞാൻ എടുക്കാൻ പോവാണ്. ലിപ്പോഫിലിക് ഹോർമോൺ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് സ്റ്റീറോയിഡ് ഹോർമോൺ. ആരാ? സ്റ്റീറോയിഡ് ഹോർമോൺ. രണ്ടാമത്തത് അയഡോതൈറോണിൻ. അയഡോതൈറോണിൻ എക്സാമ്പിൾ ആണ് T3 T4 ട്രൈ അയഡോതൈറോണിൻ ആൻഡ് ടെട്രാ അയഡോതൈറോണിൻ. സ്റ്റീറോയിഡ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ, എസ്ട്രാഡയോൾ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഇതൊക്കെ വരും. ഇതൊക്കെ സ്റ്റീറോയിഡ് ഹോർമോണാണ്. സ്റ്റീറോയിഡ് ഹോർമോൺ എക്സാമ്പിൾ ടെസ്റ്റോസ്റ്ററോൺ, എസ്ട്രാഡയോൾ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ. അയഡോതൈറോൺ എക്സാമ്പിൾ T3 T4 ട്രൈ അയഡോതൈറോണിൻ, ടെട്രാ അയഡോതൈറോണിൻ. കുഞ്ഞുങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്റ്റീറോയിഡ് ഹോർമോൺ ആണെങ്കിലും അയഡോതൈറോൺ ആണെങ്കിലും ഇവർക്ക് മെംബ്രെയിനിലൂടെ ഡയറക്റ്റ് ഉള്ളിലേക്ക് പോകാൻ പറ്റും. അവിടെ ആരും തടയൂല. പക്ഷേ ഇവന്മാരില്ലേ ഹൈഡ്രോഫിലിക് ഹോർമോൺസ്, അവന്മാർക്ക് മെംബ്രെയിനിലൂടെ തുളച്ചു കയറി പോകാൻ പറ്റൂല. നിങ്ങൾ നോക്കണം 2 കേസ്. ഈ കേസ് ഞാൻ കാണിക്കുക. ഇതിങ്ങനെ സെല്ലിന്റെ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. സെല്ലിന്റെ മെംബ്രെയിൻ ഇവിടെ ഫോസ്ഫോലിപ്പിഡിന്റെ ലെയർ ഇങ്ങനെ ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് ലെയർ ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഫോസ്ഫോലിപ്പിഡിന്റെ ലെയർ കാണാം. ഇത് സെല്ലിന്റെ മെംബ്രെയിൻ ആണ്. ഫോസ്ഫോലിപ്പിഡിന്റെ ലെയർ കാണാം. ഇവിടെ തന്നെ ഉണ്ടാവും, ഈ മെംബ്രെയിൻ ഉണ്ടാവും ആ ഒരു റിസപ്റ്റർ. ഇപ്പൊ ഞാൻ ഇത് ഈ ഒരു ഏരിയ ഇങ്ങനെ ഇത്തിരി കാണിക്കുകയാണ്. ഇതാ കറക്റ്റ് നോക്കണമെങ്കിൽ ഇവിടെ കാണാമോ നിങ്ങൾക്ക്? ഇതാ മെംബ്രെയിനിൽ തന്നെ ബൗണ്ട് ചെയ്ത് കിടക്കുന്ന റിസപ്റ്റർ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് ഇയാൾക്ക് കയറി വരാൻ പറ്റില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഹോർമോൺ, ഒരു FSH LH എന്തോ ആയിക്കോട്ടെ, ഇത് FSH വരുന്നു. FSH വരുമ്പോൾ FSHന് ഇതാണ് FSH ഹോർമോൺ. അയാളെ നേരെ പോയിട്ട് നമ്മൾ ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെ ആ FSH ഹോർമോണിനെ കാണാം. FSH പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. FSH പോയിട്ട് ഇതാ ഇവിടെ ബൈൻഡ് ചെയ്യും. ഇവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാല് നേരെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. അയാൾക്ക് സെല്ലിനുള്ളിലേക്ക് കയറി പോകാൻ പറ്റൂല. അയാൾ അവിടെ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ NCERT നോക്കണം പടം കറക്റ്റ്. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കും. ആ കോംപ്ലക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സെല്ലിനുള്ളിൽ ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ബൈൻഡിങ് അവിടെ നടന്നു എന്നുള്ള കാര്യം ഇവിടെ കാണിക്കും. റെസ്പോൺസ് ഉണ്ടാവും. അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായി. ആ റെസ്പോൺസിന്റെ ഫലമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എന്തുണ്ടാവണം? ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ആവണം. ജനറേഷൻ ഓഫ് സെക്കൻഡ് മെസ്സഞ്ചർ. ഈ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സൈക്ലിക് ഗോനോസിൻ മോണോഫോസ്ഫേറ്റ്, കാൽസ്യം അയോൺ, IP3 ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, സൈക്ലിക് ഗോനോസിൻ മോണോഫോസ്ഫേറ്റ്, കാൽസ്യം അയോൺ, ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, IP3 ഇവരൊക്കെ സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഹോർമോൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? ഫോസ്ഫോലിപ്പിഡിന്റെ 2 ലെയർ കൊണ്ടാ. അപ്പൊ ഇവന്മാർക്ക് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഏത് ഹോർമോൺ ആണെങ്കിലും ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റൂല. അപ്പൊ അവന്മാർ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് മെംബ്രെയിനിൽ തന്നെ ഉണ്ട്. അതാണ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. അവർ ആ ഹോർമോണിനെ പിടിച്ചു കഴിഞ്ഞാൽ സെല്ലിനുള്ളിൽ റെസ്പോൺസ് ഉണ്ടായി. ആ റെസ്പോൺസിന്റെ ഫലമായിട്ട് അവിടെ സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ആയി. സെക്കൻഡ് മെസ്സഞ്ചർ ആണ് സൈക്ലിക് AMP, സൈക്ലിക് GMP, കാൽസ്യം അയോൺ, ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ഒക്കെ അവർ ജനറേറ്റ് ആയി. അപ്പൊ എന്തായി? ഈ സെല്ലിനുള്ളിൽ ഒരു ബയോകെമിക്കൽ റെസ്പോൺസ് ഉണ്ടായി. ഈ ബയോകെമിക്കൽ റെസ്പോൺസിന്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടായി? ഒരു ബയോകെമിക്കൽ റെസ്പോൺസ് ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടായി? ഫിസിയോളജിക്കൽ റെസ്പോൺസ്. FSH ആണെങ്കിൽ ഇവിടെ ഒവേറിയൻ ഗ്രോത്ത് ഒക്കെ ആയിരിക്കും നടക്കുക. ഒവേറിയൻ ഗ്രോത്ത് ഒക്കെയാണല്ലോ കാര്യം. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ റിസപ്റ്റർ എവിടെ ഇരിക്കുന്നത്? റിസപ്റ്റർ സെല്ലിന്റെ മെംബ്രെയിനിൽ ബൗണ്ട് ചെയ്ത് കിടക്കുക. അവിടത്തേക്ക് ആര് വന്നു? ഹോർമോൺ വന്നു. അവിടെ ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെയാണ്. ഹോർമോൺ വന്നു, റിസപ്റ്ററിൽ ബൈൻഡ് ആക്കി കഴിഞ്ഞാൽ സെല്ലിനുള്ളിൽ ഒരു റെസ്പോൺസ് ജനറേറ്റ് ആയി. ആ റെസ്പോൺസിന്റെ ഫലമായിട്ട് അവിടെ സെക്കൻഡ് മെസ്സഞ്ചറുകൾ ഉണ്ടായി. ആ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് സൈക്ലിക് AMP, സൈക്ലിക് GMP, കാൽസ്യം അയോൺ, ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ഒക്കെ. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ബയോകെമിക്കൽ റെസ്പോൺസ് ഉണ്ടായി. ആ ബയോകെമിക്കൽ റെസ്പോൺസിന്റെ ഫലമായിട്ട് അവിടെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടായി. ഇതാണ് നമ്മളെ പ്രോട്ടീൻ, പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഹോർമോൺ അല്ലെങ്കിൽ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഒക്കെ കേസിൽ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഹൈഡ്രോഫിലിക് ഹോർമോൺസിന്റെ കേസിലുള്ള മെക്കാനിസം ആണ് നമ്മളിപ്പോ കണ്ടേക്കുന്നത്. ഇനി ലിപ്പോഫിലിക് ഹോർമോൺസ്. കുഞ്ഞുങ്ങളെ എളുപ്പമാണ് കാര്യം. ലിപ്പോഫിലിക് ഹോർമോൺസ് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ മെംബ്രെയിൻ ആരുണ്ട്? ഇതുപോലെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട് മെംബ്രെയിനില്. ഇവിടെ പക്ഷെ ആരെങ്കിലും തടയാനുണ്ടോ? ഇവിടെ എന്താണ്? ഇവിടെ ലിപ്പിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ലിപ്പോഫിലിക് ആയിട്ടുള്ള ആളുകൾക്ക് ഡയറക്റ്റ് കയറി വന്നൂടെ? ഡയറക്റ്റ് കയറി വരാ സെല്ലിനുള്ളിലേക്ക് ഒരു പ്രശ്നമില്ല. അവിടെ തടയൂല.
അപ്പൊ ഇത് ഇതൊരു സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ആണിത്. ഈ ന്യൂക്ലിയസിനുള്ളിൽ നിങ്ങൾ നോക്കണേ, ഇത് സെല്ലാണ്, സെല്ലിന്റെ സൈറ്റോപ്ലാസം ആണ്. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റിസപ്റ്ററിനെ. ഈ റിസപ്റ്റർ ഇതാണ് നമ്മുടെ ഹോർമോൺ. ഈ ഹോർമോൺ വന്നു, ഹോർമോൺ ഇവിടെ എത്തി. ഹോർമോൺ ആരും മെംബ്രെയിനിൽ തടഞ്ഞില്ല. ഹോർമോൺ നേരെ സെല്ലിനുള്ളിൽ കയറി, സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് കയറി, ന്യൂക്ലിയസില് റിസപ്റ്റേഴ്സ് ഇയാളെ ബൈൻഡ് ചെയ്തു. ന്യൂക്ലിയസ് ഇതാണ് നമ്മുടെ റിസപ്റ്റർ ആണ്, ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി. ഇത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ DNA, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് DNA ഇൻകോർപ്പറേറ്റ് ചെയ്തു. ആ DNA എന്തുണ്ടാക്കി? mRNA ഉണ്ടാക്കി, മെസഞ്ചർ RNA ഉണ്ടാക്കി. RNA DNA RNA ഉണ്ടാവുന്നതിന് പറഞ്ഞവര് ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾ പഠിച്ച ജനറ്റിക്സില് DNA RNA ഉണ്ടായി, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടായി. ഇനി RNA എന്തിനുണ്ടാക്കി? പ്രോട്ടീൻ ഉണ്ടാക്കി. RNA പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി എന്ത് നടക്കും? നേരെ ഫിസിയോളജിക്കൽ റെസ്പോൺസ്, നേരെ ഫിസിയോളജിക്കൽ റെസ്പോൺസ്. റെഡിയാണേ? ഇതാണ് ഏത് ഹോർമോണിന്റെ കേസില് ലിപ്പോഫിലിക് ഹോർമോൺ. ലിപ്പോഫിലിക് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റീറോയിഡ് ഹോർമോൺ ആവാം, അത് ചിലപ്പോൾ പ്രൊജസ്ട്രോൺ ആവാം, ടെസ്റ്റോസ്റ്ററോൺ ആവാം, ആരും ആവാം, അല്ലെങ്കിൽ ഐഡോതൈറോയിഡ്, ട്രൈ ഐഡോതൈറോയിഡ്, ടെട്രാ ഐഡോതൈറോയിഡ്, ആരും ആവാം. അമ്മാര് നേരെ മെംബ്രെയിനിൽ വന്നു. മെംബ്രെയിനിൽ അവരുടെ റിസപ്റ്റേഴ്സ് ഒന്നും വേണ്ട. എന്തുകൊണ്ടാ? അവിടെ മെംബ്രെയിനിൽ എന്തിനാ റിസപ്റ്റർ? അവർക്ക് നേരെ കയറി വരാൻ പറ്റൂലേ, അവിടെ ആരും തടയാനില്ല. സോ ഹോർമോൺ വന്നു, മെംബ്രെയിനിലൂടെ തന്നെ ഡയറക്റ്റ് സെല്ലിനുള്ളിലേക്ക് കയറി. സെല്ലിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സെല്ലിനുള്ളിൽ ആരുണ്ട്? സെല്ലിനുള്ളിൽ നിങ്ങൾക്ക് ന്യൂക്ലിയസ് കാണാം. സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് കാണാം. ആ ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്ന റിസപ്റ്ററിനെ കാണാം. ആ റിസപ്റ്ററിലേക്ക് ഹോർമോൺ പോയിട്ട് ബൈൻഡ് ചെയ്തു. ഹോർമോൺ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി. ആ കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ നേരെ പോയിട്ട് ആരുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് DNA ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അവിടുന്ന് അത് മെസഞ്ചർ RNA mRNA ഉണ്ടാക്കി. mRNA എന്തുണ്ടാക്കി? പ്രോട്ടീൻ ഉണ്ടാക്കി. ഈ പ്രോട്ടീൻ എന്തായി? അവിടെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് കാണിച്ചു. കുഞ്ഞുങ്ങളെ, ഇത്രയല്ലോ ഹോർമോണൽ ആക്ഷന്റെ മെക്കാനിസം. ആദ്യം നമ്മൾ പ്രോട്ടീൻ, പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഹോർമോൺസിന്റെ കേസിലാണ് കണ്ടത്. ദാറ്റ് മീൻസ് ഹൈഡ്രോഫിലിക് ഹോർമോൺസിന്റെ കേസിൽ. ഇപ്പൊ നമ്മൾ ലിപ്പോഫിലിക് ഹോർമോണിന്റെ മെക്കാനിസവും കണ്ടു. രണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ മെക്കാനിസം. ഇത്രയല്ലോ ഈ ചാപ്റ്റർ. ആദ്യം നമ്മൾ കുറെ ഗ്ലാൻസിനെ പഠിച്ചു. ആ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്ത ഹോർമോൺസിനെ പഠിച്ചു. ഇപ്പൊ നമ്മൾ മെക്കാനിസവും പഠിച്ചു. ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് മെക്കാനിസത്തിൽ നിന്ന്. രണ്ട് ഡയഗ്രാംസ് ഓർത്ത് വെക്കുക. ഏത് ഹോർമോണോ ചോദിച്ചാൽ ഈ ഞാൻ പഠിപ്പിച്ച ക്ലാസിഫിക്കേഷൻ നല്ല പോലെ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.